സമാനതകളില്ലാത്ത ഒരു ദുരന്തം വിതച്ച, പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ വേദനയുടെയും കണ്ണുനീരിന്റെയും നനവ് പറ്റുന്ന ഒരു അനുഭവ കഥയുടെ നേർസാക്ഷ്യത്വമാണ് കർബല നമ്മളിലേക്ക് സമർപ്പിക്കുന്നത്. ഒരുപാട് തവണ ഈ കഥ പല വേദികളിലും ഇവിടെ തന്നെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ കഥ നമ്മളിലുണ്ടാക്കിയ ഏറെ മൂല്യവും ബോധവും എന്ത് എന്ന് നമുക്ക് മനസ്സിലാവും. മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹ്ലു ബൈത്തിന്റെ ദാരുണമായ രക്തസാക്ഷ്യത്വത്തെയാണ് കർബലയിൽ നിന്ന് ലോക മുസ്ലിങ്ങൾ പഠിച്ചെടുത്തത്. അതിനു മുമ്പോ അതിനുശേഷമോ അങ്ങനെ ഒരു ദാരുണമായ സത്യം നടന്നിട്ടില്ല എന്നത് കർബലയെ വ്യതിരക്തമാക്കുന്നു എന്നതാണ് ഏറെ പ്രസക്തി. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവർ, പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടം വെക്കുന്നവർ ഈ ചരിത്രത്തിന്റെ പേജുകളിലൂടെ, താളുകളിലൂടെ, വരികളിലൂടെ മനസ്സിരുത്തി കൊണ്ടുപോകുന്നു. ഇതിൽ നിന്ന് ഒരുപാട് വേദനിക്കുന്ന അനുഭവങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ കണ്ണുനീര് വന്നു പോകുന്നു എന്നതൊരു വല്ലാത്ത സത്യമാണ്. അങ്ങനെ വരുന്നുവെങ്കിൽ ആ കുടുംബത്തിനോട് നമുക്കുള്ളൊരു വല്ലാത്ത വൈകാരികമായ ബന്ധം കൽവിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അല്ല, വെറുതെ ഒരു കഥ കേൾക്കുന്ന ലാഘവത്തോടെയാണ് ഈ ചരിത്രം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ വൈകാരികമായൊരു ബന്ധം അഹ്ലു ബൈത്തിനോട് ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. മാനസികമായൊരു ബന്ധം ആ കുടുംബത്തിനോട് നമുക്ക് ഉണ്ടെങ്കിൽ സത്യത്തിൽ ആ ചരിത്രത്തിന്റെ അകപ്പൊരുളിലേക്ക്, ഉള്ളറകളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലുമ്പോൾ കണ്ണിന് നനവ് വരും. ആ നനവ് ആവണം നമ്മുടെ ഭാവി ജീവിതത്തിന്റെ നിർണായകമായ നിമിഷത്തിൽ നമുക്ക് ഏറ്റവും നന്നായി അല്ലാഹു അനുഗ്രഹം ചെയ്യുന്ന സെക്കൻഡുകൾ. ആ കണ്ണുനീരിന്റെ നനവാവണം നാളെ മഹ്ശറയിൽ ഈ ഉമ്മത്തിന്റെ മുന്നിൽ, അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിൽ പോയി നിൽക്കാനുള്ള ഒരു ഏറ്റവും വലിയ അന്തസ്സും അഭിമാനവും. അതിന് നാഥൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നലെ നമ്മൾ കഥ അവസാനിപ്പിച്ചത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ ഈ ലോകം വിട്ട് വിട പറഞ്ഞു പോകുന്ന വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ്. സ്വന്തം കൂടെ കിടന്ന ഭാര്യ മഹാനായ ഒരു മനുഷ്യനെ ചതിയിലകപ്പെടുത്തി കുടിക്കാൻ വെച്ച വെള്ളത്തിൽ വിഷം ചേർത്ത് വെച്ച് ഈ ലോകത്തിന്റെ ഒടുക്കത്തെ ഘട്ടത്തിൽ തന്റെ ഭാര്യയോട് ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്ക്, ഒരു ഭാര്യ എന്ന നിലയിൽ ഞാൻ നിനക്ക് എല്ലാ കടമകളും നിർവഹിച്ചു തന്നിട്ടുണ്ട്, പക്ഷേ നിനക്കത് മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ പെണ്ണേ. നീ എന്തിനായിരുന്നു, നീ എന്തിനു വേണ്ടിയായിരുന്നു വെള്ളത്തിൽ വിഷം ചേർത്തത്? ഞാൻ നിനക്ക് മാപ്പ് തരാം, ഞാൻ നിനക്ക് മാപ്പ് തരാം. ഞാൻ മാപ്പ് തന്നില്ലെങ്കിൽ നിന്റെ പരലോകം നിനക്ക് നഷ്ടപ്പെട്ടു പോകും. തനിക്ക് വിഷം തന്ന ഭാര്യയോട് ഒടുക്കത്തിന്റെ ഘട്ടത്തിൽ മാപ്പ് പറഞ്ഞ്, അല്ലെങ്കിൽ മാപ്പ് കൊടുത്ത് ഈ ലോകം വിട്ട് വിട പറഞ്ഞു പോയ ഒരു മഹാമനുഷ്യന്റെ ഹസൻ അലി റളിയല്ലാഹു അൻഹു, ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു ആ വധത്തിന് പ്രതികാരം ചോദിക്കുമെന്നൊരു വൽകാത്ത കൽബുമായിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നിലൂടെ വന്നിട്ട് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചു നിർത്തിയിട്ട് വളരെ വേദനയുള്ളൊരു കഥ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തത് സഹോദരൻ സൈനബായിരുന്നു. സൈനബ് റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, പ്രിയപ്പെട്ട ഹുസൈനെ, എങ്ങോട്ട് പോകുന്നു, എവിടേക്കാണ് യാത്ര, എന്തിന്റെ പുറപ്പാടാണോ? നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ നിന്നോട് ഒടുക്കത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും ഉദാത്തമായ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ് എന്ന്. അതുകൊണ്ട് ഈ കാര്യത്തെ നീ അല്ലാഹുവിലേക്ക് വിട്ടേക്കുക. പ്രിയപ്പെട്ട സഹോദരൻ ഹസൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടി ശേഷക്രിയകൾക്ക് നീ മുതിരുക എന്ന് പറഞ്ഞിട്ട് പാതിരാവിലെ ഇറങ്ങിപ്പുറപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ തിരിച്ചു കൊണ്ടുവന്നത് ചരിത്രത്തിലെ ഉരുക്കുവനിത എന്നറിയപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹയെ. ഏതായാലും നമുക്ക് ചരിത്രത്തിലെ അഥവാ കർബലയിലെ ചില അനശ്വരമായ മുഹൂർത്തങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് കഥ അവസാനിപ്പിക്കേണ്ടി വരും.
അസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം നബി കുടുംബം വല്ലാണ്ട് പട്ടിണിയായി. അസ്ർ റളിയല്ലാഹു അൻഹുവായിരുന്നു നബി കുടുംബത്തിന്റെ താണി. രാത്രി നബി കുടുംബം കിടന്നുറങ്ങുമ്പോ, പ്രവാചകന്റെ പ്രിയപ്പെട്ട കുടുംബം കിടന്നുറങ്ങുന്ന ഘട്ടത്തിൽ പാതിരാവിൽ അസ്ർ റളിയല്ലാഹു അൻഹു ഇറങ്ങി നടക്കുമായിരുന്നു. സുബൈർ റളിയല്ലാഹു അൻഹുവിന് പോലും അറിയാത്തൊരു സത്യമുണ്ടവിടെ. സ്വന്തം പ്രിയപ്പെട്ട കുടുംബം കിടന്നുറങ്ങുമ്പോൾ ആ കുടുംബത്തിന് അത്താണി കണ്ടെത്താൻ പാതിരാവിൽ ജൂതന്റെ ഈത്തപ്പനത്തോട്ടത്തിൽ വെള്ളം നനയ്ക്കുകയും എന്നിട്ട് കിട്ടുന്ന കൂലിയുമായി സുബഹിക്ക് മുമ്പ് വീട്ടിലേക്ക് വരികയും ചെയ്ത ഒരു കുടുംബനാഥനായിരുന്നു ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു. മരണഘട്ടത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത് അതാണ്, പ്രിയപ്പെട്ട ഹുസൈനെ, നിന്നെയും എന്റെ കുടുംബത്തോട് ചേർത്ത് നമ്മൾ ഒരേ കുടുംബമായി നിന്റെ കുട്ടികൾക്ക് പോലും ഭക്ഷണം കൊടുക്കാൻ രാത്രികാലങ്ങളിൽ ജൂതന്റെ ഈ സപ്പനം നിനക്കാൻ അസനിറങ്ങി നടന്നിട്ടുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലും നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയുടെ മുന്നിലും നാളെ മഹ്ശറിൽ എനിക്കതിന് സാക്ഷി പറഞ്ഞേക്കരുതേ എന്ന് വല്ലാത്ത സങ്കടത്തോടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞിട്ടാണ് വിശുദ്ധമായ കലിമ ചൊല്ലിയിട്ട് അസ്ർ റളിയല്ലാഹു അൻഹു കണ്ണടച്ച് കിടന്നത്. അസ്ർ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ പ്രവാചക കുടുംബത്തെ പട്ടിണിയിലാക്കിയിട്ടുണ്ടായിരുന്നു. ആറ്റലായ റസൂലിന്റെ പേരക്കിടാങ്ങളാണവർ, ആരംഭ പേർ ഹസൻ ഹുസൈൻ. അതെ, അസ്ർ റളിയല്ലാഹു അൻഹു, മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തോടുകൂടി മദീനയിൽ നിന്ന് നബി കുടുംബം സിറിയയിലേക്ക് പലായനം ചെയ്തു. കാരണം സിറിയയിലേക്ക് പലായനം ചെയ്യാനൊരു കാരണം എന്തെന്ന് വെച്ചാൽ, യസീദിന്റെ ദുർഭരണത്തിൽ മനമെടുത്ത കൂഫക്കാർ തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് കത്തുകൾ എഴുതാൻ തുടങ്ങി. കത്തിങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനത്ത് താമസിക്കാൻ കഴിയില്ല എന്ന് തോന്നിയിട്ട് സിറിയയിലേക്ക് പലായനം ചെയ്തു. എന്നാൽ സിറിയയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു എത്തിയപ്പോൾ സിറിയയിലേക്കും ഇവർ കത്ത് എഴുതാൻ തുടങ്ങി. സിറിയയിലും ജീവിക്കാൻ വിടാതിരുന്നപ്പോൾ മക്കയിലേക്ക് പോയി. തന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ ജനിച്ച മണ്ണിലേക്ക്, വിശുദ്ധ മക്കയിലേക്ക്. മക്കയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബം എത്തുമ്പോൾ മക്കയിലെ ഗവർണറായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വരവേറ്റുകൊണ്ട് പറഞ്ഞു, ഹുസൈൻ, മക്ക ഗവർണറുടെ പദവി സ്ഥാനം ഞാൻ ഒഴിവാക്കി തരാം. മക്കയുടെ ഗവർണർ പദവി ഞാൻ ഒഴിവാക്കാം. മക്ക ഗവർണറുടെ പദവിയിൽ നിങ്ങളിരിക്കണം, മക്കത്തെ ഗവർണറാവണം. എന്നിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു നല്ല ഭരണം കാഴ്ചവെച്ച് നിങ്ങൾ ഈ രാജ്യത്തെ അഭിവൃദ്ധിപ്പെടുത്തണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു മറുപടിയുണ്ട് ചരിത്രത്തിൽ. അധികാരമാണ് വേണ്ടതെങ്കിൽ എന്റെ സഹോദരനാണ് ഹസ്രത്ത് മുആബിയുടെ കയ്യിൽ അധികാരം വെച്ചു കൊടുത്തത്. അധികാരം എനിക്ക് വേണ്ട. എന്റെ പ്രിയപ്പെട്ട പിതാമകൻ ജനിച്ചു വീണ ഈ മക്കയുടെ മണ്ണിൽ സ്വസ്ഥമായി ശേഷകാലം ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മതി എനിക്ക്. മക്കയുടെ ഗവർണർ പദവി ഒഴിഞ്ഞുകൊടുത്ത അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന് നന്ദി പറഞ്ഞുകൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കത്ത് താമസിച്ചു. എന്നാൽ യസീദിന്റെ ദുർഭരണത്തെ മനമെടുത്ത കൂഫക്കാർ തങ്ങളെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് 1000-ൽ പരം കത്തുകളിൽ പലപ്പോഴും എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു മറുപടിയും കൊടുക്കാത്ത ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് വിശുദ്ധ മക്കയിലേക്ക് അസന്നിഗ്ധമായ ഒരു കത്തുമായിട്ട് കൂഫയിലെ ഒരു ദൂതൻ വന്നു. ഹസ്രത്ത് ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് കത്തെഴുതിയത്. ആയിരക്കണക്കിന് കൂഫക്കാർ ഒപ്പിട്ട കത്ത് വിശുദ്ധ മക്കയിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലെത്തി. ആ കത്ത് പൊട്ടിച്ചു വായിച്ചു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഹൃദയം തകർന്ന് കരഞ്ഞുപോയി.
തന്നില്ലെങ്കിൽ ഇടയോനീലങ്കനാളി ജവാബോധേനം ആപത്തും കുറക്കാനായി അരുമപ്പൂറസൂലുള്ള ഓതിയ കഥ നിങ്ങൾ അറിഞ്ഞിടേണം ആഖിറ നാളിലുള്ള തിരുമുന്നിലൊരുമിച്ചാൽ ആദിയായി മറുപടി പറഞ്ഞിടേണം. മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിൽ ആ കത്ത് കിട്ടിയിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹു വിശുദ്ധ കഅബാലയത്തിൽ വന്നിട്ട് കഅബത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. കഅബത്തിന്റെ കില്ല പിടിച്ച് ഉസൈർ റളിയല്ലാഹു അൻഹു മറുഭാഗത്ത് കരയുമ്പോൾ മഖാം ഇബ്രാഹിമിന്റെ ഭാഗത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, മുസ്ലിം ഇബ്നു അഖീൽ. മുസ്ലിം ഇബ്നു അഖീൽ റളിയല്ലാഹു അൻഹു മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ അബൂ താലിബിന്റെ മകനാണ് അഖീൽ. ആ അഖീലിന്റെ മകനാണ് മുസ്ലിം. മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ മഖാം ഇബ്രാഹിമിന്റെ ഭാഗത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വല്ലാത്ത കരച്ചിൽ മറുഭാഗത്ത് കേട്ടത്. നിസ്കാരം പൂർത്തിയാക്കി എല്ലാം അങ്ങോട്ട് നടന്നുപോയി. കാണുന്നത് ഉസൈർ റളിയല്ലാഹു അൻഹു കഅബത്തിന്റെ ഖില്ല പിടിച്ച് കരയായിരുന്നു. പ്രിയപ്പെട്ട ഹുസൈൻ, എന്തിനാ കരയണത്? മുസ്ലിം റളിയല്ലാഹു അൻഹു ചോദിച്ചു. ഈ കത്തുമല്ലേ മുസ്ലിമിന്റെ കൈകളിലേക്ക് മാറ്റി. കത്ത് വായിച്ചിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു കഅബത്ത് നിന്ന് ചിരിച്ചുപോയി എന്നാ പറഞ്ഞു. എന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹുസൈൻ കരയാണോ? എന്തിനായി കരയണത്? കൂഫക്കാരനെ കത്തെഴുതിയത് അങ്ങയുടെ പിതാവിനെ പോലും ചതിച്ചുകൊന്ന ചതിച്ച പാരമ്പര്യമുള്ളവരല്ലേ കൂഫക്കാർ? അവരുടെ വർത്താനം കേട്ട് കരയാൻ നിൽക്കണ്ട, അങ്ങോട്ട് പോകണ്ട. എന്താ കൂഫക്കാർ എഴുതിയത്? ഞങ്ങൾ 1000-ൽ പരം കത്തുകൾ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട്, ഒരു കത്തിന് നിങ്ങൾ മറുപടി നൽകിയിട്ടില്ല. ഇനി ഈ കത്തിന് നിങ്ങൾ മറുപടി നൽകിയില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുന്നിലും റസൂലിന്റെ മുന്നിലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ പരാതി പറയുമെന്നാണ് കത്ത്. ആ കത്താണ് കയ്യിൽ നിന്ന് വിറച്ചത്. ഉസൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്ന്. ഉസൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, അവർ അല്ലാഹുവിന്റെ മുന്നിലും റസൂലുള്ളാഹിന്റെ മുന്നിലും എനിക്കെതിരെ സാക്ഷി പറയുമ്പോൾ എനിക്ക് മറുപടി ഉണ്ടാവില്ല. അതുകൊണ്ട് കൂപ്പക്കാരുടെ ആവശ്യമനുസരിച്ച് ഞാൻ അങ്ങോട്ട് പോയേ തീരൂ. ഉസൈർ റളിയല്ലാഹു അൻഹു പോകുമെന്ന് കണ്ടപ്പോ മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ നിങ്ങളുടെ അംബാസഡറായിട്ട് ഞാനങ്ങ് പോയിട്ട് വന്നാലോ? അനുമതി തന്നാൽ ഞാനും അനുമതി തന്നാൽ ഞാനും ചെന്നീടാം അതിനാൽ നിങ്ങൾ പോണ്ട, ഞാൻ പോയി വിവരം നൽകാം. ആദർശത്തിനായി പട പിന്നീടുന്നതാദരത്താലോദാ ഹുസൈൻ അലിയായോരേ അനുമതി തന്നാൽ ഞാനും ചെന്നീടാം. നിങ്ങൾ പോകണ്ട, ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞാൻ പോയിക്കൊള്ളാം. ഞാൻ പോയിട്ട് കൂഫയിലെ വിവരങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് വിവരം നൽകിയാൽ മാത്രമേ നിങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെടാവൂ. റളിയല്ലാഹു അൻഹു പറഞ്ഞ ആയിക്കോട്ടെന്നോ, നിങ്ങൾ പോയിട്ട് വിവരം അറിയിച്ചാൽ ഞാൻ അങ്ങോട്ട് വരാമെന്നോ. മുസ്ലിം റളിയല്ലാഹു അൻഹു കഅബത്ത് നിസ്കാരം കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് യാത്രക്കുള്ള ഒരുക്കത്തിലായിരുന്നു മുസ്ലിം റളിയല്ലാഹു അൻഹു. ഭാര്യ ഫാത്തിമ ചോദിച്ചു, അങ്ങ് എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ കൂഫയിലേക്കാണെന്ന്. ഞാൻ കൂഫയിലേക്ക് പോകാണെന്ന് പറഞ്ഞു. അപ്പൊ ഫാത്തിമ ആദ്യം ചോദിച്ച മറുപടി ഒരു ചോദ്യമുണ്ട്, ചതിയന്മാരുടെ നാട്ടിലേക്കാണോ എന്ന് ചോദിച്ചു. ചതിയന്മാരുടെ നാട്ടിലേക്കാണോ പോണത്? അപ്പൊ പറഞ്ഞു, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പോണതല്ല, ഞാൻ പോകുന്നത് ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിനിധിയായിട്ടാണ്. ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിനിധിയായിട്ടാണ് ഞാൻ പോണതെന്ന് പറഞ്ഞപ്പോ പിന്നെ ഫാത്തിമ ഒന്നും മിണ്ടിയില്ല. റസൂലുള്ളാഹിന്റെ പൊന്നുമോന്റെ പ്രതിനിധിയല്ലേ, പോയിക്കോട്ടെയോ. പോകാൻ ഇറങ്ങുമ്പോൾ ഈ മുസ്ലിം റളിയല്ലാഹു അൻഹുവിന് 2 മക്കളുണ്ട്. 9-11 വയസ്സ് പ്രായമുള്ള മുഹമ്മദും ഇബ്രാഹിമും. ഈ 2 മക്കൾ ഓടി വന്ന് ബാപ്പയോട് ചോദിച്ചു, ബാപ്പ എങ്ങോട്ടാ പോകണം? ഞാൻ കൂഫയിൽ പോകാൻ. ഞങ്ങൾ വരട്ടെ എന്ന് വെച്ചു. വേണ്ട മക്കളെ, ബാപ്പ തന്നെ തിരിച്ചു വരുന്നുള്ള ഒരു ഉറപ്പിലും പോകുന്നതല്ല, കുട്ടികൾ വേണ്ടാന്ന്. മക്കളെ വാശി പിടിച്ച് കരഞ്ഞു, ബാപ്പ ഞങ്ങൾ വന്നോളുന്നു, ഞങ്ങൾ വരും, ഞങ്ങൾക്കൊന്ന് കൂഫ കാണണമെന്നു.
വേണ്ട മക്കളെന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾ വരുന്നു. കുട്ടികൾ നന്നായിട്ട് ഭാഷ പഠിച്ചപ്പോ ഭാര്യ ഫാത്തിമ വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ, മക്കള് കൂഫയിലേക്ക് വരാൻ വല്ലാത്തൊരു ആഗ്രഹം പ്രകടിപ്പിക്കാണ്, കൊണ്ടുപോകല്ലേ? ഫാത്തിമ ചോദിച്ചു, വേണോ? അവരാഗ്രഹല്ലേ, അള്ളാന്റെ വിധി പോലെ വരും, കൊണ്ടുപോകാൻ. നീ ഒന്ന് കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിക്കുന്നു. ഫാത്തിമ കൊണ്ടുപോയി മക്കളെ കുളിപ്പിക്കാൻ. മുഹമ്മദിനെ ഇബ്രാഹിമിനെ കുളിപ്പിച്ചു ആ പാപം ഉമ്മ. പക്ഷേ അറിയായിരുന്നു എന്റെ കുട്ടികൾ മയ്യത്ത് കുളി പോലും കുളിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. നല്ല വസ്ത്രം ധരിപ്പിച്ചു കുട്ടികൾക്ക്. പക്ഷെ അറിയില്ല ഉമ്മാക്ക് എന്റെ കുട്ടികൾക്ക് കഫം പുടവ ധരിപ്പിച്ചത് പോലും കാണാൻ എനിക്ക് ഭാഗ്യമുണ്ടാവുന്നു. സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ എന്റെ മക്കളെ ഏൽപ്പിച്ചു. കത്ത് കൊണ്ടുവന്ന ദൂതന്റെ കൂടെ ആ സംഘം കൂഫയിലേക്ക് യാത്ര തിരിച്ചു. ദൂതന്റെ കൂടെ നാട്ടില് എത്തിയ നേരത്തെ നാട്ടാരോടി അരികിലെ കേട്ടവർ വന്നു വയ്യക്ക് നേരിലെ ചൊന്നപ്പോഴാനന്ദം കൽവിയായി വന്നു ഊഹയിലെ. ദൂതന്റെ കൂടെ നാട്ടിലെ എത്തിയ നേരത്തെ നാട്ടാരോടി അരികിലെ കേട്ടവർ വന്നു വയ്യക്ക് നേരിലെ ചൊന്നപ്പോഴാനന്ദം കൽവിയായി വന്നു ഊഹയിലെ. ആ രണ്ട് മക്കളെ കയ്യും പിടിച്ചിട്ട് മുസ്ലിം റളിയല്ലാഹു കൂഫയിലേക്ക് യാത്ര തിരിച്ചു. കൂഫയിലെത്തുമ്പോ കൂഫക്കാർ വലിയൊരു പ്രതീക്ഷയിലായിരുന്നു. ഹുസൈൻ റളിയല്ലാഹുവിനെ കത്തെഴുതിയിട്ടുണ്ട്. കത്ത് കിട്ടി ഹുസൈൻ റളിയല്ലാഹുവിന് വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു കൂഫക്കാർ. സത്യത്തിൽ അവന് കാത്തിരുന്നത് ഹുസൈൻ റളിയല്ലാഹുവിനെയാണെങ്കിലും അവരിടയിലേക്ക് വന്നത് മുസ്ലിമിൻ അഖീർ റളിയല്ലാഹുവാണ്. മുസ്ലിമിൻ അഖീർ റളിയല്ലാഹു ഇവിടെ വന്നപ്പോ അവർ ചോദിച്ചു, മുസ്ലിം ഹുസൈൻ എവിടെ റളിയല്ലാഹു? അല്ല, ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഞാൻ വിവരം അറിയിച്ചാൽ ഹുസൈൻ റളിയല്ലാഹു ഇങ്ങോട്ട് വരും എന്ന് മുസ്ലിം റളിയല്ലാഹു പറഞ്ഞപ്പോ കൂഫക്കാർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു, നിങ്ങൾ ഹുസൈനെ കൊണ്ടുപോവാ. എന്നിട്ട് അറേബ്യൻ ഭരണകൂടത്തെ തകിടം മറിക്കാനുള്ള ഒരു ആഭ്യന്തര കലഹത്തിന്, വിപ്ലവത്തിന് കൂഫയിൽ നിന്ന് നമുക്ക് വിത്തുവാകാം, തുടക്കം കുറിക്കാം. മുസ്ലിം റളിയല്ലാഹു ആരെയും നമ്പിയില്ല, വിശ്വസിച്ചില്ല. മഹാനായ ഹസ്രത്ത് ഹാനി റളിയല്ലാഹുവിന്റെ വീട്ടിലായിരുന്നു മുസ്ലിം റളിയല്ലാഹു താമസിച്ചത്, രണ്ട് മക്കളും. നേരം വെളുത്താൽ ഹാനി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് ജനങ്ങൾ വന്നും നിറയും. അപ്പൊ ഒറ്റ ആവശ്യമുള്ളൂ, ഹുസൈൻ റളിയല്ലാഹുവിനെ കിട്ടണം, ഹുസൈൻ റളിയല്ലാഹുവിനെ അധികാരത്തിലേക്ക് എത്തിക്കണം, യസീദിന്റെ ഭരണം തകർക്കണം, രാജ്യത്ത് സുശക്തമായ ഒരു ഹൈറായ ഭരണം വരണം. ഇതാണ് അവരുടെ ആവശ്യം. ദിനംപ്രതി ജനങ്ങൾ ഇങ്ങനെ വന്ന് ആവശ്യപ്പെട്ട് വീട്ടിന്റെ മുറ്റത്ത് കുത്തിയിരിക്കാൻ തുടങ്ങിയപ്പോൾ മഹാനായ മുസ്ലിം റളിയല്ലാഹു ഈ പമ്പര ചതിയന്മാരെ വിശ്വസിച്ചുപോയി. ഹുസൈൻ റളിയല്ലാഹുവിനെ കത്തെഴുതി മുസ്ലിം റളിയല്ലാഹു, കൂഫക്കാരൻ നമ്മുടെ പക്ഷത്താണ്, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാമെന്ന്. കത്ത് കിട്ടി മക്കയിൽ കത്ത് കിട്ടി ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുക്ക്. എന്നാൽ ഇവിടത്തെ കഥ എന്താണെന്നറിയാം? മുസ്ലിം റളിയല്ലാഹുവിന്റെ കൂഫയിൽ വന്നിട്ട് ജനങ്ങൾ മുഴുവൻ ഹുസൈൻ റളിയല്ലാഹുവിനെ വരവേൽക്കാൻ മുസ്ലിമിനോട് ആവശ്യപ്പെടുന്നതിന്റെ വാർത്ത വന്നപ്പോ കൂഫയിൽ കുറച്ച് തോന്യാസികൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ തരികിട ടീം. ഇവർ യസീദിന്റെ ആളായിരുന്നു, കള്ളുകുടിയന്മാരായ ഒരു വൃത്തികെട്ട വർഗം. അന്ന് കൂഫയുടെ ഗവർണർ നുഅ്മാൻ ഇബ്നു ബഷീർ ആയിരുന്നു. നമ്മളെ പഴയ നുഅ്മാനല്ല, നുഅ്മാൻ ഇബ്നു ബഷീർ. നുഅ്മാൻ ഇബ്നു ബഷീറിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് ഇവർ പറഞ്ഞു, നുഅ്മാനെ, ഈ യസീദിന്റെ ഭരണത്തെ തകർക്കാൻ വേണ്ടി ഇവിടെ ആക്കം കൂട്ടുന്ന, കോപ്പ് കൂട്ടുന്ന മുസ്ലിം ബിൻ നുഹൈലിനെ ഒന്നുകിൽ ജയിലടക്കണം, അല്ലെങ്കിൽ കൊല്ലണം. അപ്പൊ നുഅ്മാൻ ഇബ്നു ബഷീർ പറഞ്ഞു, നിങ്ങൾ എന്ത് വിവരക്കടെ പറഞ്ഞത്? ആ മനുഷ്യൻ ഇവിടെ വന്നിട്ട് ഇസ്ലാമിനെതിരെ ഒന്നും പണിയുന്നില്ലല്ലോ, ദീനുൽ ഇസ്ലാമിനെതിരെ ഒന്നും പ്രവർത്തിക്കാത്ത കാലഘട്ടത്തോളം ആ മനുഷ്യനെ തടവിലടക്കാനോ കൊല്ലാനോ ഞാൻ ഒരുക്കമല്ലെന്ന്. ആ നുഅ്മാൻ ഇബ്നു ബഷീർ അല്ലാഹു റസൂലിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ ഈ 10-11 അംഗ സംഘം കൂഫയിൽ നുഅ്മാൻ ഇബ്നു ബഷീർ അയാൾക്കെതിരെ നടപടിയെടുക്കുന്നില്ല എന്ന് കണ്ടപ്പോ അവർ ഡമസ്കസിലേക്ക് പോയി. ഡമസ്കസിലെ ദാറുൽ ഇമാറത്തിന്റെ കൊട്ടാരത്തിനകത്ത് വന്ന് യസീദിനോട് അവർ പറഞ്ഞു, യസീദേ, നേരം
കേട്ടാനെ മനക്കോട്ട നീയുമുയർത്താനെ മുസ്ലിമും വന്ന് ശൈത്താനായി പിന്നെ സുൽത്താനായി വരുമോർത്താനേ ചൊന്നാനെ മനമുന്നിൽ വന്ന് തുറന്നാനേ നിന്നാനെ കഥവിന്താനെ സുഖമില്ലാതെ അരുളിരുന്നാനേ കേട്ടാനെ രാജ കേട്ടാനെ മനക്കോട്ട നീയുയർത്താനേ മുസ്ലിമും വന്ന് ശൈത്താനായി പിന്നെ സുൽത്താനായി വരുമോർത്താനേ. അവര് പോയിട്ട് യസീദിനോട് പറഞ്ഞു, യസീദേ, നിന്റെ അധികാരം അവസാനിക്കാൻ അധികകാലമില്ല. നിന്റെ അധികാരത്തിന്റെ തറക്കല്ല് പിഴുതെടുക്കാൻ കൂഫയിൽ മുസ്ലിമിൻ നഖീലും പാർട്ടിയും രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ അയാളോട് പറഞ്ഞിട്ടുണ്ട്, നൊമാൻ ബിൻ ബഷീറിനോട്, പക്ഷെ അയാൾ അതിന് സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് മുസ്ലിമിൻ നഖീലെ തളക്കാനോ തകർക്കാനോ കഴിവുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് പറഞ്ഞേക്കണം, എന്നാലേ നിന്റെ ഭരണം നിലനിൽക്കുമെന്ന് യസീദ് ബിൻ മുആവിയയോട് കൂഫയിലെ തമ്മാടികളായ ഒരു കൂട്ടം ആൾക്കാർ വന്ന് പറഞ്ഞു. യസീദ് അടിയന്തര മീറ്റിംഗ് വിളിച്ചു. ആ അടിയന്തര മീറ്റിംഗ് വിളിച്ചിട്ട് യസീദ് പറഞ്ഞു, പ്രിയപ്പെട്ട മന്ത്രിമാരെ, നമ്മുടെ അധികാരം തകരാൻ പോവാണ്. അധികാരത്തിന്റെ സുഖത്തിലിരിക്കുന്ന ഒരു വർഗമായിരുന്നു യസീദിന്റെ കൂടെയുണ്ടായിരുന്നു. അധികാരത്തിന്റെ സുഖത്തിലിരിക്കുന്ന ഒരു വർഗം. ആ വർഗം, അധികാരത്തിന് സുഖമുണ്ട്. അള്ളാഹുവിനെ പേടിക്കുന്നവർക്കാണ് അധികാരം മുൾക്കിരീടമാവുക. ഉമർ ബിൻ അബ്ദുൽ അസീസിന് അധികാരം കിട്ടിയപ്പോൾ വീട്ടിൽ വന്ന് പൊട്ടിക്കരഞ്ഞു. ഭാര്യ ചോദിച്ചെന്തിനാണ് കരയുന്നത്? അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ കുറ്റവാളിയാകാൻ ഞാൻ പോവുകയാണ് ഞാൻ. എന്താന്ന് വെച്ചു, എന്നെ ഖലീഫയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നെ ഖലീഫയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ ചോദ്യം ചെയ്യപ്പെടുന്ന കുറ്റവാളിയാകാൻ ഉമർ ബിൻ അബ്ദുൽ അസീസിന് സാധ്യതയുണ്ട്. അധികാരം കിട്ടിയപ്പോൾ പൊട്ടിക്കരഞ്ഞു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എന്നാൽ യസീദിന്റെ ദുർഭരണത്തിൽ മന്ത്രിമാരായിരിക്കുന്ന ചില വൃത്തികെട്ടവന്മാരുണ്ട്. അവരോട് യസീദ് പറഞ്ഞു, ഇങ്ങനെ ഇനി അധികകാലം ഇരിക്കില്ല, നമ്മുടെ അധികാരം തകരാൻ പോവാണ്. കാര്യം പറഞ്ഞു, അന്വേഷിച്ചു. യസീദ് പറഞ്ഞു, സംഭവം ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ കൂഫയിലേക്ക് പോകണം. കൂഫയിൽ പോയിട്ട് നൊമാൻ ഇബ്നു ബഷീറിനെ തൽക്കാലം മരവിപ്പിച്ചിട്ട് അധികാരം ഏറ്റെടുക്കണം, ഗവർണർ സ്ഥാനം. എന്നിട്ട് മുസ്ലിം നുഹൈലിനെ തകർക്കണം, കൊല്ലണം, അവനെ പിൻപറ്റുന്നവരെയും തകർത്ത് കളയണം എന്ന് യസീദ് ഇബ്നു മുആവിയ. എന്നാൽ ആ സദസ്സിലിരിക്കുന്ന ഒരാളും അനങ്ങിയില്ല. കാരണം അവർക്കറിയാം കൂഫക്കാരെ കുറിച്ച്. അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഇങ്ങോട്ട് വരില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ആരും മിണ്ടിയില്ല. ആർക്കും ധൈര്യമില്ല. മുസ്ലിം നഖീലിനെ തൊടാൻ ധൈര്യം ആ കൂട്ടത്തിൽ ആർക്കും ഒരു മന്ത്രിക്കില്ല. എല്ലാവരും തലതാഴ്ത്തിയിരുന്നപ്പോൾ സർഹുറൂമി എഴുന്നേറ്റ്. സർഹുറൂമി എന്നതൊരു മന്ത്രിയുടെ പേരാണ്, വയസ്സനാണ്. ആൾ എഴുന്നേറ്റ് പറഞ്ഞു, യസീദിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട രാജാവേ, നമ്മുടെ ഈ കൂട്ടത്തിൽ അതിന് പറ്റുന്ന ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ പറ്റുന്ന ഒരാളുണ്ട്. അതാരാന്ന് വെച്ചു, അത് ഇവിടെയല്ല. നിങ്ങളുടെ പിതാവ് അധികാരത്തിലിരിക്കുമ്പോ നിങ്ങളുടെ പിതാവിന്റെ ഭരണത്തിനെതിരെ ആരെങ്കിലും മുന്നോട്ട് വന്നാൽ ആ ഭാഗത്ത് ചെന്നിട്ട് എതിരാളികളെ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരാളുണ്ട്. ബസറയുടെ ഗവർണറായ ഉബൈദില്ലാഹ് ഇബ്നു സിയാദ്. ആ ഉബൈദിനെ പറഞ്ഞാൽ മതി എന്ന്. ഉബൈദില്ലാഹ് ഇബ്നു സിയാദ് എന്ന പേര് കേട്ടപ്പോൾ തന്നെ യസീദ് ഒന്ന് പൊട്ടിച്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സർഹുറൂമിയോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഉബൈദിന് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണിത്. ഉബൈദില്ലാഹ് ഇബ്നു സിയാദ് കത്തെഴുതി യസീദ് ഇബ്നു മുആവിയ. ഞാൻ വളരെ ചുരുക്കി പറയാണ്, ഈ കഥയുടെ ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹീദെങ്കിൽ നമുക്ക് പറയണം. അതുകൊണ്ട് മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹീദെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കേണ്ടതുകൊണ്ടാണ് ഞാൻ കഥ ഇത്ര വളരെ കൃത്യമായിട്ട് മറ്റൊന്നും പറയാതെ കൊണ്ടുപോകുന്നത്. ഒരു കഥ കേൾക്കുന്ന മറ്റൊരു കഥ കേൾക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കരുത് എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഇരിക്കേണ്ടത്. ഇത് കർബലയുടെ കഥയല്ല, കർബലയിലെ നേർ സാക്ഷ്യത്വമാണ് എന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക. ഇത് നിങ്ങളുടെ കണ്ണിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക് ഈ സംഭവത്തെ നിങ്ങൾ ആവാഹിച്ചു കൊണ്ടുവരിക, മറ്റെല്ലാ കഥകളിൽ നിന്നും വിഭിന്നമായിട്ട്. മറ്റൊരു കഥ നമുക്ക് നാളെ പറയാനുണ്ട്, അത് അതിന്റെ സ്റ്റൈലിൽ അവിടെ പറയും. ഇത് നിങ്ങളുടെ കൽവിലേക്ക് കർബല യുദ്ധത്തിന്റെ മണലുകളും മണൽപ്പരപ്പുകളും വാളുകളും ഷഹീദുകളും സാക്ഷിത്വങ്ങളും ചോരയും മാത്രം നിങ്ങളുടെ കൽവിലേക്ക് വരണം. കഴുത്തറുക്കപ്പെടുന്ന ചോരപ്പേജങ്ങളുടെ പിഞ്ചുമക്കളുടെ ഒരു വല്ലാത്ത രോദനവും മാത്രം നിങ്ങളുടെ കൽവിലേക്ക് ഇന്ന് തൽക്കാലം ഉണ്ടായാൽ മതി. അള്ളാഹു നന്നായിട്ട് അവതരിപ്പിക്കാനും അത് കേൾക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതിനിധിയായ മുസ്ലിം നഖീലിനെ തകർക്കാൻ അന്നത്തെ ബസറൻ ഗവർണറായ ഉബൈദില്ലാഹ് ഇബ്നു സിയാദിന് ഈ വൃത്തികെട്ടവൻ കത്തെഴുതി. ഉബൈദിന്റെ കയ്യിൽ ആ കത്ത് കിട്ടി.
ആ കത്ത് ഇങ്ങനെയായിരുന്നു പ്രിയപ്പെട്ട പേര്. മുസ്ലിമോഹയും വന്നല്ലോ പോയി വരണല്ലോ അവിടെ പോയി വരണല്ലോ മുസ്ലിമെ തന്നെ തിരിക്ക് പിന്നെ വേദന പോലെ തിരിക്ക് മുസ്ലിമെ തന്നെ തിരിക്ക് പിന്നെ വേദന പോലെ തിരിക്ക് സാധ്യായിരുന്നോരെ എല്ലാം വധിച്ചിട്ട് പാത ശരിയാക്കുനിയാരേ പാത ശരിയാക്കുനിയാരേ കോട്ട പിടിക്കാനായി വന്നല്ലോ മുസ്ലിമോഹയും വന്നല്ലോ ചെയ്യാതെ നിങ്ങൾ പോയി വരേണല്ലോ അവിടെ പോയി വരേണല്ലോ. സുബൈദുല്ലാഹ് ബിൻ സിയാദിന്റെ കൈകളിലാണ് യസീദ് ബിൻ മുആവിയയുടെ കത്ത് കിട്ടിയത്. ഈ കത്തുമായി സുബൈദ് പറഞ്ഞു, ഒരുപാട് കാലമായി ചില മനുഷ്യന്മാരെ കൊന്നിട്ട് അതിനുള്ള സമയം എടുത്തിട്ടുണ്ട്. പിറ്റേന്ന് രാവിലെ ഉബൈദുല്ലാഹ് ബിൻ സിയാദ് തന്റെ കൊട്ടാരമുറ്റത്ത് ബസറക്കാരെ വിളിച്ചു വരുത്തി. ബസറക്കാരോട് പറഞ്ഞു, ഞാൻ തൽക്കാലം ചില ദിവസങ്ങൾ മാത്രം ഈ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോവാണ്. ജനങ്ങൾ കൽബ് കൊണ്ട് പറഞ്ഞു പോയി അൽഹംദുലില്ലാഹ്. അപ്പൊ പറഞ്ഞാൽ പോയി എന്ന് വിചാരിച്ച് നിങ്ങൾ സന്തോഷിക്കണ്ട. ഞാൻ എന്റെ അനുജനെ പകരം നിയമിച്ചിട്ടാ പോണത്. അവരെ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ, അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ മക്കളെ പോലെ ഞാൻ കഴുത്തറുത്ത് കൊന്നേക്കുമെന്ന് ഉബൈദുല്ലാഹ് ബിൻ സിയാദ് ബസറക്കാരെ ഭീഷണിപ്പെടുത്തി. അവര് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾ അനുസരിച്ചോളാം, നിങ്ങൾ പോയിക്കോളൂ എന്നും. ഒരു കറുത്ത കോട്ടുമിട്ട് ഉബൈദുല്ലാഹ് ബിൻ സിയാദ് അതിവേഗം ഓടുന്ന കുതിരപ്പുറത്ത് കൂഫ പട്ടണത്തിലേക്ക്. കൂഫക്കാരുടെ അവസ്ഥ എന്താണ്? ഹുസൈൻ റളിയല്ലാഹുവിന്റെ കത്ത് കേട്ട് ഹുസൈൻ ബിൻ അലി റളിയല്ലാഹു വരുമെന്ന പ്രതീക്ഷയിലാണ്. ഹുസൈൻ റളിയല്ലാഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യർ ഒരു ദിവസം മഗ്‌രിബിന്റെ സമയത്ത് കണ്ടു, ഒരു കുതിരപ്പുറത്ത് അതിവേഗം കറുത്ത കൗണിട്ട ഒരു മനുഷ്യൻ അതിവേഗം വരുന്നു മണൽപ്പരപ്പ് താണ്ടിയിട്ട് കൂഫ പട്ടണത്തിലേക്ക്. ആരോ ഒരാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, ദാ നമ്മുടെ പ്രതീക്ഷ ഹുസൈനാ വരുന്നത് എന്ന്. ഹുസൈൻ ബിൻ അലിയാണ് കടന്നു വരുന്നത് എന്ന്. കടകമ്പോളങ്ങളിൽ കുത്തിയിരിക്കുന്നവനും പള്ളിയുടെ കൊലായിലിരിക്കുന്നവനും ഒരേ സെക്കൻഡിൽ ഇറങ്ങിയോടി ഹുസൈനെ വരവേൽക്കാൻ. ൂഫയുടെ ഗവർണറായിരുന്ന നൊമാൻ ബിൻ ബഷീർ ഒരു കാര്യം ചെയ്തു. അയാള് തന്റെ കൊട്ടാരത്തിന്റെ, തന്റെ വീട്ടിന്റെ ദാറുൽ ഇമാറത്ത്, അധികാരികൾ താമസിക്കുന്ന വീട്ടിന് അറബിയിൽ അങ്ങനെ ഒരു പേരുണ്ട്, ദാറുൽ ഇമാറ എന്ന്, ഭരണാധികാരിയുടെ വീട്ടിന്റെ പേരാണ്. ആ വീടിന്റെ വാതിലുകൾ അടച്ചു. പുറത്ത് നടക്കുന്നതൊന്നും ഞാൻ അറിയില്ല എന്ന് ചോദ്യം വന്നാൽ മറുപടി പറയാനുള്ള ഒരു വല്ലാത്ത ഒരു പ്രേരണ കൊണ്ട് വാതിലടച്ചു. ഹുസൈനെ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് മധ്യത്തിലൂടെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സലാമിന് മറുപടി പോലും പറയാൻ കഴിയാത്ത വിധം, അല്ലെങ്കിൽ മറുപടി പറയാത്ത വിധം അതിവേഗം നൊമാൻ ബിൻ ബഷീറിന്റെ കൊട്ടാരം തേടിയായിരുന്നു ആ വരവ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഉബൈദാണ്. ഉബൈദുല്ലാഹ് ബിൻ സിയാദ് ഡോറിന് തട്ടി. നൊമാൻ ബിൻ ബഷീർ വാതിൽ തുറന്നു. വാതിൽ തുറന്ന് നോക്കുമ്പോ കറുത്ത കൊണ്ടിട്ടൊരു മനുഷ്യൻ. നിങ്ങൾ ആരാണ് എന്നങ്ങോട്ട് നൊമാൻ ചോദിച്ചു. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചപ്പോ തന്റെ കറുത്ത ഗൗണങ്ങട്ട് എടുത്തു മാറ്റിയപ്പോ നൊമാൻ ബിൻ ബഷീർ ഉബൈദുല്ലാഹ് ബിൻ സിയാദിനെ കണ്ട പറയാതെ പറഞ്ഞുപോയി, ഉബൈദ്, ആരെ കൊല്ലാനാണ് ഈ പടപ്പുറപ്പാട്? നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് പറഞ്ഞത്? ആരെയാ നിങ്ങൾക്ക് കൊല്ലേണ്ടത്? സുന്ദര കൂഫ നഗരം എത്തിവിറച്ചല്ലോ പ്രഭു
ദുഃഖനാമാറിൻ വിത്ത് ഭയം നിറഞ്ഞല്ലോ, ഭയം നിറഞ്ഞല്ലോ. തിരിച്ചൊരു കഥകളുറഞ്ഞു കഥനടി കഥയല്ലോ, സോദരി കൂട്ടാനകരച്ചു നിന്നല്ലോ, തിരച്ചു നിന്നല്ലോ. നിങ്ങൾ ആരെ കൊല്ലാനാണ് ഇങ്ങോട്ട് വന്നത്? അപ്പൊ പറഞ്ഞു ജമാൻ, ഞാനൊരു സ്ഥലത്ത് വന്നാൽ അവിടെ ആരെങ്കിലും കൊല്ലാനുണ്ടാവുമെന്ന് നിനക്ക് ഉറപ്പുണ്ടല്ലേ? കയറി വാതിലടച്ചിട്ട് പറഞ്ഞു, നമ്മുടെ ഭരണത്തിനെ തകർക്കാൻ വേണ്ടി മുസ്ലിമിൻ നഖീലും അയാൾ കത്തയച്ചത് കാരണം ഇങ്ങോട്ട് വരുന്ന ഹുസൈൻ എന്ന മനുഷ്യനെയും സ്വീകരിക്കാൻ വേണ്ടി കൂഫക്കാർ കാട്ടുന്ന ഈ അമിതാവേശം എന്തുകൊണ്ട് നോമാൻ കണ്ടില്ല? നിനക്കും എനിക്കൊക്കെ ഭക്ഷണവും ശമ്പളവും തരുന്നത് യസീദ് ഇബ്നു മുആവിയല്ലേ? നുഅ്മാൻ ബിൻ ബഷീർ പറഞ്ഞു, ഉബൈദേ, അള്ളാഹുവിന്റെ മതത്തിനെതിരെ ആ മനുഷ്യൻ ഇവിടെ വന്നിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് നടപടിയെടുക്കുക? അയാൾ ആരുടെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. അപ്പോ ഉബൈദുല്ലാഹ് പറഞ്ഞു, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. പിറ്റേന്ന് രാവിലെ ഉബൈദുല്ലാഹ് ബിൻ സിയാദിന്റെ നിർദ്ദേശപ്രകാരം കൂഫ തെരുവീതിയിൽ ജനങ്ങൾ വന്നു ചേർന്നു കൊട്ടാരമുറ്റത്ത്. ഉബൈദുല്ലാഹ് ബിൻ സിയാദും നുഅ്മാൻ ബിൻ ബഷീറും തന്റെ കൊട്ടാരത്തിന്റെ തിണ്ണയിൽ നിൽക്കാണ്. ആവാനപ്രദം ജനങ്ങൾ വിവരമറിഞ്ഞു വന്നിട്ടുണ്ട്, എന്തോ കാര്യം പറയാനുണ്ട് എന്നർത്ഥത്തിൽ. ഉബൈദുല്ലാഹ് ബിൻ സിയാദാണ് സംസാരിച്ചത്. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളോട് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഉബൈദ് സംസാരിച്ചപ്പോ ഉബൈദിനെ ആ സദസ്സിലുള്ള വയസ്സുള്ളവർക്കറിയാം, ചെറുപ്പക്കാർക്കറിയില്ല. ഏതോ ഒരു ചെറുപ്പക്കാരൻ വേക്കെന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങളോട് വർത്താനം പറയാൻ അർഹതപ്പെട്ടത് ഞങ്ങളുടെ ഗവർണറാണ്, അയാൾ പറയട്ടെ, നീ മാറി നിൽക്കെന്ന് പറഞ്ഞു. ഉബൈദുല്ലാഹ് ബിൻ സിയാദ് ആ പറഞ്ഞ ചെറുപ്പക്കാരൻ ആരെന്ന് സൂക്ഷിച്ചു നോക്കി. നുഅ്മാൻ ബിൻ ബഷീർ ഒരടി ബാക്കോട്ട് നിന്നിട്ട് സദസ്സിന്റെ ആ പറഞ്ഞ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു, മിണ്ടരുത്, കൊന്നുകളയുന്നു. ഉബൈദുല്ലാഹ് ബിൻ സിയാദ് ആ ചെറുപ്പക്കാരനെ വിളിച്ച് ഇങ്ങോട്ട് വന്നു, നീ ഇങ്ങോട്ട് വാ. അവനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഉബൈദ് പറഞ്ഞു, ഇവൻ ആൺകുട്ടിയാണ്, ഇവന് പ്രതികരണശേഷിയുണ്ട്, പ്രതികരിക്കാൻ അറിയാം. നീ ഒന്ന് തിരിഞ്ഞു നിൽക്കുന്നതിന്റെ മുഖമെല്ലാവരൊന്നും കാണട്ടെ. ആ 25 വയസ്സിനോടടുത്ത് പ്രായമുള്ള ചെറുപ്പക്കാരൻ തിരിഞ്ഞു നിന്നു. അപ്പോൾ ഉബൈദുല്ലാഹ് ബിൻ സിയാദ് പറഞ്ഞു, കണ്ടില്ലേ, നിങ്ങൾ ഇവനെ കണ്ടില്ലേ, ഇവനാണ് കൂഫയിലെ ഏറ്റവും നല്ല ആൺകുട്ടി. പെട്ടെന്ന് വയസ്സുള്ള കുറെ ആൾക്കാർ എഴുന്നേറ്റ് കൊണ്ട് വിളിച്ചു പറഞ്ഞു, ഉബൈദ്, വേണ്ട വേണ്ടെന്ന്, ഉബൈദേ ചെയ്യരുതേന്ന്. ഉബൈദുല്ലാഹ് ബിൻ സിയാദ് ഞൊടിയിടയിൽ വാൾ വലിച്ചൂടിയെടുത്തിരുന്നു. ഒരൊറ്റപ്പെട്ട ചെറുപ്പക്കാരന്റെ തലയിൽ മുടിപിങ്ങനെ പിടിച്ചിട്ടു ഉടലിച്ചപ്പെട്ട് താഴേക്കിട്ട് ചോരപുരന്റെ തലയിൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഉബൈദുല്ലാഹ് ബിൻ സിയാദ്, ബസറയുടെ ഗവർണര്. ഞാനിവിടേക്ക് വന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക്? അധികാരത്തെ തകർക്കാൻ, ആഭ്യന്തര കലഹത്തിനും വിപ്ലവത്തിനും തുടക്കം കുറിക്കുന്ന ഹുസൈൻ ബിൻ അലിയുടെ പ്രതിനിധിയായ മുസ്ലിം നഖീലിനെ തളക്കാനോ തകർക്കാനോ ഞാൻ വന്നത്. നിങ്ങളുടെ ആരുടെ വീട്ടിലാണ് മുസ്ലിം ഉള്ളത്? ഈ സെക്കൻഡിൽ അയാളെ പുറത്താക്കണം, ഇല്ലെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ അനുഭവം എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരന്റെ തല അവിടെ വലിച്ചെറിഞ്ഞിട്ട് വാളിന്റെ ചോരയും പുറത്തി ഉബൈദുല്ലാഹ് ബിൻ സിയാദ് കൊട്ടാരത്തിന്റെ അകത്തേക്ക് നടന്നു പോകുമ്പോ കൂഫക്കാർ അന്തം വിട്ടിരുന്നു. ഇനി എന്തോ എന്ന ഒരു വലിയ ചോദ്യചിഹ്നം അവരുടെ മുന്നിൽ തെളിഞ്ഞു വന്നിരുന്നു. അവരങ്ങനെ പിരിഞ്ഞുപോയി. ആ സദസ്സിലുണ്ടായിരുന്നു ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു. അലി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കൾ താമസിക്കുന്നത്. അന്നത്തെ രാത്രി ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുസ്ലിമേ, ഉബൈദുല്ലാഹ് ബിൻ സിയാദ് കൂഫയിൽ വന്നിട്ടുണ്ട്. എന്നിട്ടോ നിങ്ങൾക്ക് അഭയം കൊടുക്കുന്നവർക്ക് ഇതായിരിക്കും വിധി എന്ന് പറയാൻ അയാൾ കൊല്ലുമെന്നല്ല പറഞ്ഞത്, കൊന്നിട്ട് കാട്ടിത്തന്നിട്ടുണ്ടെന്ന്. സാധാരണ ഭീഷണിപ്പെടുത്തൽ മാത്രം ഉണ്ടാകുക, ഈ കൊന്നുകളയും. ഇതങ്ങനെയല്ല, കൊന്നിട്ട് തല അങ്ങനെ പിടിച്ചിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്, ഇതുപോലെ ഞാൻ ചെയ്യുമെന്ന്. മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാനിയെ ദേശ് പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറി താമസിച്ചോളാം. ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട കുടുംബമല്ലേ നിങ്ങള്? ആ കുടുംബത്തെ ബഹുമാനിച്ചാൽ, സ്നേഹിച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് പാരസ്പരിക ലോകത്ത് സ്വർഗ്ഗമല്ലേ? അതിന് പിന്നെ തല പോയാലും എനിക്ക് പ്രശ്നമില്ല, നിങ്ങൾ ഇവിടെ കൂടിക്കോളൂ വരും. എന്നാൽ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനാണ് ശരീക്ക് ഇബ്നു ഔവ, മൂത്ത സഹോദരനാണ്. ശരീക്ക് പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ,
ഉബൈദില്ലാഹ് ബിൻ സിയാദിനെ കൊന്നുകഴിഞ്ഞാൽ പിന്നെ ദുനിയാവിൽ നമുക്കാരെയും പേടിക്കണ്ട. അപ്പോ ഇവർ ചോദിച്ചു, ഉബൈദില്ലാഹ് ബിൻ സിയാദിനെ കൊല്ലാൻ എന്താ, അവനെ എങ്ങനെ കൊല്ലാൻ പറ്റും? അവനെ ഇറച്ചി കൊയ്യൊന്നല്ലോ, കൊന്നോന്ന് പറഞ്ഞ് കാണിച്ചു തരാൻ. അപ്പൊ എങ്ങനെ കൊല്ലാൻ പറ്റും? അപ്പൊ പറഞ്ഞു, ഞാനൊരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പനി പിടിച്ച പോലെ കിടക്കാം, പുറത്ത് കിടക്കും. എനിക്ക് സുഖമില്ല എന്നവനെ വിവരം അറിയിക്കുക. സുഖമില്ലാത്ത ആളെ കാണാൻ പറ്റുന്ന സുന്നത്താണ്. അവനെന്നെ കാണാൻ വരും. കാണാൻ വന്നാൽ ഞാനും അവനും സംഭാഷണത്തിൽ ഏർപ്പെടും. സംഭാഷണം ഏർപ്പെട്ട് അവന്റെ ശ്രദ്ധ മുഴുവൻ എന്നിലേക്കായി എന്ന് കണ്ടാൽ ഞാൻ നിങ്ങളോട് പറയും വെള്ളം കൊണ്ടുവരാൻ. ഹനി വെള്ളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളത്തിന് പകരം വാളുമായിട്ട് വരണം. അവന്റെ തല ബാറ്റിൽ നിന്ന് വെട്ടിക്കളയണം. പിന്നെ ദുനിയാവിലൊരു മഖ്ലൂക്കിനെ നമുക്ക് പേടിക്കണ്ട. അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി ആ രാത്രി ഇവർ 3 പേരും. ഹാനി റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരൻ ശരീഖ് ഇബ്നു ഔബ പനി പിടിച്ചു കിടന്നു വീട്ടിന്റെ പുറത്ത്. ഹാനി റളിയല്ലാഹു അൻഹു അകത്തുണ്ട്, മുസ്ലിം റളിയല്ലാഹു അൻഹു അകത്തുണ്ട്. ഇയാൾ വിവരമറിഞ്ഞിട്ട് ഒറ്റയ്ക്ക് കാണാൻ വേണ്ടി വന്നു. സംഭാഷണം വളരെ വളരെ ശക്തമായി. അയാൾ ചോദിച്ചു, എപ്പോ തുടങ്ങി പനി? അപ്പൊ പറഞ്ഞു, ഇന്നലെ തുടങ്ങിയതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ പറഞ്ഞു, ഇപ്പൊ ശരിയാവുന്ന വർത്താനം ക്ലിയറാണ് ഇന്ന് തോന്നിയപ്പോ ശരീഖ് ഇബ്നു ഔബ വിളിച്ചു, ഹാനി കുറച്ച് വെള്ളം കൊണ്ടാന്നു. അത് പറഞ്ഞിട്ട് ശരീഖ് ഇബ്നു ഔബ കുറച്ചങ്ങോട്ട് നീങ്ങിക്കിടന്നു. പുതപ്പിൽ ചോര തെറിക്കണ്ടെന്ന് വിചാരിച്ചു. എന്നിട്ടൊന്നും സംഭവിക്കുന്നില്ല. എന്നാണ് വീണ്ടും വിളിച്ചു. 3 വട്ടം വിളിച്ചു. 3 വട്ടം വിളിച്ചപ്പോ ഉബൈദില്ലാഹ് ബിൻ സിയാദ് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഏയ് ശരീഖ്, എനിക്ക് വെള്ളമൊന്നും വേണ്ട, ഞാൻ പോയിക്കോളാം. അയാൾ തന്റെ കുതിരപ്പുറത്ത് തിരികെ നടക്കുമ്പോഴാണ് ഇവർ 2 പേരും വാളുമെടുത്ത് മുന്നോട്ട് വരുന്നത്. പുതപ്പിൽ നിന്ന് ചാടി എന്നിട്ട് ശരീഖ് ഇബ്നു ഔബ പറഞ്ഞു, അയാളെ കണ്ടപ്പോൾ നിങ്ങൾ ഭീരുക്കളായോ? പേടിച്ചു പോയോ? അയാൾ പോയപ്പോൾ എന്തിനാണ് നിങ്ങൾ വാളും കൊണ്ടുവന്നത്? നിങ്ങൾ ഭീരുക്കളാണ്. ആ സമയത്ത് മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹു ശരീഖ് ഇബ്നു ഔബയെ വിളിച്ചിട്ട് പറഞ്ഞു, ശരീഖേ, ചതിയെന്ന മഹാവിപത്തിൽ വശമില്ല, അതിനാലെ ദുരിതങ്ങളേറി അതിഥിയാനാതിഥേയൻ വീട്ടിൽ കൊല ചെയ്ത ഒരുക്കുമു കരുണവന്മാരിതി മുഹബ്ബത്തി ദുനിയാവിനോടായിരിക്കില്ല മുതിരില്ല ചതിവധിക്കുക മഹിമപ്പു നബിയുള്ള ചൊന്നറിവയെല്ലാം മനസ്സിൽ ശരി മാത്രം ഓർക്കുക. ചതിയെന്ന മഹാവിപത്തിൽ വശമില്ല, അതിനാലെ ദുരിതങ്ങളേറി അതിഥിയാനാതിഥേയൻ വീട്ടിൽ കൊല ചെയ്ത സതി എന്ന വാക്ക് ലോകത്ത് പഠിപ്പിക്കാത്ത മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ ആ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ പറഞ്ഞ ഒരാളാണ് ഞാൻ. ചതിച്ചുകൊണ്ട് ദുനിയാവിൽ ഒന്നും നേടാനില്ല. അങ്ങനെയായിരുന്നു പോലും അധികാരം ഞങ്ങൾ വിട്ടുകൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ചതി വേണ്ടെന്നോ. എന്നാൽ ശരീഖ് ഇബ്നു ഔബ ഇവരുടെ ഉപകാരത്തിന് വേണ്ടി ചെയ്ത പണി യഥാർത്ഥത്തിൽ ഉബൈദില്ലാഹ് ബിൻ സിയാദിന് ഉപകാരപ്രദമായി എന്നതാണ് ചരിത്രം. ആ വരവിൽ ഉബൈദ് കൃത്യമായി മനസ്സിലാക്കി. മുസ്ലിമിൻ അഖീലും റളിയല്ലാഹു അൻഹു അവിടെ താമസിക്കുന്നത്. അന്ന് രാത്രി, പിറ്റേന്ന് രാത്രി മുസ്ലിമിൻ അഖീൽ റളിയല്ലാഹു അൻഹു താമസിക്കുന്ന ഹസ്രത്ത് ഹാനി റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളയാൻ 80ഓളം പട്ടാളക്കാർ ഉബൈദ് നിയോഗിച്ചു. സുബൈക്ക് വീട്ടിൽ നിന്ന് പുറത്ത് വന്ന 2 പേരെയും പിടിക്കാൻ ശ്രമിച്ചു. പക്ഷെ ഹാനി റളിയല്ലാഹു അൻഹുവിനെ മാത്രം കിട്ടി, മുസ്ലിമിനെ കിട്ടിയില്ല. മുസ്ലിം ഓടിക്കളഞ്ഞു. ഹാനി റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോയിട്ട് ഉബൈദില്ലാഹ് ബിൻ സിയാദിന്റെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ ഉബൈദില്ലാഹ് ബിൻ സിയാദ് ഹാനി റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് അടി കൊടുത്തിട്ട് പറഞ്ഞു, ഹാനി, പലവട്ടം പറഞ്ഞില്ലേ ഹാനി നിന്നോട് നിനക്കെന്തിന്റെ രക്ഷ കൊടുക്കാനേ ചതി ചെയ്യാൻ നിനക്കെന്ത് പാരിതോഷികം ലഭിച്ചു പറയുകയില്ല ഞാൻ നിന്നെ. പലവട്ടം പറഞ്ഞില്ലേ ഹാനി നിന്നോടി വീരുന്ന് പാരില രക്ഷ കൊടുക്കാനേ ഇന്ന്
ചതി ചെയ്യാൻ നിനക്കെന്ത് പാരിതോഷികം ലഭിച്ചു പറയുക വീടില്ല ഞാനെന്നേ മുസ്ലിം അഖീലെ ഒളിപ്പിച്ചതെന്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടില്ല പിന്നീടെന്താണ് മുഹമ്മദ് പേരുത്തുക നിനക്കെന്തു ഭ്രാന്താണ് മുന്നോട്ട് നിനക്കുള്ള ആയാതുപനയാണ് സകലമറിഞ്ഞോ രക്ഷ നിരക്കില്ല സർവസുഖവും ഇന്നിലരുളാതിരിയാടില്ല ദുഷ്ടാദികൾക്ക് നാശവും ഭവിച്ചിരുമേ ഊഫയാകെ നിരക്കൂലേ പലവട്ടം പറഞ്ഞില്ലേ ഹാരി നിന്നോടി വിടുന്നു പാടില്ല രക്ഷ കൊടുക്കാതെ ചതി ചെയ്യാൻ നിനക്കെന്ത് പാരിതോഷികം ലഭിച്ചു പറയുക വീടില്ല അള്ളാഹുവിന്റെ പിന്നെ മുഖത്തടിച്ചുകൊണ്ട് ഉബൈദുല്ലാഹ് വിചാരിച്ചു ചോദിച്ചു, ഹാനി, ഈ തെരുവിൽ ഞാൻ പ്രസംഗം നടത്തിയല്ലോ, മുസ്ലിമിന് രക്ഷ കൊടുക്കുന്നവരുടെ കഥ എന്താകുമെന്ന്. എന്നിട്ട് നിനക്ക് എന്ത് പാരിതോഷികം കിട്ടി? നിന്റെ തല പോകലല്ലേ ഇതിന്റെ മറുപടി? ആരവിടെ? ഹാനിനെ പിടിച്ച് ജയിലിലടക്കുന്നു. ഹാനി റളിയല്ലാഹുവിനെ ജയിലടച്ചു. നുഅ്മാൻ ഇബ്നു ബശീർ എന്ന മനുഷ്യനെ മരവിപ്പിച്ചുകൊണ്ട് കൂഫയുടെ ഗവർണർ പദവി ഏറ്റെടുത്ത ഉബൈദുല്ലാഹ് ബിൻ സിയാദ് മഹാനായ ഹാനി റളിയല്ലാഹുവിനെ ജയിലടച്ചു. മുസ്ലിം റളിയല്ലാഹുവിന് സഹിച്ചില്ല. പിറ്റേന്ന് രാവിലെ കൂഫയിലെ തെരുവിലിറങ്ങിയിട്ട് മുസ്ലിം റളിയല്ലാഹു കൂഫക്കാരുടെ വീടുകളിൽ കയറി അവരോട് പറഞ്ഞു, ഞാൻ കാരണമാണ് ഹാനിയെ പിടിച്ച് ജയിലടച്ചത്, അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം, നമുക്ക് ഹാനി റളിയല്ലാഹുവിനെ പുറത്തു കൊണ്ടുവരാം. അങ്ങനെ 500 പേര്, ഏകദേശം 500 പേര് ദാറുൽ ഇമാറത്തിലേക്ക് പുറപ്പെട്ടു ആയുധങ്ങളുമായിട്ട്. അവരുടെ വരവ് കണ്ടപ്പോൾ നുഅ്മാൻ ഇബ്നു ബശീറിന് പേടിയായി. അയാൾ ഇറങ്ങി ഓടുകയായിരുന്നു. ഉബൈദ് അയാളെ തടുത്തു വെച്ചുകൊണ്ട് പറഞ്ഞു, എന്തിനാ നുഅ്മാൻ നീ ഓടുന്നു വെച്ചു. അപ്പൊ പറഞ്ഞു, 500ഓളം ആൾക്കാർ വരുന്നുണ്ട്, നമ്മളെ തച്ച് തകർക്കാൻ വരികയാണല്ലോ. അപ്പൊ പറഞ്ഞു, അവരങ്ങനെ തകർക്കൂല. അമ്പെയ്യാൻ കഴിവുള്ളവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തിൽ വെച്ചു. കുറച്ച് ആൾക്കാരുണ്ടോ? അമ്പെയ്യാൻ കഴിവുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. പട്ടാളക്കാരുടെ കൂട്ടത്തിൽ അമ്പെയ്ത്തിൽ കഴിവുള്ള കുറച്ചാളോ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ദാറുൽ ഇമാറത്തിന്റെ മേലെ കയറി നിൽക്കുക, കൂഫക്കാർ വരുമ്പോ അവർക്ക് നേരെ അമ്പങ്ങ് വിടുക, അമ്പ് തറക്കണമെന്നൊന്നുമില്ല, കൂഫക്കാരാണ്, അമ്പ് കണ്ടാ പേടിച്ചോളൂ തിരിച്ചോടിക്കൊള്ളുന്നു. ഇവരമ്പെയ്തു കളഞ്ഞു. 500ഓളം പേരിൽ 499 തിരിച്ചോടി. മുസ്ലിം റളിയല്ലാഹു ഒറ്റക്കായി. മുസ്ലിം റളിയല്ലാഹു തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മഹലൂക്കൂൽ എല്ലാവരും വേഗം ഓടിക്കളഞ്ഞു. ഒറ്റക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലാന്ന് തോന്നിയപ്പോ മുസ്ലിം റളിയല്ലാഹുവിന്റെ സ്ഥലം വിട്ട് കളഞ്ഞു. മുസ്ലിം റളിയല്ലാഹുവിനെ പിന്നെ പിടിക്കാൻ പെട്ട ആൾക്കാർക്ക് ഉപയോഗ നിർദ്ദേശം കൊടുത്തു. അവരുടെ കണ്ണ് വെട്ടിച്ച് മുസ്ലിം റളിയല്ലാഹുവിനോടി. അവസാനം ഓടിയോടിയിട്ട് മുസ്ലിം റളിയല്ലാഹു ഒരു മുറ്റമടിച്ചു വാരുന്ന ഒരു പെണ്ണിന്റെ വീട്ടിന്റെ മുറ്റത്തെത്തി. ആ പെണ്ണിനോട് ഓടിപ്പോയിട്ട് പറഞ്ഞു, സഹോദരി, എനിക്ക് കുറച്ച് വെള്ളം തരുമെന്ന് കൂട്ടി. അവർക്ക് അങ്ങാരാണ് എങ്കിൽ കടന്നിരിക്കും. കഥയൊന്ന് കേൾക്കും ജലം പിന്നെ വിശ്രമിക്കാനിടം തീരത്തിലെന്നെ അറിയാമോ, ഞാനാണ് ൂപ്പച്ചരിച്ചുള്ള കഥയൊന്ന് കേട്ടിടേ എനിക്കൽപ്പം ജലം തന്നിടുമോ പിന്നെ വിശ്രമിക്കാനിടം തരുമോ. ആ സഹോദരി പറഞ്ഞു, നിങ്ങൾ ആരാണ്? അപ്പൊ പറഞ്ഞു, ഞാൻ മുസ്ലിം നഫീലാണ്. റസൂലുള്ളാഹിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന ആ പാവം പെണ്ണ് മുസ്ലിം റളിയല്ലാഹുവിനെ വീട്ടിനകത്തിരുത്തി കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും നൽകി. എന്നിട്ട് പറഞ്ഞു, അങ്ങ് എവിടെയും പോകരുത്, ഇവിടെ ഇരിക്കണം. ചിലപ്പോൾ അന്വേഷിച്ച് നാട്ടുകാർ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലോ എങ്കിൽ അന്വേഷിച്ചു മുസ്ലിം റളിയല്ലാഹുവിനെ കണ്ടുകിട്ടിയില്ല. പട്ടാളക്കാർ ഉബൈദുല്ലാഹ് ബിൻ സിയാദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മുസ്ലിമിനെ കാണുന്നില്ല. അപ്പൊ കൂഫയിലെ ജനങ്ങളെ വിളിച്ചുകൂടി ഉബൈദ് മറ്റൊരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ പറഞ്ഞു, മുസ്ലിമിന്റെ ഉഖൈലിനെ പിടിച്ചുകൊണ്ടുവന്നാൽ ഞാൻ ആ കൊണ്ടുവരുന്നവൻ 1000 ദീനാർ പാരിതോഷികം നൽകുമേ. ഈ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തിൽ മുസ്ലിം റളിയല്ലാഹുവിനെ താമസിക്കുന്ന വീട്ടിലെ പെണ്ണിന്റെ മകനുണ്ടായിരുന്നു. അവൻ ഈ പ്രസംഗം കേട്ടിട്ട് മുസ്ലിം റളിയല്ലാഹുവിനെ വെറുതെ അന്വേഷിച്ച് നടന്നു. മുസ്ലിം റളിയല്ലാഹുവിന് വല്ലാണ്ട് വിഷമത്തിലാണ്. എന്താ കാരണം? മക്കൾ രണ്ടും ഉള്ളത് ഹാനി റളിയല്ലാഹുവിന്റെ വീട്ടിലാണ്, ഹാനി റളിയല്ലാഹുവിനുള്ളത് ജയിലിലാണ്. ആകെ അവിടെ ഉള്ളത് ഒരു വയസ്സായ ശരീക്കും ലോകയുള്ളത്. മക്കളെ കാര്യത്തിൽ വല്ലാത്ത പ്രശ്നത്തിൽ ഇങ്ങനെ ഇരിക്കാൻ, പുറത്തിറങ്ങാൻ പറ്റൂല, പട്ടാളക്കാർ അന്വേഷിക്കുന്നുണ്ട്.
അപ്പൊ ഈ സഹോദരി സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, എന്റെ മകൻ വരും, അവനോട് ആ കുട്ടികളെ കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയാം, നിങ്ങൾ ബേജാറാവരുതെന്ന്. ഏകദേശം രാത്രി ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്വേഷിച്ച് തളർന്നിട്ട് ഇവൻ വീട്ടിൽ വന്നു. ആര്? ഈ പെണ്ണിന്റെ മകൻ. വന്നപ്പോ തന്നെ ഉമ്മ പറഞ്ഞു, മോനെ നമ്മുടെ വീട് അനുഗ്രഹത്തിന്റെ വീടായിരുന്നു. അതെന്താന്ന് വെച്ചു, റസൂലുള്ളാഹിന്റെ കുടുംബത്തിൽപ്പെട്ട മുസ്ലിമിന്റെ കൈ നമ്മുടെ വീട്ടിലുണ്ട്. പൊട്ടിച്ചിരിച്ചു. അപ്പൊ ചോദിച്ചു, നീ എന്തെങ്കിലും ചിരിക്കണമെന്നോ? ഹേയ്, സന്തോഷം കൊണ്ട് ചിരിച്ചെന്നോ. മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്ന് സലാം പറഞ്ഞ് കൈപിടിച്ചൊരു ചെറുപ്പക്കാരൻ കൂടെ ഇരുന്നു. ആ മുസ്ലിം റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ എന്താണ് ഇപ്പൊ നാടിന്റെ അവസ്ഥ? അപ്പം പറഞ്ഞു, നിങ്ങൾ എവിടെയും പോകരുത്, നിങ്ങൾ അന്വേഷിച്ച് 4 ഭാഗത്തും പട്ടാളക്കാർ നടക്കാണ്. അപ്പം പറഞ്ഞു, മോനെ എന്റെ കുട്ടികളെ കാര്യത്തിന് വലിയ പ്രയാസമുണ്ട്. അവർ രണ്ടുപേരും ശരീക്കവൻ അവിടെ വീട്ടിലാവുള്ളത്. അവൻ പറഞ്ഞു, ആ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട, പാതിരാവിൽ ഞാൻ ആ കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരാം. മുസ്ലിം റളിയല്ലാഹു അൻഹു സമാധാനത്തിൽ കിടന്നു. പാതിരാവിലെ ചെറുപ്പക്കാരൻ കുട്ടികളെ കൊണ്ടുവരാമെന്ന വ്യാജേനെ അവിടെ നിന്നിറങ്ങി. അവൻ നേരെ വന്നത് ദാറുൽ ഇമാറത്തിലേക്കാണ്. ദാറുൽ ഇമാറത്തിന്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. നേരെ അകത്തളങ്ങളിലേക്ക് നോക്കിയാൽ കാണാം, നൊമാൻ ഇബ്നു ബഷീർ അങ്ങ് ഇങ്ങോട്ടും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ഇങ്ങ് അങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നൊമാൻ പുറത്തേക്ക് നോക്കിയിരിക്കുന്നു, ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് തിരിഞ്ഞ് നേരെ ഇതിൽ അങ്ങോട്ട് തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പുറത്ത് വന്നവനെ നൊമാനിന് കാണാം, ഉബൈദിനെ കാണൂല. ഈ ചെറുപ്പക്കാർ പുറത്തെ ഡോറിന്റെ അടുക്കൽ വന്നിട്ട് നൊമാൻ ഇബ്നു ബഷീർ ഇങ്ങനെ വിളിച്ചു. നൊമാൻ ഇബ്നു ബഷീർ ഉബൈദിന്റെ ശ്രദ്ധ മാറ്റിക്കൊണ്ട് പുറത്തേക്ക് മെല്ലെ ഇറങ്ങി ഒരു തുപ്പാൻ പോണ മോണിൽ പുറത്തേക്ക് വന്നപ്പോ ഈ ചെറുപ്പക്കാരനെ മാറ്റി നിർത്തിക്കൊണ്ട് എന്താന്ന് വെച്ചു, നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിമിന്റെ അഖീൽ എന്റെ വീട്ടിലുണ്ടെന്ന്, ഇപ്പൊ വന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാമെന്ന്. ഉടനെ നൊമാൻ ഇബ്നു ബഷീർ പറഞ്ഞു, മോനെ അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽപ്പെട്ട മനുഷ്യനായിരുന്നു, ചതിക്കരുത്, നിന്റെ വീട്ടിൽ ആ മനുഷ്യനില്ല, നീ ഇവിടെ വന്നിട്ടില്ല, വേപ്പോന്നോ, നീ വേപ്പോ. അപ്പൊ വേക്കുന്നു, നീ പോകൂല, നീ അവിടെ നിൽക്കുന്നു. നോക്കുമ്പോ ഉബൈദ് നൊമാൻ ഇബ്നു ബഷീർ മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നിന്റെ വീട് എവിടെയാണ്? അവൻ പറഞ്ഞു കൊടുത്തു. മലയടിവാരത്തിൽ അവന്റെ വീട് പണയാൻ പിറ്റേന്ന് രാവിലെ 120 പട്ടാളക്കാരെ നിയോഗിച്ചു. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ആ വീട് പണഞ്ഞ് മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പൊക്കിയവര് ആ മനുഷ്യനെ കൊണ്ടുവന്ന് ജയിലിന്റെ മറുഭാഗത്തിട്ടു. ഹാനി റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹു ജയിലിലായി. എന്നിട്ട് അവൻ ഒരു പ്രഖ്യാപനം നടത്തി. ഹാനി റളിയല്ലാഹു അൻഹു മുസ്ലിം റളിയല്ലാഹു അൻഹു ജയിലിലായിട്ട് ഇസ്ലാമിക ഭരണത്തിനെതിരെ അഥവാ യസീദിന്റെ ഭരണത്തിനെതിരെ അധികാരത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ ഗതി ഇതാകുമെന്ന് പറഞ്ഞിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു ഹാനി റളിയല്ലാഹു അൻഹുവിനെ ജയിലിലടച്ചപ്പോ കൂഫക്കാരുടെ മനസ്സ് മാറി കൂട്ടരെ. അവർ 5000-ഓളം വരുന്ന 5000-ഓളം വരുന്ന പടയാളികൾ ഒരുമിച്ചുകൂടി ദാറുൽ ഇമാറത്ത് ചവിട്ടിപ്പൊളിക്കാനുള്ള ദൃഢനിശ്ചയവുമായി അവർ ആ കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്തു. ഒരിക്കലും അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കൃത്യമായി അറിയുന്നവരായിരുന്നു ഉബൈദുല്ലാഹ് ഇബ്നു സിയാദും നൊമാൻ ഇബ്നു ബഷീറും. എന്നാൽ കുബുദ്ദിയുടെ ഉപ്പാപ്പയായ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് പറഞ്ഞു നൊമാൻ ഇബ്നു ബഷീറിനോട്, നീ നാട്ടുകാർ വരുന്നത് എന്താവശ്യത്തിനാണ്? നൊമാൻ ഇബ്നു ബഷീർ പറഞ്ഞു, ജയിലിലടച്ച് ഈ 2 പേരെ മോചിപ്പിക്കാൻ. അവരെ മോചിപ്പിച്ച പ്രശ്നം തീർന്നു. എന്നാൽ അവരെ ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുപോവാ. നൊമാൻ ഇബ്നു ബഷീർ ഈ 2 മഹാവ്യക്തിത്വങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. മഹാനായ മുസ്ലിം റളിയല്ലാഹു അൻഹുവും സംരക്ഷണം കൊടുത്ത ഹാനി റളിയല്ലാഹു അൻഹു അവർ 2 പേരെയും ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് കൊട്ടാരത്തിന്റെ മേലേക്ക് കയറ്റി, എന്നിട്ട് ടെറസിന്റെ മേലേക്ക് കയറ്റി നിർത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ അനുയായികളാണ് വരുന്നത്, അവർ ദാറുൽ ഇമാറത്ത് പൊളിക്കാനുള്ള വരവാണ്. നിങ്ങൾ അവരോട് പറയണം, അക്രമം വേണ്ടാന്ന്. നിങ്ങൾ 2 പേരെയും ഞങ്ങൾ വിട്ടയച്ചുവെന്ന് നിങ്ങൾ അവരോട് പറ, അവരതനുസരിക്കട്ടെ, അക്രമം നിർത്താൻ വേണ്ടി പറ. ആ സമയത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹുവും ഹാനി റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കരുത്, ഞങ്ങൾ വിട്ടേക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അക്രമം നടത്തരുത്. നൊമാൻ ഇബ്നു ബഷീർ മുന്നോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, ഈ ജനതയെ, കൂഫക്കാരെ നിങ്ങൾ അക്രമിച്ചേക്കരുതെന്ന്. കൂഫക്കാർ അടുത്തോണ്ടിരിക്കാൻ, അവർ കൊട്ടാരത്തിലേക്ക് അടുത്തോണ്ടിരിക്കാൻ പലരും വിളിച്ചു പറയുന്ന വാക്കുകൾ കേൾക്കുന്നുണ്ട്. അവരപ്പം പറയുന്നത് വരുന്നവർക്ക് മുന്നിലാക്കി കാട്ടുനീരിൽ നടത്തുവാൻ പിടിച്ച കഥ കേട്ടവർ കുതിച്ചത ധീരം ധീരം പേരിടാൻ മനപ്പതിലുറച്ചത മട്ടുമാറി ചിട്ടയിൽ വരുന്നവർക്ക് മുന്നിലാക്കി കാട്ടുനീതിയും നടത്തുവാൻ ഞങ്ങൾ ആക്രമിക്കരുത്. ഇവർ 2 പേരെ ഞങ്ങൾ വെറുതെ വിട്ടിട്ടുണ്ട്. നൊമാൻ ഇബ്നു ബഷീർ പറയുന്നു, ജനങ്ങൾ ദാറുൽ ഇമാറത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കും. നേരെ ബാക്കിൽ നിൽക്കുന്ന ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ്, നൊമാൻ ഇബ്നു ബഷീറിന്റെ ശ്രദ്ധ, മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധ, ഹാനി റളിയല്ലാഹു അൻഹുവിന്റെ ശ്രദ്ധ എല്ലാം പുറത്തുനിന്ന് വരുന്ന മനുഷ്യന്മാരിലേക്കാണ്. ബാക്കിൽ നിൽക്കുന്ന ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് ഉറയിൽ കിടന്ന വാൾ വലിച്ചൂരിയെടുത്തിട്ട്
2 വെട്ടം കെട്ടുപറ്റിയിട്ടുണ്ട് ചരിത്രത്തിന്റെ നെഞ്ചിലേക്ക് ഒരു വെട്ട്. ആ വെട്ട് കൊണ്ടത് ഹാനി റളിയല്ലാഹുവിന്റെയും മുസ്ലിം റളിയല്ലാഹുവിന്റെയും പേരടിയിലായിരുന്നു. ആ 2 തലകൾ മുരണ്ട് ദാറുൽ താഴേക്ക് വീണപ്പോ നാല് ഭാഗത്തേക്ക് ആ 2 തലകൾ താഴേക്ക് വീണപ്പോ കൂപ്പക്കാരുടെ മട്ടുമാറി മനസ്സുമാറി. ആരെ രക്ഷിക്കാനാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത്? അവരുടെ തലകളാണ് ഈ കിടക്കുന്നത്. ഇനി ആർക്ക് വേണ്ടിയാണ് യുദ്ധം? അവര് ഒന്നൊന്നില്ലാതെ പുറംതിരിഞ്ഞോടിക്കളഞ്ഞു. ഈ 2 മഹാവ്യക്തിത്വങ്ങളുടെ തലകൾ കുന്തത്തിൽ കുത്തിയെടുത്തിട്ട് ദാറുൽ മുന്നിൽ തൂക്കിനിട്ടു കുറെ സമയം. എന്നിട്ട് അതിന് പ്ലക്കാർഡ് എഴുതി വെച്ചു, യസീദിന്റെ ഭരണത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഗതി ഇതാകുമെന്ന്. എന്നിട്ട് ആ ജനതയോട് വിളിച്ചു പറഞ്ഞു, ഇതിലേക്ക് എനിക്ക് മുസ്ലിം ലഹീന്റെ 2 മക്കളെ വേണം. ആ മക്കളെ പിടിച്ചുകൊണ്ടുവരുന്നവന് 1000 ദിനാർ തരുമെന്ന്. ആ മക്കളെ പിടിക്കാൻ ഒരു കൂട്ടരോടിയത് ഹാനിയുടെ വീട്ടിലേക്കാണ്. പക്ഷെ അവർ വീട്ടിലെത്തുമ്പോഴേക്ക് കാര്യം മാറിയിട്ടുണ്ട്. ശരീക്ക് ബിനൗബ ആ 2 മക്കളെ തന്റെ അടിമയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞ, അടിമയെ ഈ 2 മക്കൾ നിങ്ങൾ കൊണ്ടുപോകുക. എന്നിട്ട് മക്കത്തേക്കോ മദീനത്തേക്കോ അല്ല എവിടേക്കങ്ങാലും തിരക്കല്ല, കൂഫ വിട്ടു പോകുന്ന ഒരു കച്ചവട സംഘത്തിന്റെ കൂടെ ഈ 2 മക്കളെ പറഞ്ഞേക്കണമെന്ന്. ആ 2 മക്കൾ അവിടെ അടിമ കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോഴാണ് ഹാനി റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പട്ടാളം ഓടിയത്. അവിടെയില്ല. പിന്നെ അവർ നാട് മുഴുവൻ അന്വേഷിക്കാൻ തുടങ്ങി. ഹാനി റളിയല്ലാഹുവിന്റെ മക്കളെയും പറഞ്ഞുവിട്ട്, ഹാനി റളിയല്ലാഹുവിന്റെ സഹോദരൻ ശരീക്ക് ബിനൗബ മക്കളെയും പറഞ്ഞുവിട്ട് വീടും പൂട്ടി ഒളിച്ചു കളഞ്ഞു. ആ വീട്ടിൽ ആരുമില്ല, കുട്ടികളെ കിട്ടിയില്ല. അടിമയാണെങ്കിൽ 2 മക്കളെ കൊണ്ടുപോയി. വഴിമക്കിൽ ആ മനുഷ്യന് തോന്നി, എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ടാൽ എന്റെ തലയിൽ പോകുമെന്ന്. 9-11 വയസ്സ് പ്രായമുള്ള മക്കളോട് ആടിമ വിളിച്ചു പറഞ്ഞ, മക്കളെ ഇതുവഴി വളരെ പെട്ടെന്ന് ഓടിയാൽ മക്കയിലേക്ക് പോകുന്ന ഒരു കച്ചവട സംഘത്തെ നിങ്ങൾ കണ്ടുപിടിക്കുമെന്ന്. കുട്ടികൾ ഓടാൻ തുടങ്ങി രക്ഷപ്പെടാൻ വേണ്ടി. അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അവരുടെ പിതാവിന്റെ തല അവരരിഞ്ഞെടുത്തിട്ടുണ്ടെന്ന് സത്യം മനസ്സിലാക്കിയ കേവലം 9-11 വയസ്സുള്ള ബാലന്മാർ ഓടുകയായിരുന്നു. മക്കയിലേക്ക് പോകുന്ന കച്ചവട സംഘത്തെ കുട്ടികൾ കണ്ടില്ല. മക്കയിലേക്ക് നല്ല ഒരു കച്ചവട സംഘത്തെയും ആ കുട്ടികളുടെ കണ്ണിലെത്തിച്ചില്ല. ഓടിയോടി തളർന്ന കുട്ടികൾ അവസാനം വിശലമായ ഒരു കാട്ടിലോട്ട് കയറി. വനാന്തരത്തിൽ അന്തർഭാഗത്തേക്ക് പേടിപ്പെടുത്തുന്ന രംഗം. ശക്തമായ ഇരുട്ട് വരാൻ തുടങ്ങി. ഒരു മരത്തിന്റെ അടുക്കലെ ആ കുട്ടികളെത്തി. മറുഭാഗത്തേക്ക് കടക്കാനാവൂല, കാരണം അവിടെ നീർച്ചോളയുണ്ട്, വെള്ളമൊഴുകുന്ന ഒരു ചെറിയ പുഴയുണ്ട്. മറുകരയിലുള്ള ഒരു വലിയ മരത്തിന്റെ മേലെ 9-11 വയസ്സുള്ള 2 മക്കൾ വലിഞ്ഞു കയറിയിരുന്നു. കാരണം കാടാണ്, പേടിയുണ്ട് കുട്ടികൾക്ക്. ആ മരത്തിന്റെ മേലെ കെട്ടിപ്പടുത്ത് ഉറങ്ങാതെ രാത്രി. പിറ്റേന്ന് രാവിലെ ആ മരത്തിന്റെ ചൂട്ടിലേക്ക് ഒരു അടിമസ്ത്രീ വെള്ളമെടുക്കാൻ വേണ്ടി വന്നു. അവൾ ആ പാത്രം വെള്ളത്തിലേക്ക് കുത്തുമ്പോൾ വെള്ളത്തിൽ 2 നിഴലുകൾ കണ്ടു, 2 കുട്ടികളുടെ നിഴലിൽ. അവൾ വെള്ളം കോരാതെ മരത്തിലേക്ക് നോക്കി. മരത്തിന്റെ മേൽഭാഗത്ത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന കുട്ടികളെ കണ്ടപ്പോ ആ സ്ത്രീ വിളിച്ച, മക്കൾ ഇങ്ങോട്ട് ഇറങ്ങി വാങ്ങി. വനാന്തരത്തിലെ മക്കൾ എങ്ങനെ എത്തി എന്നറിയണം ആ പെണ്ണിന്. പേടിച്ച് പറച്ച 2 കുട്ടികൾ ഒരു മനുഷ്യ സ്ത്രീയെ കണ്ടപ്പോ താഴേക്ക് ഇറങ്ങി. ആ 2 മക്കളുടെ തലയിങ്ങനെ തടവിക്കൊടുക്കുന്ന പെണ്ണ് ചോദിച്ച, കുട്ടികൾ ആരാണ്, എങ്ങനെയാണ് മക്കൾ ഈ കാട്ടിലെത്തിയത്? മുസ്ലിമിൻ അഹീലിന്റെ മക്കളാണ് ഞങ്ങൾ. പിന്നെ ഒരു മറുപടിക്കും ആ പെണ്ണ് കാത്തുനിന്നില്ല. 2 കുട്ടികളുടെ കയ്യും പിടിച്ച് ഒരു കയ്യിൽ വെള്ളവും കോരിയെടുത്ത് തന്റെ മുതലാളി പെണ്ണിന്റെ വീട്ടിലേക്ക് പെണ്ണ് ഓടുകയായിരുന്നു. തുവ എന്നാണ് പെണ്ണിന്റെ പേര്, മുതലാളി പെണ്ണിന്റെ പേര്. ആ വീട്ടിലെത്തി 2 കുട്ടികളെ കണ്ടപ്പോൾ മക്കളില്ലാത്ത തുവ ചോദിച്ചു, അടിമസ്ത്രീ എവിടെ നിന്നാണ് ഈ കുട്ടികളെ കിട്ടിയത്? സംഗതി അവളോട് പറഞ്ഞു, ഇത് മുസ്ലിമിൻ അഹീലിന്റെ മക്കളാണ് എന്ന്, ഇവരുടെ പിതാവിനെയാണ് കുപ്പക്കാർ കൊന്നത് എന്ന്. ആ 2 മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ തുവ എന്ന് പെണ്ണ് ചോദിച്ചു പറഞ്ഞൊരു വർത്താനുണ്ട്, മക്കളെ അള്ളാഹു എനിക്ക് കുട്ടികളെ നൽകിയിട്ടില്ല, പടച്ചറബരിക്ക് എനിക്ക് മക്കളെ നൽകിയിട്ടില്ല. അതുകൊണ്ട് എന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ 2 ആളും ഉമ്മാന്ന് വിളിക്കോ. മക്കയിലെ തന്റെ കൊച്ചുകൂടക്കകത്ത് തനിക്ക് കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് പറഞ്ഞുവിട്ട ഫാത്തിമ എന്ന മാതാവിനെ കല്ല് വിചാരിച്ചുകൊണ്ട് ആ 2 മക്കൾ പൂയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വിളിച്ചുമ്മാന്ന്. ആ മക്കൾ ചേർത്ത് വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം
കൊണ്ട് അകത്ത് കൊണ്ടുപോയി ഭക്ഷണവും വെള്ളവും കൊടുത്ത് ആ കുട്ടികളെ സുരക്ഷിതമായ വീട്ടിന്റെ അകത്ത് കൂട്ടി. എന്നാൽ ആ പെണ്ണിന് അവരുടെ ഭർത്താവിനെ തീരെ വിശ്വാസമില്ല. അവരുടെ പേര് അബ്ദുള്ള എന്നാണ്. നല്ല കള്ളുകുടിയനായിരുന്നു. ഈ മക്കൾ രക്ഷപ്പെട്ട വാർത്ത കേട്ടപ്പോ ഉബൈദിന്റെ മനസ്സിൽ വല്ലാത്ത തന്ത്രം ഉണ്ടായിരുന്നു. ഉബൈദ് പറഞ്ഞു ജനങ്ങളോട്, എനിക്ക് ആ മക്കളെ കിട്ടിയേ തീരൂ. 1000 ദീനാർ. നിങ്ങൾ 1000 ദീനാർ 1400 കൊല്ലം മുമ്പാണ് എന്ന് നിങ്ങൾ അറിയണം. ഇന്നും ദീനാറിന്റെ വില നിങ്ങൾക്ക് അറിയാലോ. 1000 ദീനാർ തരുന്ന പറഞ്ഞത്. ഈ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തിൽ തൂവയുടെ ഭർത്താവ് അബ്ദുള്ള ഉണ്ടായിരുന്നു. അബ്ദുള്ള നല്ല കള്ളൂടിയാണ്. അതുകൊണ്ട് തന്നെ തൂവക്ക് തീരെ വിശ്വാസമില്ല തന്റെ ഭർത്താവ്. രാത്രി ഇയാൾ എത്തുന്നതിന്റെ മുമ്പ് തന്നെ 2 മക്കൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് വീട്ടിന്റെ ബാക്ക് ഭാഗത്ത് ഒരു ചായ്പിൽ കൊണ്ടുപോയി 2 കുട്ടികളെ കടത്തി ഉറക്കി. ഒരുപാട് നേരം കഴിഞ്ഞപ്പോൾ അബ്ദുള്ള തിരിച്ചു വന്ന് വീട്ടിലേക്ക് വന്ന പാടെ തന്നെ ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുത്തു. ഭക്ഷണം പുറത്തായിരുന്നു വിളമ്പിക്കൊടുത്തത്. സാധാരണ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തല്ല ഭക്ഷണം കൊടുത്തു. അപ്പൊ അബ്ദുള്ള ചോദിച്ചു, എന്താ ഇത് പുറത്തുനിന്ന് വെച്ചു. അന്നേരം പറഞ്ഞു, പുറത്ത് നല്ല കാറ്റുണ്ട്, അതുകൊണ്ട് പുറത്തുനിന്ന് ഭക്ഷണം. ഭർത്താവ് ഒരിക്കൽ ഭാര്യയോട് വിളിച്ചു പറഞ്ഞില്ലേ, എടി നമുക്കിന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം. ഭാര്യയ്ക്ക് സന്തോഷം, ഒന്നും പറയുന്നത് ഉണ്ടാക്കണ്ടല്ലോ. അവസാനം തിരിച്ചു വന്നു. ഉളവറിനാ പോവല്ലേ, എങ്ങോട്ട് പോവാന്ന്, മേശയെടുത്ത് പുറത്തുനിന്ന് കഴിക്കാന്നാ പറഞ്ഞു. നീ ഉണ്ടാക്കിയെടുത്ത് പുറത്ത് വെച്ചാന്ന് എന്ന് പറഞ്ഞ പോലെ പുറത്ത് ഭക്ഷണം കൊടുത്തതാ. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഇയാൾ പറഞ്ഞു, എന്താ പുറത്ത് ഭക്ഷണം, നല്ല കാറ്റുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങി. എന്നാ റബ്ബിന്റെ വിധി കേൾക്കണം നിങ്ങൾക്ക്. അള്ളാഹുവിന്റെ വിധിയാ, ഭയങ്കര വിധിയാണ്. ഈ 2 മക്കൾക്ക് അള്ളാഹു ഒരേ കിനാബാണ് ചോദിച്ചു, ഒരേ സ്വപ്നം. എന്താ സ്വപ്നം എന്നറിയോ? അവരുടെ പ്രിയപ്പെട്ട പിതാവ് ഹസ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ ഇങ്ങനെ നടക്കുക, മക്കള് കാണാൻ. നേരെ കടന്നു പോകുന്നത് എവിടേക്കെന്നറിയും? ഇലാ ഹദ്റത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുൽത്താൻ ഹദ്റത്ത് സലാം പറഞ്ഞിട്ട് അടുത്തപ്പോ സലാം പടയ്ക്ക പുണ്യനബിയുടെ ചോദ്യം ഇങ്ങനെ, യാ മുസ്ലിം, മുസ്ലിമേ, നീ നിന്റെ മക്കളെ ആരുടെ മുന്നിലിട്ടേച്ചാ ഇങ്ങോട്ട് വന്നത്? 2 മക്കളെ ആരുടെ മുന്നിലിട്ടേച്ചാ നിങ്ങൾ ഇങ്ങോട്ട് വന്നത്? സ്വർഗത്തിലേക്ക് വരുമ്പോ നിങ്ങളെ കുട്ടികളെ ആരുടെ മുന്നിലായിട്ടേച്ചു വന്നത്? റസൂലുള്ളാഹിന്റെ ചോദ്യവും ബാപ്പാനെയും ഇതൊക്കെ കണ്ടു കുട്ടികൾ. ഒരേ സ്വപ്നം രണ്ടാളും കണ്ടപ്പോ ഞെട്ടി എഴുന്നേറ്റ് 2 കുട്ടികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വിളിച്ചു പറഞ്ഞു, ബാപ്പാ, യാ റസൂലല്ലാഹ്, ഒന്നുകൂടി നിങ്ങളെ ഞങ്ങൾക്ക് കാണണം, ഒന്നും കാണണം. പൊട്ടിക്കറിയുന്ന മക്കളുടെ സ്വന്തം കിട്ടുന്നത് പ്രതീകമേ മൺമണി സൗരഭ്യപൂവനമേ. 2 മക്കളുടെ കരച്ചിൽ കേട്ടിട്ട് മറുഭാഗത്തെ മുറിയിൽ കിടന്നുറങ്ങുന്ന ഈ മനുഷ്യൻ ചാടി എന്നിട്ട് തൂവനെ തട്ടിപ്പിടിച്ചു, തൂവേ, നമ്മുടെ വീട്ടിനകത്തേത കുട്ടികൾ വരെയെന്ന് വെച്ചു. തൂവ പറഞ്ഞു, നിങ്ങൾ കേട്ട ഉറക്കം തോന്നിപ്പോയാലും കിടക്കുന്നതാണ്. അല്ലടേ, നമ്മളെ വീട്ടിന്റെ ഉള്ളിൽ നിന്നാണ് കരയണത്. 2 മക്കൾ ഒച്ച വെക്കുന്നുണ്ടല്ലോ. ചാടി എഴുന്നേറ്റു. അപ്പൊ തൂവ പിടിച്ച് ഇരുത്തിയിട്ട് പറഞ്ഞു, ഭർത്താവിനോട് പറഞ്ഞു, അത് മുസ്ലിമിന്റെ അഖി റളിയല്ലാഹു അൻഹുവിന്റെ 2 കുട്ടികളാണ്, മക്കളില്ലാത്ത നമുക്ക് അള്ളാഹു നൽകിയ മക്കൾ. പാപ്പൻ 2 മക്കളെ പേടിച്ച് പറിച്ചിട്ട് തളർന്ന് കിടന്നുറങ്ങണമെന്നു. അപ്പൊ ഇയാൾ തിരിച്ചോട്ട് പറഞ്ഞു, തേടിയ വള്ളി കാലിച്ചെത്തിയല്ല തൂവേ. അവന്റെ കൊലച്ചിരി കണ്ടപ്പോ തൂവക്ക് ബേജാറായി. തൂവ ചോദിച്ചു, നിങ്ങൾ എന്താ പറയുന്നത്? ഈ മക്കളെ തേടി ഇന്ന് രാവിലെ മുതൽ ഞാൻ അലയാൻ തുടങ്ങിയിട്ട് സമയം കുറയും. ഈ 2 മക്കളെ പിടിച്ച് ഉപയോഗിച്ച് കൊണ്ടുകൊടുത്താലേ 1000 ദീനാർ കിട്ടും, എനിക്ക് മാസങ്ങളോളം കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൻ അകത്തേക്കോടി. തൂവ ബാക്കിലും ഓടി. ബാപ്പയെയും റസൂലുള്ളാഹിനെയും കിനാബ് കണ്ട് തളർന്നു കിടക്കുന്ന 2 മക്കളുടെ മുടി പിടിച്ചിട്ട് ഇവൻ വലിച്ചു കൊണ്ടുവന്നു വീട്ടിന്റെ ഉള്ളിലേക്ക്. മുറിയിൽ നിന്ന് പുറത്തേക്ക് സെന്ററിലേക്ക് കൊണ്ടുവരികയാണ്. ആ സമയത്ത് ആ 2 മക്കളുടെ തല വേദനിച്ച് പൊട്ടിക്കരഞ്ഞ കുട്ടികൾ വിടാൻ പറഞ്ഞു, ഞങ്ങളൊന്ന് വിട്ടേക്കും. ആ ദുഷ്ടൻ വിട്ടില്ല.
വീട്ടിന്റെ അകത്തളങ്ങളിലേക്ക് കൊണ്ടുവന്നപ്പോ അവർക്കിടയിലേക്ക് ചാടി വീണ തൂവ ആ രണ്ട് മക്കളെ പിടിച്ചു തന്റെ പിന്നോട്ട് മാറ്റി നിർത്തി. എന്നിട്ട് ഭർത്താവോട് പറഞ്ഞു, നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പൈസ ഞാനുണ്ടാക്കി തരാം, നിങ്ങൾ പോയി ശാന്തനായി കിടക്ക്, നാളെ രാവിലെ നമുക്ക് വർത്താനം പറയാം, ഈ കുട്ടികളെ വിടുകയും. അപ്പൊ പറഞ്ഞേ, ഏതുവേ 1000 ദീനാറിലേക്ക് കിട്ടണം, അതിന് ഈ രണ്ട് മക്കളെ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും. വിടില്ലെന്ന് കണ്ടപ്പോ ഈ മക്കളെ പ്രഹരിക്കാൻ തുടങ്ങിയപ്പോ ആ രണ്ട് മക്കൾ കരഞ്ഞോട് തൂവയോട് പറഞ്ഞു, ഉമ്മാ, നിങ്ങളാണ് ഞങ്ങളെ കൊണ്ട് ഉമ്മാന്ന് വിളിപ്പിച്ചത്, നിങ്ങളുടെ ഭർത്താവ് ഞങ്ങളെ കൃഷിക്കും ആക്രമിക്കുമ്പോ ഉമ്മാക്ക് തടുക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചപ്പോ ആ നൊന്തുപോയ വേദനയുള്ള ആ പ്രിയപ്പെട്ട പെണ്ണ് രണ്ട് മക്കളുടെ ഇടയിൽ ചാടി വീണുകൊണ്ട് പറഞ്ഞു, മക്കളെ, മക്കളെ അരിമപ്പുകിനക്കളെ മുസ്ലിമിന്റെ പൊന്നു സന്തതികളെ മുഹബത്ത് പേരുത്തുറ്റ മുത്തുമണികളെ മുത്തുമണികളെ. ആ പ്രിയപ്പെട്ട മക്കൾക്കിടയിൽ കയറി നിന്നുകൊണ്ട് ഉമ്മ പറഞ്ഞു, മക്കളെ, എന്റെ മരണം വരെ നിങ്ങളെ ഞാൻ സംരക്ഷിക്കും, പക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയായ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംരക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അങ്ങനെ സംഭവിച്ചു പോയാൽ അല്ലാഹുവിന്റെയും റസൂലുള്ളാഹിന്റെയും മുന്നിൽ നിങ്ങൾ എനിക്കെതിരെ സാക്ഷി പറഞ്ഞേക്കും. ഭർത്താവിനോട് പറഞ്ഞു, മക്കളെ നിങ്ങളെ കാണുമ്പോൾ കൽവിനുള്ളിൽ പിടിക്കുന്നു, മക്കളെ ദുഷ്ടൻ ചെയ്യും ഞാൻ കാണുന്നു. സാക്ഷി പറയില്ല, സാക്ഷി പറയില്ല. അതെ, റസൂലുള്ളാഹിന്റെ മുന്നിൽ സാക്ഷി പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞു. എന്നിട്ട് തന്റെ ഭർത്താവിന്റെ മധ്യത്തിൽ കയറിന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യ, നിങ്ങളൊന്ന് പോയി കടന്നുറങ്ങ്, നിങ്ങൾക്ക് കുട്ടികളെ വേണമെങ്കിൽ നിങ്ങളുടെ കൂടെ കിടന്ന ഭാര്യയായി എന്റെ തല നിങ്ങൾ മുറിക്കേണ്ടി വരും. തല വെട്ടിയെടുത്താൽ നിങ്ങൾക്ക് മക്കളെ കിട്ടും, അല്ലാണ്ട് നിങ്ങൾക്ക് കുട്ടികളെ കിട്ടൂല. അയാൾ പറഞ്ഞു, തുവേ, ഞാൻ അതിനും മടിക്കൂലട്ടോ, ഞാൻ നിന്റെ തലയെടുത്ത് കളയും. തുവ പറഞ്ഞെങ്കിൽ തലയെടുത്തിട്ട് കുട്ടികളെ കൊണ്ടുപോയിക്കോ. അയാൾ തിരിച്ചു പോയപ്പോ തുവക്ക് സമാധാനമായി. അയാൾ തന്റെ ബെഡ്റൂമിൽ പോയിരിക്കുന്നു എന്ന് തുവ കണക്ക് കൂട്ടി. മക്കളോട് പറഞ്ഞു, മക്കളെ ബേജാറാവണ്ട, പോയി കിടന്നുറങ്ങിക്കൊള്ളുന്നു. ഒരു സെക്കൻഡ് ആ രണ്ട് മക്കളെ ചേർത്ത് പിടിച്ച് ആ ഉമ്മ നെറുകയിൽ ചുംബിച്ച് തിരികെ റൂമിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോഴാണ് ഒരട്ടഹാസം മറുഭാഗത്ത് നോക്കുമ്പോൾ മൂർച്ചയുള്ള ഊരിപ്പിടിച്ച വാളുമായി വീണ്ടും അസുഖ വന്നിട്ടുണ്ട്. നീ എന്താ പറഞ്ഞത്? നിന്റെ തലയുടെ തലയെ ആ കുട്ടികളിലേക്ക് കിട്ടുന്നു എങ്കിൽ നിന്റെ തല ഞാൻ എടുക്കാൻ പോവാണ്. പേടിച്ചു വരച്ച രണ്ട് മക്കൾ വീണ്ടും തുവയുടെ ബാക്കിലേക്ക് വിളിച്ചു. തുവയുടെ നേരെ മുന്നിൽ വാളുമായി ആ വൃത്തികെട്ടവൻ, നീ മാറി നിൽക്കുന്നുവേ? ഇല്ല, നിങ്ങൾ മാറി നിൽക്കാൻ പറഞ്ഞത് ഞാൻ മാറി നിന്നാൽ നാളെ സ്വർഗത്തിന്റെ ക്യൂബിൽ നിന്ന് നരകത്തിന്റെ ക്യൂബിലേക്ക് തുവക്ക് മാറി നിൽക്കേണ്ടി വരും. അതെനിക്ക് പറ്റില്ല. എനിക്ക് സ്വർഗം വേണം, നബി കുടുംബത്തെ സ്നേഹിച്ച സ്വർഗം വേണം എനിക്ക്. ഭാര്യ അനുസരിക്കുന്നില്ലെന്ന് കണ്ടപ്പോ ആ പാവം സ്ത്രീയുടെ മുടിക്കെട്ട് പിടിച്ചിട്ടൊന്ന് തിരിച്ചു കറക്കി വൃത്തികെട്ടത്തുക. എന്നിട്ട് പറഞ്ഞു, ഒരു ചാൻസ് കൂടെ നിനക്കുണ്ട്, നീ മാറുമോ ഇല്ലയോ? തന്റെ ശ്വാസം തല തിരിച്ചു പിടിച്ചപ്പോ മുട്ടുന്നുണ്ടെങ്കിലും ആ പെണ്ണ് ആർജിച്ച ശക്തിയോടെ വിളിച്ചു പറഞ്ഞു, മാറി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ലാന്ന്. മക്കളോട് പറഞ്ഞു, മക്കളെ, വൃത്തികെട്ട ദുഷ്ടം ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ രക്തസാക്ഷിത്വം വഹിക്കുന്നത് എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞാൽ മതി. എനിക്ക് വേണ്ടുമെന്ന് സാക്ഷി പറയില്ല. മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഉമ്മ രക്തസാക്ഷിത്വം വഹിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ, നിങ്ങളുടെ പിതാവിന്റെ മുന്നിൽ നാളെ മഹ്ശറിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അത് മാത്രമാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞപ്പോ ഈ പെണ്ണ് മാറൂല എന്ന് ഉറപ്പിച്ചപ്പോ കയ്യിലുള്ള വാളുകൊണ്ട് അബ്ദുള്ളയുടെ വൃത്തികെട്ടവൻ സ്വന്തം ഭാര്യയുടെ തല വെട്ടിക്കളഞ്ഞു. തലയിലേക്ക് വിളിച്ചു പറഞ്ഞു, പോയേ,
ഒരു ഭർത്താവെന്ന ഞാൻ പറഞ്ഞതനുസരിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ഗതികേട് വന്നത്. ആ സ്ഥലം പുറത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഇനിയൊരു താങ്ങും തണലുമായി നിൽക്കാൻ ആരുമില്ലാതെ അവന്റെ മുന്നിൽ വിറച്ചുപോയ 2 മക്കൾ, കൂടെ കടന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യ, അവന്റെ സുഖങ്ങൾക്കും അവന്റെ ദുഃഖങ്ങൾക്കും കൂട്ടുകടന്ന പെണ്ണ്, ആ പെണ്ണിനോട് പോലും ദയാവായ്പ കാണിക്കാത്ത ഇവർത്തുകെട്ടവനെ മുന്നിൽ ആരാന്റെ മക്കൾക്ക് എന്ത് ഛേദമാണെന്ന് കണക്ക് കൂട്ടിയ 2 മക്കളും ആ 2 മക്കളെ പിടിച്ചുകൊണ്ടുവന്ന് വീട്ടിന്റെ മുറ്റത്തേക്ക്. നല്ല നിലാവായിരുന്നു ആ രാത്രിക്ക്. പക്ഷേ നിലാവിന് പോലും മനസ്സിലായിട്ടുണ്ടാവും ഭൂമിയിൽ നടക്കുന്നത് കാണാൻ കഴിയാത്ത രംഗമാണ് എന്ന്. നിലാവ് മെല്ലെ മെല്ലെ കാർമേഘങ്ങളിലേക്ക് ഒളിച്ചു പോയൊരു സമയമുണ്ട്. ആ 2 മക്കളെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവന്നിട്ട് വൃത്തികെട്ടവൻ ഒരു പാറക്കല്ലിൽ കെട്ടിയിട്ടു. എന്നിട്ട് അകത്തേക്ക് പോയി വീതിയുള്ളൊരു പാത്രവും മൂർച്ചയുള്ള വാളും അവൻ കൊണ്ടുവന്നു. മരണമുറപ്പ്. ആ 2 മക്കളുടെ മുന്നിൽ അത് വെച്ചിട്ട് അവൻ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, 1000 ദീനാറിനുള്ള പ്രതിഫലമാണിത്. 1000 ദീനാർ എനിക്ക് കിട്ടാനുള്ള ഒരു കണക്ക് ബോധിപ്പിക്കാനുള്ള സാഹചര്യത്തിലാണ് ഞാനുള്ളത്. എന്നിട്ട് വൃത്തികെട്ടവൻ മൂത്തവനായി ഇബ്രാഹിമിനെ പിടിച്ചു. ഇബ്രാഹിമിനെ പിടിച്ചിട്ട് കഴുത്തി ചെരിച്ചിട്ട് ഒരു ആടിനെ അറുക്കുന്ന ലാഘവത്തോടെ അവൻ ആ ചോരപ്പൈതൽ അറുക്കാൻ നോക്കുമ്പോ മുഹമ്മദ് എന്ന കൊച്ചുമോൻ ആണയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ എന്റെ സഹോദരനൊന്നും ചെയ്യല്ല, ഞങ്ങളെ വിട്ടാല് ഞങ്ങൾ ഈ വീട് വിട്ടു പോയിക്കോണം, മക്കയിലേക്കും മദീനയിലേക്കും ഞങ്ങൾ യാത്ര ചെയ്യണം, ഞങ്ങളുടെ ഉപ്പയെ നിങ്ങൾ കൊന്നുകളഞ്ഞില്ലേ, ബാക്കിയുള്ള ഉമ്മാനെങ്കിലും കാണാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന്. ആ പ്രിയപ്പെട്ട മക്കളുടെ വാക്ക് പോലും കേൾക്കാൻ കൽവിൽ അനുവദിച്ച് തൊട്ടുകൊണ്ടിട്ടില്ലാത്ത ആ വൃത്തികെട്ടവൻ മൂത്തവനായി ഇബ്രാഹിമിന്റെ തലയറുത്തിട്ട് ആ പാത്രത്തിലേക്ക് വെച്ചപ്പോ കൊച്ചുമകനായ മുഹമ്മദ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്നെയും കൊല്ലണം, ഞാനിവന്റെ കൈ പിടിച്ചിട്ടാണ് ഈ നാട്ടിലേക്ക് കൈ പിടിക്കാത്ത തിരിച്ചൊരു യാത്രയില്ല, അതുകൊണ്ട് നിങ്ങൾ എന്റെ കഴുത്ത് മറുത്തി പാത്രത്തിൽ വെക്കണം, എന്നിട്ട് ചോര പുരണ്ട വാളുമായി നിങ്ങൾ നാളെ മശ്ശറയിൽ വരണം, അവിടെ ഈ ചോര പുരണ്ട തലയുമായി നിങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ ഞങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോ മുഹമ്മദിന്റെ തലയും ആ വൃത്തികെട്ടവൻ അറുത്തെടുത്തുകൂട്ടനെ. എന്നിട്ട് ആ പാത്രത്തിന്റെ മധ്യത്തിൽ വൃത്തികെട്ടവൻ വെച്ചു. പാതിരാവ് ഞാൻ 2 മക്കളുടെ തലയും എടുത്തവൻ നിങ്ങൾ ഉപയോഗിച്ചില്ലാത്തിന്റെ കൊട്ടാരത്തിലേക്ക്. കൊട്ടാരത്തിന്റെ മുന്നിൽ പോയി അവൻ അനുസരിച്ചു. ആ 2 മക്കളുടെ സ്ഥാനങ്ങൾ കണ്ടിട്ട് ഉണർവനാണെങ്കിലും കൽപ്പൊന്ന് പതറിപ്പോയി. തലകൾ ഭൂവിരിമാറി കണ്ടപ്പോൾ കമറുണ്ട് കനിയല്ലേ കനിവില്ലൂരവല്ലേ നിനവല്ലേ പൊരുളല്ലേ നീറുന്നേ കാണാനേ പിഞ്ചു പൈതങ്ങളെ കരുണായ മാതാവിനെ. ഉബൈദിന്റെ മുന്നിൽ വന്നിട്ട് ഇവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മുസ്ലിമിന്റെ അഫയിലെ 2 മക്കളെ കൊണ്ടുവരാൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, 1000 ദീനാർ എനിക്ക് വേണം. ഉബൈദ് പറഞ്ഞുടാ, ഞാൻ ഈ കുട്ടികളെ കൊല്ലാൻ പറഞ്ഞിട്ടില്ല, ഈ കുട്ടികളെ ജീവനോടെ കൊണ്ടുവരാനാ പറഞ്ഞത്. ഈ കുട്ടികളെ ജീവനോടെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഞാൻ ഹുസൈനോട് വിലവേശമായിരുന്നു. നിങ്ങൾക്ക് ഹുസൈനിലേക്ക് വരാൻ പാടില്ല. മുസ്ലിമിന്റെ അഖീലിന്റെ മക്കളെ തടവിൽ വെച്ചുകൊണ്ട് ഞാൻ ഹുസൈനെ വെല്ലുവിളിക്കുമായിരുന്നു, നിങ്ങൾ വന്നാൽ ഈ മക്കളെ കൊല്ലുമെന്ന്. എന്നിട്ട് ആ മനുഷ്യന്റെ വരവ് ഞാൻ തടുത്തു നിർത്തുമായിരുന്നു. ആ പ്രതീക്ഷയിൽ നഷ്ടപ്പെടുത്തി. അപ്പൊ ഇവൻ പറഞ്ഞു, നിങ്ങൾ പ്രഖ്യാപിച്ച 1000 ദീനാറില്ലേ, അതെനിക്ക് വേണം, അതിനാ ഞാൻ കൊന്നത്, തരാം നിനക്ക്, ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും, 1000 ദീനാറല്ലേ നിനക്ക് വേണ്ടത്, ഇപ്പൊ തരാം. ഉബൈദകത്തേക്ക് പോയി. ഇടത്തെ കൈയിൽ 1000 ദീനാറും വലത്തെ കൈയിൽ മൂർച്ചയുള്ള വാളും. ഉബൈദ പണവുമായിട്ട് വന്നു. അവനോട് പറഞ്ഞതാ, പടി, നിന്നോട് ഞാൻ വാഗ്ദാനം ചെയ്ത 1000 ദീനാറാണ്. 1 മാസക്കാലം അല്ലെങ്കിൽ അതിനപ്പുറത്ത് കള്ളുകുടിക്കാൻ വേണ്ടി സ്വപ്നത്തിൽ പോലും വിചാരിക്കാണ്ട് കിട്ടുന്ന 1000 ദീനാർ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കുടുംബത്തിലെ 2 ചോരപ്പൈതങ്ങളുടെ തലക്ക് വിലവാങ്ങാൻ തീരുമാനിച്ച് ആക്കുക. ആ മനുഷ്യൻ 2 കൈയിൽ നീട്ടി ഉബൈദില്ലാഹ് ഇബ്നു സിയാദിന്റെ കയ്യിൽ നിന്ന് 1000 ദീനാർ വാങ്ങി.
1000 ദീനാർ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ ഒരു ഭ്രാന്തമായി ചിരിച്ചിരിക്കുമ്പോ അടുത്ത സെക്കൻഡിൽ ഖുർആനായ ഉബൈദില്ലാഹ് ഹുജ്ജാദ് ഒറ്റവട്ടവന്റെ തലക്ക് എടുത്തവിടെ വെച്ചിട്ട് കുട്ടികളുടെ തലയോടവൻ വെറുതെ പറയാൻ തുടങ്ങി, മക്കളെ നിങ്ങളുടെ തലവെട്ടിയവന്റെ തലയും നിങ്ങളുടെ തലയിൽ കൂടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ആ 2 മക്കളുടെ ഉടല് തേടിപ്പിടിച്ച് ഉബൈദില്ലാഹ് ഹുജ്ജാദ് കബറടക്കം നടത്തി കൂഫയിൽ. എന്നാൽ ഈ 2 മക്കളോട് കാണിച്ച സ്നേഹത്തിന്റെ 1000-ൽ അംശം 1.5 വയസ്സ് പ്രായമുള്ള അലി അസ്ഗർ റളിയല്ലാഹു അൻഹുവിന്റെ കുട്ടിയോട് കാണിച്ചില്ല എന്നത് ചരിത്രത്തിന്റെ മറ്റൊരു ഗതിയാണ്. ഈ വിവരമൊന്നും അറിയില്ല മക്കയിലെ സയ്യിദ് അലി റളിയല്ലാഹു ഒന്നും അറിയില്ല. മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് കിട്ടി മക്കയിൽ. കത്ത് വായിച്ചപ്പോ കൂഫക്കാർ മുഴുവൻ നമ്മുടെ കൂടെയാണെന്ന വാർത്തയാണ്. ഇനി കൂഫയിലേക്ക് തിരിച്ചു വരണം, അല്ല കൂഫയിലേക്ക് യാത്ര തിരിക്കണം. ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ കുടുംബത്തോട് വിവരം പറഞ്ഞു. തന്റെ പിതൃപ്പനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം കൂഫയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഫാത്തിമത്ത് സുഹറ എന്നൊരു മകളുണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്, ഒരു പൊന്നുമോള്, ഉമ്മയുടെ പേരിട്ട കുട്ടി. ഫാത്തിമ വന്നിട്ട് പറഞ്ഞു ബാപ്പയോട്, നല്ല പനിയായിരുന്നു ഫാത്തിമ, ബാപ്പയോട് പറഞ്ഞു ബാപ്പ ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന്. വേണ്ട മോളെ, നീ തൽക്കാലം മക്കയിൽ ഉമ്മ സലമയുടെ വീട് താമസിക്കൂ എന്ന് പറഞ്ഞു. വേണ്ട, ഞാൻ എന്റെ ഉപ്പാന്റെ കൂടെ വരുമെന്ന് വാശി പിടിച്ചോ പൊന്നുമോള്. കുട്ടി നീ വരണ്ടാന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു വീണ്ടും പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഞാൻ വരൂ ഉപ്പാൻ. അന്നേരം പറഞ്ഞു മോളെ, ആള് കുറച്ചധികമുണ്ട്, പക്ഷെ സഞ്ചരിക്കാൻ വാഹനം കുറവാണ്, ഒട്ടകങ്ങളൊക്കെ കുറവാണ്, അതുകൊണ്ട് എന്റെ കുട്ടി തൽക്കാലം വരരുത്. അപ്പൊ പറഞ്ഞു ബാപ്പാന്റെ കൂടെ വരാൻ വേണ്ടിയിട്ട് മോൾ ഒട്ടകൊന്നും വേണ്ട, നടന്നിട്ട് വന്നോളാം, ഞാൻ പപ്പാന്റെ കൂടെ നടന്നിട്ട് വന്നോളാന്ന് പറഞ്ഞപ്പോ റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പൊന്ന് പൊട്ടിപ്പോയി. തന്റെ പ്രിയപ്പെട്ട ഭാര്യ സഗർവാലിനെ വിളിച്ചു പറഞ്ഞു ഷോറു നമുക്ക് ഇവിടെയും കൊണ്ടുപോകാമെന്ന്. അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹു കുടുംബവും വിശുദ്ധ മക്കയിൽ ദുൽഹിജ്ജ് മാസമാണ് കഅബത്തിന്റെ അടുക്കലേക്ക് വന്നു. 120ഓളം വരുന്ന സംഘം കഅബത്തിന്റെ മുന്നിൽ വന്നിട്ട് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ നടത്തി നേരെ മദീനയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ചരിത്രത്തിൽ മദീനയുടെ ഭാഗത്ത് കിടന്നുറങ്ങുന്ന, മദീനയിൽ കിടന്നുറങ്ങുന്ന പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തന്റെ ഉപ്പാപ്പയോട് തന്റെ വേദന പറഞ്ഞൊരു പ്രാർത്ഥന അല്ലാഹുവിന്റെ പ്രവാചകനോട് ഹുസൈൻ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാണ്, പ്രിയപ്പെട്ട റസൂലേ, ഞാൻ വന്നു നിൽക്കുന്നു തങ്ങളെ കത്തിന്റെ വാചകം കേൾക്കേണം ചെയ്യേ ജനനീതിയാത്രയും വരണം വികിരക്കിക്കേണം നാടിനെ നിന്നുള്ള നീതിയിലാഭരണം നാട്ടിൽ നടക്കുന്നു ഇങ്ങനെ രാജ്യം വീടും ഭരിക്കുന്നു നിശ്ചയം കൊള്ളാൻ ഹരീസും എത്തിക്കുന്നു നടത്തുന്നില്ല ഭരണത്തിൽ സഹിക്കുന്നില്ല അവർ തിരുമൊഴി വെപ്പിച്ചു ഉന്നതികൾക്കെല്ലോ അപമാനമെത്തിച്ചു നാടു ഭരിച്ചിടുന്നു നാട്ടിൽ വിലസിടുന്നു. അങ്ങനെ വിശുദ്ധമായ ദുൽഹജ്ജ് മാസം മക്കയിൽ നിന്ന് പുറപ്പെട്ടു സംഘം കഅബാലയത്തെ നോക്കിക്കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിശുദ്ധ ഗേഹമേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിന്നിലേക്ക് ജനങ്ങൾ വന്നെടുക്കുന്ന സമയമാണ് ദുൽഹജ്ജ് മാസം. എന്നാൽ നിന്നിൽ നിന്ന് അകന്നു പോകാനാണ് എനിക്ക് എന്റെ നാഥന്റെ വിധി. അതുകൊണ്ട് ഇനി ഒരിക്കലും നിന്നെ കണ്ടുമുട്ടും എന്നെനിക്ക് പ്രതീക്ഷയില്ല. ഹുസൈൻ റളിയല്ലാഹു അൻഹു എല്ലാം ഉറപ്പിച്ചിട്ട് തീരുമാനിച്ചത്, ഇനി ഒരിക്കലും നിന്നിലേക്ക് തിരിച്ചു വന്ന് നിന്നെ കണ്ടുമുട്ടുമെന്നൊരു പ്രതീക്ഷയും എനിക്കില്ല. കഅബാലയത്തോട് യാത്ര പറഞ്ഞ് കൂഫയിലേക്ക് പുറപ്പെട്ടു. ഒരുപാട് ദൂരെ സഞ്ചരിച്ചു. മരുഭൂമിയിൽ ടെന്റ് കെട്ടി വെയിലത്ത് രക്ഷപ്പെടാൻ വേണ്ടി, ചെറിയ കുഞ്ഞു മക്കളുണ്ടല്ലോ, വെയിലത്തിന് രക്ഷപ്പെട്ടാൻ വേണ്ടി ടെന്റ് കെട്ടി വിശ്രമിച്ചു. അപ്പോഴാണ് കൂഫയിൽ നിന്ന് കച്ചവടമൊക്കെ കഴിഞ്ഞ് തിരിച്ചൊരു കച്ചവട സംഘം വരുന്നത്. മരുഭൂമിയിൽ അവരും ടെന്റ് കെട്ടിയിട്ടുണ്ട്. മറുഭാഗത്ത് ടെന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നവരെ ഈ കച്ചവടക്കാരിങ്ങനെ നോക്കി. കൂട്ടത്തിൽ ഒരാൾ വിളിച്ചു പറഞ്ഞു, ഹുസൈൻ ബിൻ അലിയാണ് ടെന്റ് അടിക്കുന്നത് എന്ന്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ. അപ്പൊ കച്ചവടത്തിന്റെ സംഘത്തിന്റെ നേതാവ് ടെന്റിൽ നിന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കി, എങ്ങോട്ടാണ് ഹുസൈന്റെ പോക്കെന്ന് ചോദിച്ചു. അറിയില്ലാന്ന് പറഞ്ഞു അയാൾ. ഓടി വന്നിട്ട് ചോദിച്ചു, അസ്സലാമു അലൈക്കും യാ ഹുസൈൻ. വലൈക്കും അസ്സലാം. നിങ്ങൾ എങ്ങോട്ടാ യാത്ര എന്ന് ചോദിച്ചു. ഞങ്ങൾ കൂഫയിലേക്കാണെന്ന് പറഞ്ഞു. ഞങ്ങൾ കൂഫയിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, കൂഫയിൽ എന്താ വിവരം എന്ന് ചോദിച്ചു.
അപ്പൊ പറഞ്ഞു, ഒന്നും അങ്ങ് അറിയില്ലേ? വഞ്ചിക്കും അവരറിയില്ല ശക്തി വിവരമറിയാനയത്തുള്ള മുസ്ലിമിൽ എന്താണ് കൂപ്പയിലെ വിവരം? അതിന് പറഞ്ഞു, നിങ്ങളൊന്നും അറിയില്ലേ? ഒന്നും അറിയില്ല. ഞാൻ മുസ്ലിമിന്റെ കത്ത് കെട്ടിയിട്ട് പോവാണ്. എന്നാൽ കത്തെഴുതിയ മുസ്ലിം ഇപ്പോൾ ഇല്ലാന്ന് പറഞ്ഞു. എന്താ പറ്റിയെന്ന് വെച്ചു. ഉബൈദില്ലാഹ് ബിൻ സിയാദ് പ്രിയപ്പെട്ട മുസ്ലിമിനെ അഖീലിനെ കൊന്നുകളഞ്ഞു. രക്ഷ കൊടുത്ത ഹസ്രത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെയും കൊന്നു. ഉടനെ ഉസൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, 2 മക്കളെ കൊണ്ടുപോയിട്ടുണ്ട്, കുട്ടികളെ കഥ എന്താണെന്ന് വെച്ചു. എന്താണ് ആ മക്കളെ അവസ്ഥ? ആ മക്കളെയും കൊന്നിട്ടുണ്ട്. ആ മക്കളുടെ തലകളും അവർ അറുത്തു. പിന്നെ ഒരു ചോദ്യവും അയാളോട് ചോദിച്ചില്ല. നേരെ ടെന്റിലേക്ക് തിരിച്ചു നടന്നു. ഷഹർബാനബിന്റെ നെഞ്ചത്ത് മുലകുടിച്ച് കിടക്കുന്ന ഒരു ചോരപ്പേതിന്റെ അരിയസഹർ റളിയല്ലാഹു അൻഹു ആ മോനെ ഇങ്ങോട്ട് വാങ്ങി ഭാര്യയോട് കൊണ്ടാറുന്നു. എന്റെ കുട്ടിനടുത്ത് മുറ്റത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ കൂഫയിൽ നിന്ന് കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്നാൾ പറഞ്ഞു, നിങ്ങൾ ഇനി കൂഫയിലേക്ക് പോകരുത്. നിങ്ങൾ അറിഞ്ഞ വിവരമൊന്നും ശരിയല്ല. കൂഫക്കാരക ചതിയന്മാരാണ്. അതുകൊണ്ട് തിരിച്ച് മക്കത്തേക്ക് തന്നെ പോ. അപ്പൊ പറഞ്ഞു, ഞാൻ എന്തിനാടി കുട്ടിയെ കൊണ്ടുവന്ന് നിന്റെ മുന്നിൽ കാണിച്ചെന്നറിയോ? ഇതെന്റെ മോനാണ്, ഇവന്റെ അസ്ഗറാണ്. ഇവനെ പോലെയാണ് എനിക്ക് മുഹമ്മദും ഇബ്രാഹിമും. ആ 2 ചോരപ്പൈതങ്ങളെ കൂഫക്കാർ വെട്ടിക്കൊന്നിട്ട് എന്റെ മകനെയും കൊണ്ട് ഞാൻ മക്കയിലെ മാളത്തിൽ ഒളിക്കണമെന്നാണ് നീ പറയുന്നത്? ഉസൈർ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയാണ്. മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കുന്ന പാരമ്പര്യം നബി കുടുംബത്തിനില്ല. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. റബ്ബിന്റെ വിധി ഞാൻ ഏറ്റുവാങ്ങും. മുഹറം 1 വരെ അവർ പിന്നെ സഞ്ചരിച്ചു. ടെന്റിന്റെ അടുത്ത് വന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, ഇനി വിശ്രമിക്കാൻ സമയമില്ല, പുറപ്പെട്ടോളൂ. ദുൽഹജ്ജ് മാസം പുറപ്പെട്ട ഉസൈർ റളിയല്ലാഹുവിന്റെ കുടുംബവും മുഹറം 1 സന്ധ്യാസമയത്ത് മഗ്‌രിബിന്റെ സമയത്ത് വിശാലമായ നദിക്കരയിലൂടെ ഒട്ടകം സഞ്ചരിക്കുകയാണ്. പെട്ടെന്ന് ഉസൈർ റളിയല്ലാഹുവിന്റെ മുന്നിലാണ്. ഉസൈർ റളിയല്ലാഹുവിന്റെ ഒട്ടകം തലയിങ്ങനെ ആട്ടിയിട്ട് ഒരൊറ്റ ഇരുത്തങ്ങട്ടിരുന്നു മണ്ണിൽ. ആ ഒട്ടകത്തെ എങ്ങനെ നോക്കി എഴുന്നേൽപ്പിക്കാൻ ഉസൈറിന് പറ്റിയില്ല. അതിനടിച്ചു നോക്കി എഴുന്നേൽക്കുന്നില്ല, പിടിച്ചൊന്ന് വലിച്ചു നോക്കി എഴുന്നേൽക്കുന്നില്ല. അതിങ്ങനെ മുരണ്ട് കരയാന്നല്ലാതെ ഒട്ടകം എഴുന്നേൽക്കുന്നില്ല. അപ്പൊ ഉസൈർ റളിയല്ലാഹു അൻഹു മെല്ലോട്ടപ്പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ കുടുംബക്കാരെല്ലാരും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഇറങ്ങി. ആരും കാണാതെ ഉസൈർ റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹു അൻഹു കൊടുത്ത മണ്ണില്ലേ, ആ മണ്ണ് തന്റെ ഭാണ്ഡത്തിൽ നിന്നെടുത്തിട്ട് വലത്തെ കയ്യിലിട്ടു. എന്നിട്ട് ഒട്ടകം മുട്ടുകുത്തിയ സ്ഥാനത്ത് നിന്ന് കുറച്ച് മണ്ണ് വാരി ആ 2 മണ്ണും ഇങ്ങനെ 2 കയ്യിലിട്ട് നോക്കി. ഒരേ മണ്ണ്. ഈ മണ്ണും എടുത്തുകൊണ്ട് തന്റെ പിതൃവനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് വന്നു. ഇത് നോക്കുമെന്ന് പറഞ്ഞു. ഇതേത് മണ്ണാണെന്നറിയോ നിങ്ങൾക്ക്? ഇതിൽ മണ്ണിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് വെച്ചു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 കണക്കാണല്ലോ, ഇത് നീ 2 ഇവിടുന്ന് വാരിയതാണെന്ന് വെച്ചു. അപ്പോ പറഞ്ഞു, അല്ല, ഇത് 2 ഇവിടുന്ന് വാരിയതല്ല, ഇത് ഇവിടുന്ന് വാരിയതാണ്. ഇത് അലൈഹിസ്സലാം കൊണ്ടുവന്ന മണ്ണാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് സ്വകാര്യമായിട്ട് പറഞ്ഞു, ഈ 2 മണ്ണും ഒരുപോലെയാണെങ്കിൽ ഇത് കർബലയാണ്. കർബല പ്രതിസന്ധിയും വേദനയും സമ്മിശ്രം ചെയ്ത ഒരു മണ്ണായത്. ഇവിടെ ടെന്റടിക്കണം. ഇവിടെ ഈ നബി കുടുംബത്തിന്റെ ഒടുക്കം കുറിക്കപ്പെടും. പ്രവാചകന്റെ കുടുംബത്തിലെ മക്കളുടെ കഴുത്തറുക്കപ്പെടും. ആ മണ്ണായി മണ്ണ് ടെന്റടിക്കാൻ വേണ്ടി പറഞ്ഞു. മുഹറം 1 സന്ധ്യാസമയത്ത് കർബല യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത്, ഇറാഖിലെ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഉസൈർ റളിയല്ലാഹു അൻഹു ടെന്റ് കെട്ടി. ഇന്ന് വരും കൂഫക്കാർ, നാളെ വരും കൂഫക്കാർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. വന്നില്ല. ഹുസൈൻ
എന്ന് കൂപ്പക്കാർ ഹുസൈനെ ചതിച്ചു. ദുരിതങ്ങൾ നാലുദിക്കിൽ നിന്നും വന്നു ഭവിച്ചു. ദുരിതങ്ങൾ നാലുദിക്കിൽ നിന്നും വന്നു ഭവിച്ചു. ജലം പോലും കടഞ്ഞു പരിശുദ്ധ നബി സന്തതികളാകെ വലഞ്ഞു. ജലം പോലും കടഞ്ഞു പരിശുദ്ധ നബി സന്തതികളാകെ വലഞ്ഞു. പശുദാഹത്താലെ പിഞ്ചുമക്കളാകെ തളർന്നു. പശുദാഹത്താലെ പിഞ്ചുമക്കളാകെ തളർന്നു. പരമിൽ പരമേൽപ്പിച്ചു ഹുസൈൻ ദുഃഖമറന്നു. പരമിൽ പരമേൽപ്പിച്ചു ഹുസൈൻ ദുഃഖമറന്നു. കൂപ്പക്കാരുടെ സ്വീകരണമുണ്ടാകുമെന്ന് കണക്ക് കൂട്ടിയിട്ട് മക്കയിൽ നിന്നൊരു ഭക്ഷണം പോലും വഴിയിൽ മാത്രം കിട്ടുന്ന ഭക്ഷണം വഴിക്ക് കഴിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ശേഖരിച്ച് പുറപ്പെട്ട ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുള്ള ഭക്ഷണവും വെള്ളമൊക്കെ തീർന്നു പോയിട്ടുണ്ട്. എന്നാൽ കൂപ്പക്കാരും അങ്ങോട്ട് വന്നില്ല. മുഹറം 1 മഗ്‌രിബിനോടടുത്ത് കൈമയടിച്ച ആ റസൂലുള്ളാഹിന്റെ കുടുംബത്തെ തേടി ഒരൊറ്റ കൂപ്പക്കാരനും വന്നില്ല. വന്നാൽ അവരുടെ കഥ അവരുടെ തല പോകുമെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് ആരും അങ്ങോട്ട് വന്നില്ല. ദിവസങ്ങൾ 1-2 കഴിഞ്ഞു. നബി കുടുംബം തീർത്തും പട്ടിണിയിലാണ്. യൂഫ്രട്ടീസിന്റെ നദിയിലാണ് അവരുടെ താമസം. യൂഫ്രട്ടീസ് നദിക്കരയിൽ. അവസാനം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ഒരു സംഘം ആൾക്കാർ മണൽപ്പരപ്പ് താണ്ടി വരുന്നത് ഉസൈർ റളിയല്ലാഹു അൻഹു കണ്ടു. ആ പാപം മനുഷ്യൻ കൂടാരത്തിന്റെ പുറത്തേക്കിറങ്ങി. നല്ല വെയിലുണ്ടായിരുന്നു. നെറ്റിയിൽ വിരൽ കൈവച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി വരുന്നവരെ ഒരു സംഘം ആൾക്കാർ നടന്നു വരുന്നുണ്ട്. ആ സംഘം ദൂരെ നിന്നു. അതിലൊരാൾ മാത്രം മുന്നോട്ട് നടന്നു. അംർ വസ്സാദ് എന്നാണ് അവന്റെ പേര്. ഉമർ വസ്സാദ് എന്നും ചരിത്രത്തിൽ കാണാം. അവൻ നടന്നു വന്നിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ അംറാണ്. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദ് പറഞ്ഞയച്ച പ്രത്യേകം നിയോഗിക്കപ്പെട്ട പട്ടാളക്കാരനാണ്. ഈ സൈന്യത്തിന്റെ നായകനാണ്. ഹുസൈനെ, സത്യത്തിൽ ഭരണം നിങ്ങളുടെ കയ്യിലാണ്, ആകണം എന്നാഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എന്ത് പറയാനാണ്, ഇപ്പൊ ഭരണം യസീദിന്റെ കയ്യിലല്ലേ. അതുകൊണ്ട് ആ ഭരണകൂടത്തെ എതിർക്കാതെ അങ്ങ് തിരിച്ചു പോകണം. നിങ്ങൾ തിരിച്ചു പോകണം. ഉസൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാധ്യമല്ല പറയും, എനിക്കത് തിരിച്ചു പോകാനാവൂല. എങ്കിൽ നിങ്ങൾക്ക് മരണം സംഭവിക്കും. മരണം അതെനിക്ക് പ്രശ്നമല്ല. കാരണം ഭരണം ആഗ്രഹിച്ചിട്ടല്ല ഞാൻ വന്നത്. ഭരണം എനിക്ക് പ്രശ്നമേ അല്ല. അതുകൊണ്ടത് മരണം ഭയന്ന് ജലത്തിന്റെ കഷ്ടമൊഴിവാക്കൂ എങ്കിൽ പിന്മാറാം. മരണം ഭയന്ന് ഭരണം വേടിഞ്ഞു ജലത്തിന്റെ കഷ്ടമൊഴിവാക്കൂ എങ്കിൽ പിന്മാറാം. ദുഷ്ടഭരണം വെടിഞ്ഞിട്ട് അറേബ്യൻ ലോകത്തെ ജനതയുടെ കഷ്ടം നിങ്ങൾ ഒഴിവാക്കുമെങ്കിൽ ഞാൻ പിരിഞ്ഞു പോകാം. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ നേതാവ് യസീദിനെ കാണാനുള്ള അനുമതി വേണം. മുഹമ്മദ് പറഞ്ഞു, സാധ്യമല്ല. ഈ മണ്ണിൽ ഒരടി മുന്നോട്ട് പോകാൻ അനുവദിക്കപ്പെട്ടിട്ടില്ല. നിങ്ങൾ തിരിച്ചു പോക്കണം, നിങ്ങൾക്ക് നല്ലത്. മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ തിരിച്ചു പോകൂല, ഇവിടെ കൂടുന്നു. ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ പട്ടാളം വീണ്ടും വന്നു പുതിയ നിർദ്ദേശവുമായിട്ട്. അവരുടെ നിർദ്ദേശം ഇതാണ്: ഹുസൈന്റെ കുടുംബത്തിന് പച്ചവെള്ളം പോലും കൊടുക്കരുത്. അവർ വെള്ളം കിട്ടാതെ ദാഹപരവശരായി തിരിച്ചു പോയിക്കൊള്ളുമെന്ന്. അതിനുവേണ്ടിയാണ് ഇറാഖിലെ മനോഹരമായ യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ആയിരക്കണക്കിന് പട്ടാളങ്ങൾ കാവൽ നിന്നത്. ഒരു റസൂലുള്ളാഹിന്റെ കുടുംബത്തിലെ ഒരു കുട്ടിക്കും വെള്ളം കൊടുക്കാതിരിക്കാൻ, ഈ അണ്ടകടാകത്തെ മുഴുവൻ പടക്കാൻ കാരണഭൂതനായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരക്കുട്ടികൾക്ക് വെള്ളം കൊടുക്കാതിരിക്കാനാണ് യൂഫ്രട്ടീസിന്റെ കരയിൽ ഇസ്ലാമിക ഭരണകൂടം എന്ന് പറയുന്ന ഒരു ഭരണകൂടത്തിന്റെ പട്ടാളക്കാർ കാവൽ നിന്നത് എന്നത് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നാണിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇസ്ലാം ഈ ലോകത്ത് അവതരിപ്പിക്കാൻ വേണ്ടി വന്ന ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് വെള്ളം കൊടുക്കാത്തത്. അതിനുവേണ്ടിയാണ് ഇസ്ലാമിക ഭരണത്തിന്റെ പേരിൽ അധികാരത്തിലേറിയവൻ വെള്ളം കൊടുക്കാതിരുന്നത്. ആയിരക്കണക്കിന് പട്ടാളക്കാർ യൂഫ്രട്ടീസിന്റെ തീരത്ത് കാവൽ നിന്നു. മുഹറം 1, 2, 3, 4 ഇങ്ങനെ കഴിഞ്ഞു. പച്ചവെള്ളം കിട്ടാതെ റസൂലുള്ളാഹിന്റെ കുടുംബം നട്ടം തിരിഞ്ഞു. ഭക്ഷണമില്ലെങ്കിൽ പ്രശ്നമില്ല, വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു.
ചെറിയ മക്കളൊക്കെ ദാഹപരവശരായി കിടന്ന് പിടക്കാൻ തുടങ്ങി. സൈകട്ടപ്പാസ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ ഹുസൈൻ, യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് ഫലമായി പച്ചവെള്ളം എടുക്കാൻ ഞാൻ തീരുമാനിക്കാം, എനിക്ക് സമ്മതം തരണമെന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു സമ്മതം കൊടുത്തു. അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ള 50 പേരടക്കം യൂഫ്രട്ടീസ് നദിയിൽ നിന്ന് പച്ചവെള്ളം എടുക്കാൻ തീരുമാനിച്ചു. ഒരഭിപ്രായത്തിൽ പറയുന്നുണ്ട് 4 തോൽസഞ്ചിയിൽ അവർ വെള്ളം എടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആ വെള്ളം റസൂലുള്ളാഹിന്റെ കുടുംബത്തിലെത്തിക്കാൻ പറ്റിയിട്ടില്ല. അവർ വെള്ളമെടുക്കാൻ വേണ്ടി വരുമ്പോൾ ശത്രുക്കൾ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിന്റെ പ്രഖ്യാപനം വന്നു, വെള്ളം അവർക്ക് കൊടുക്കരുത്, കുടിച്ചാൽ പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല, വാളുകൊണ്ട് നിങ്ങൾക്ക് അവരോട് യുദ്ധം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അമ്പെയ്ത് കൊല്ലണമെന്ന്. അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ അവർ അസ്ത്രപ്രയോഗം നടത്തി അമ്പെയ്തു. നിരവധി അമ്പുകൾ ശരീരത്തിൽ തറത്തപ്പോ എടുത്ത വെള്ളം റസൂലുള്ളാഹിന്റെ കുടുംബത്തിലെത്തിക്കാനുള്ള ഒരു അവസ്ഥയിലാണ്, കുഞ്ഞുമക്കൾക്ക് കൊടുക്കാനുള്ള ഒരു വല്ലാത്ത തന്ത്രപ്പാടിലായിരുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വലത് കണ്ണ് തുളഞ്ഞിട്ടൊരു അമ്പം കെട്ട് കയറി. മൂപ്പരെടുത്ത വെള്ളത്തോടെ നിലംപതിച്ചു, ആ തോൽപാത്രത്തിലെ വെള്ളത്തോടെ നിലംപതിച്ചു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അനുയായികൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ രക്ഷപ്പെടുത്താൻ വന്നപ്പോ അബ്ബാസ് റളിയല്ലാഹു അൻഹു തോൽസഞ്ചി ഉയർത്തിപ്പിടിച്ചത് പറഞ്ഞു, എന്നെ രക്ഷപ്പെടുത്തുന്നതിനേക്കാൾ നിങ്ങൾക്ക് നല്ലത് പ്രവാചകന്റെ കുടുംബത്തിലെ ചോരപ്പൈതങ്ങൾക്ക് ഈ വെള്ളം കൊണ്ട് കൊടുക്കലാണെന്ന്. പക്ഷേ അങ്ങോട്ട് ഒരാൾക്ക് മുറുകെ ഈറ്റപ്പുലി പോലെ 50 പേരും ഊറ്റത്തോടെ പൊരുതിയെല്ലാരും, ഈറ്റപ്പുലി പോലെ 50 പേരും ഊറ്റത്തോടെ പൊരുതിയെല്ലാരും, ഒരുപാട് ശത്രുക്കളെ അറിഞ്ഞിടുന്നേ, അവസാനമാകാരെല്ലാം ഷഹീദാകുന്നേ, ഷഹീദാകുന്നേ. അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ ഷഹീദായി വീണു. ഒരു തുള്ളി വെള്ളം പോലും കൊണ്ടുവരാൻ അവർക്ക് പറ്റിയില്ല. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട എളാപ്പാന്റെയും അതുപോലെ സഹോദരങ്ങളുടെയൊക്കെ കൂട്ടുകാരുടെയൊക്കെ പരിശുദ്ധമായ ശരീരം, മുറിച്ചിട്ടപ്പെട്ട ശരീരം, കൊത്തിമുറുക്കപ്പെട്ട ശരീരം പിറക്കിയെടുത്തു ഹുസൈൻ റളിയല്ലാഹു അൻഹു. അവനൊരു ഭാഗത്ത് കൊണ്ടുവന്ന് കിടത്തി. മെല്ലെ അകത്തേക്ക് കയറുമ്പോ കാണുന്നൊരു കാഴ്ചയുണ്ട്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മൂത്ത മകൻ അലി അക്ബറാണ്, മൂത്ത മകൻ സൈനുലാബിദീൻ തങ്ങളാണ്. മൂവർ പഞ്ചി പിടിച്ചു കിടക്കാൻ, അനങ്ങാൻ പോലും കഴിയാതെ. രണ്ടാമത്തെ മകൻ അലി അക്ബറാണ്. അലി അക്ബർ റസൂലുള്ളാഹിന്റെ മുഖം പോലെ കണ്ടാൽ ആ മുഖം പോലെ തോന്നുന്ന കുട്ടിയാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ മകന് പേരക്കിടാവായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അലി അക്ബർ. അപ്പോ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മകനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കിടാവ് ആ മോൻ ദുൽദുൽ കുതിരപ്പുറത്തിരിക്കാൻ, അലി റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്തിരുന്നിട്ട് ദുൽഫുഖാർ എന്ന വാളിങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഉമ്മ ഷഹർബാനുവിനോട് പറയണം, ഉമ്മ നിങ്ങൾ എനിക്കൊന്ന് സമ്മതം തരുമോ, ഞാൻ യുദ്ധക്കളത്തിലിറങ്ങിയിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വരട്ടെ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ 18 വയസ്സ് പ്രായമുള്ള അലി അക്ബർ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ സമ്മതം ഉമ്മയോട് ചോദിക്കുമ്പോൾ സ്വന്തമറ്റ ഉമ്മയല്ലേ അത്. ഷഹർബാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, മോനെ ഞാൻ എങ്ങനെയാണ് സമ്മതം നൽകിയിട്ട് രക്തക്കളത്തിലേക്ക് പറഞ്ഞയക്കുക എന്ന്. അപ്പോഴാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു അകത്തേക്ക് കയറി വരുന്നത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലേക്ക് വന്നിട്ട് ഷഹർബാൻ എന്ന ഉമ്മ ആ ഭാര്യയെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മകൻ യുദ്ധക്കളത്തിലേക്ക് പോകാൻ എന്നോട് സമ്മതം ചോദിക്കുന്നു, ഞാൻ എങ്ങനെയാണ് അവനെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു വിടുക എന്ന്. തന്റെ ഭാര്യ അങ്ങനെ പറഞ്ഞപ്പോൾ നെഞ്ചത്ത് കിടക്കുന്ന ഷഹർബാനുവിനെ അടർത്തി മാറ്റിയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഷഹർബാനുവിന്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഷഹറൂ, നിന്റെ മകൻ ഈ യുദ്ധക്കളത്തിൽ ഷഹീദാകാനാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ ആ ഷഹീദിനെ തടുത്തു നിർത്താൻ എന്റെ ഷഹറൂന് പറ്റുമോ? എന്റെ പ്രിയപ്പെട്ട മകൻ, നിന്റെ പ്രിയപ്പെട്ട മകൻ അലി അക്ബർ യുദ്ധക്കളത്തിൽ മരിച്ചു വീഴാനാണ് അള്ളാഹുവിന്റെ വിധിയെങ്കിൽ ആ തീരുമാനത്തെ, അള്ളാഹുവിന്റെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ എന്റെ ഷഹർബാന് പറ്റൂലല്ലോ. അതുകൊണ്ട് നീയാണ് എന്റെ മകന് സമ്മതം കൊടുക്കാൻ ഏറ്റവും നല്ലത്. ഉപ്പ എന്ന നിലയിൽ എന്നെക്കാൾ പെറ്റ മാതാവ് എന്ന നിലയിൽ നീയാണ് സമ്മതം കൊടുക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ ഷഹർബാനുവിന് ഒരു കാര്യം ഉറപ്പായി, തന്റെ മകൻ ഈ രക്തക്കളത്തിൽ മറിഞ്ഞു വീഴാൻ സമയമായി എന്ന്. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി കുതിരപ്പുറത്തിരിക്കുന്ന മകനെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയ ഉമ്മ പറഞ്ഞു. സ്വന്തം മകനെ താഴെ നിർത്തി അവന്റെ കണ്ണിലേക്ക് നോക്കി കണ്ണുനീരൊലിപ്പിച്ചില്ല ഷഹർബാൻ, കരഞ്ഞില്ല ഷഹർബാൻ. സ്വന്തം മകന്റെ തലയൂട്ടിയിൽ കൈവച്ചുകൊണ്ട് ധീരയായ മാതാവ് വിളിച്ചു പറഞ്ഞു, മോനെ പോയി വാ യുദ്ധക്കളത്തിലേക്ക്.
ഇങ്ങനെ ഒരു മകനെ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞു പാഠലോകത്ത് പഠിക്കാൻ നമുക്ക് കഴിയില്ല. ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരു മാതാവിന്റെ മകനെ പറഞ്ഞിട്ടില്ല. ഒരു യുദ്ധക്കളത്തിനും തന്റെ ഇടത്തോടെ ഒരു മാതാവിന്റെ മകനെ പറഞ്ഞിട്ടില്ല. ഇതല്ലാതെ നമ്മൾ പഠിച്ചിട്ടില്ല, പഠിക്കാനാവില്ല, പഠിക്കാൻ കഴിയില്ല. ഇതാണൊരു ഉമ്മ. സുവർഗത്തിൽ കൂടാ ആശപൂങ്കരളെ നീയും പോയി വാ, അലമുടയോന്റെ മാർഗത്തിൽ നീങ്ങുക, അല്ലലറിയാത്ത ലോകത്തിൽ ചെന്നിടാൻ അഹദോന്റെ സുവർഗത്തിൽ കൂടിടാ. പൂങ്കരളെ നീയും പോയി വാ, ആലമുടയോന്റെ മാർഗത്തിൽ നീങ്ങുക, അല്ലലറിയാത്ത ലോകത്തിൽ ചെന്നിടാൻ അഹദോന്റെ സുവർഗത്തിൽ കൂടിടാ. ഒരു ഉമ്മയും ലോകചരിത്രത്തിൽ ഇങ്ങനെ ഒരു മാതാവ് ഒരു മകനെ പറഞ്ഞയച്ചിട്ടില്ല യുദ്ധക്കളത്തിലേക്ക്. ഏത് യുദ്ധചരിത്രം പഠിച്ചാലും ഇങ്ങനെ ഒരു കുട്ടിയെയും ഉമ്മയെയും നമുക്ക് കാണാനാവില്ല. ഒരു കുരുക്ഷേത്ര യുദ്ധഭൂമിയിലും ഒരു അമ്മയും ഒരു മകനെ പറഞ്ഞയച്ചിട്ടുമില്ല. ഇങ്ങനെ സ്വന്തം മകനെ മാറോടക്കി പിടിച്ചിട്ട് അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, മോനെ സ്വർഗ്ഗലോകത്ത് നമുക്ക് കണ്ടുമുട്ടാൻ നീ പോയിക്കോളൂവെന്ന്. കുതിരപ്പുറത്ത് അലി അക്ബർ യുദ്ധക്കളത്തിലേക്ക് വന്നു. ആയിരക്കണക്കിന് ശത്രുക്കൾ മറുഭാഗത്ത്, 18കാരനായ ഒരു യുവാവ് ഇപ്പുറത്ത്. അലി അക്ബർ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്നെ നല്ല പരിചയമുണ്ടാവില്ല, പക്ഷെ ഞാനിരിക്കുന്ന കുതിരയും എന്റെ കയ്യിലുള്ള വാളും നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. അത് ബദറും ഉഹദും ഖന്തഖും ഹൈബറും താണ്ടിയ കുതിരയും വാളുമാണ്. ഇത് അലിയാര കുതിരയാണ്, ഇത് അലി ഇബ്നു അബീ ത്വാലിബിന്റെ വാളാണ്. എന്റെ പേര് അലി അക്ബറാണ്. എന്നോട് പടപൊരുതാൻ തന്റെ ഇടമുള്ളവർക്ക് മുന്നോട്ട് വരാമെന്ന്. ആ 18കാരന്റെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് നിരവധി പേർ യുദ്ധക്കളത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ശത്രുവിന്റെ ഇടയിൽ ചാട്ടുളി പോലെ ഊളിയിട്ട് കയറിയ അലി അക്ബർ 82 പടപുരുതി 82 പേരെ വെട്ടിവീഴ്ത്തിയിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കും, മുഹറം 9 9 ദിവസം വെള്ളം കുടിക്കാതെ ആ മകൻ 82 പേരെ വെട്ടിക്കാല യമപുരിക്കൊക്കെ അയച്ചു. 82 പേര് വീണ് കിടന്നു. ആ 18കാരന്റെ വാൾപ്പയറ്റിന്റെ രുചിയറിഞ്ഞ് മരിച്ചു വീണവർ. ദാഹപരവശനായ അലി അക്ബർ വായക്കകത്ത് വല്ലാണ്ട് വരളിച്ച തളർന്നുപോയി ശരീരം. ഒരു ദിവസം രാവിലെ സുബഹി മുതൽ വൈകുന്നേരം മഗ്രിബിന്റെ വാങ്ക് വരെ ഒന്ന് റമദാനിലെ നോമ്പ് നോക്കിയിട്ട് സുന്നത്തവിടെ നിൽക്കട്ടെ, റമദാനിലെ വിശുദ്ധമായ നോമ്പ് നോക്കിയിട്ട് ഒന്ന് ബാങ്ക് കൊടുത്തു കിട്ടിയാൽ മതി വെള്ളം കുടിക്കാമെന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരാ നമ്മളൊക്കെയെങ്കിലും. കേവലം വിരലിലുണ്ടാവുന്ന 12-13 മണിക്കൂർ ഒരു റമദാനിന്റെ പവിത്രമായ സെക്കൻഡിൽ ഒരു പണിയും എടുക്കാൻ പള്ളിക്കകത്തോ വീട്ടിന്റെ അകത്തോ കിടന്നുറങ്ങിയ സമയം കൂട്ടി നമ്മൾക്ക് വെള്ളം കുടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മുഹറം 1 മുതൽ 9 വരെ 9 ദിവസം പട്ടിണി കിടന്ന് 9 ദിവസം പച്ചവെള്ളം കിട്ടാതെ ദാഹപരവശനായ ആ കുട്ടി 82 പേരോട് പടപൊരുതുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ. 82 പേരോട് യുദ്ധം നടത്തി അവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ മകൻ ദാഹപരവശനായിട്ട് തിരിഞ്ഞൊരു നോട്ടം നോക്കി ടെന്റിന്റെ പുറത്ത് അള്ളാഹുവിനോട് തന്റെ മകന് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പിതാവുണ്ട്. 54 വയസ്സ് പ്രായമുള്ള സയ്യിദ് ഇബ്നു അലി റളിയല്ലാഹു അൻഹു ബാപ്പാനെ നോക്കിക്കൊണ്ട് മകൻ വിളിച്ചു, ബാപ്പാ, എന്റെ ബാപ്പ, എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമോ? മകനെ തിരിച്ചു പിടിച്ചു പിതാവ്. മകൻ വെള്ളം കിട്ടുമെന്ന ലാഘവത്തോടെ എന്നാൽ അത് കിട്ടുമോ? വരണ്ട് പോയി ബാഹ്യ അവയവം തളർന്നു പോയി. ശത്രുവിന്റെ മധ്യത്തിൽ നിന്നും ബാപ്പ തിരികെ വിളിച്ചു. മകൻ അടുത്തു വന്നു. കുതിരപ്പുറത്തിരിക്കുന്ന അലി അക്ബറിന്റെ ശരീരത്തിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. ശത്രുവിന്റെ പല ഭാഗത്ത് വെട്ടുകിട്ടി അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞു കിടക്കാണ്. ആ മുറിവിൽ നിന്നൊക്കെ രക്തം ഇങ്ങനെ ഒഴുകുന്നുണ്ട്.
ബാപ്പയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വെള്ളമുണ്ടോ എന്നൊരാഗ്രഹത്തിൽ ചോദിച്ചപ്പോ കരഞ്ഞുപോയി ഉസൈർ റളിയല്ലാഹു അൻഹു. തന്റെ മകനെ അരിക നിർത്തിയിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ, നീ വെള്ളത്തിന് ചോദിക്കുമ്പോ പാപ്പ എവിടെ നടാ വെള്ളം തരിക? അബ്ബാസ് അടക്കമുള്ളവർ മരിച്ചു കിടന്നത് നീ കണ്ടിട്ടില്ലേ? അവരൊക്കെ ഷഹീദായത് നിന്നെപ്പോലെയുള്ള ഈ കുടുംബത്തിന് വെള്ളം തരാൻ വേണ്ടി എന്റെ മോനെ. അവരൊക്കെ മരിച്ചു പോയത് നീ കണ്ടില്ലേ? ഷഹീദായത് കണ്ടില്ലേ? ഞാൻ എവിടെന്നാ കുട്ടി നിനക്ക് വെള്ളം തരിക? എന്റെ അടുക്കൽ ഒരിറ്റ വെള്ളം പോലും ഇല്ല മോനെ എന്ന് പറയുമ്പോൾ യൂഫ്രട്ടീസ് നദിയിൽ ഇറങ്ങിയിട്ട് ഒരു ശത്രു വെള്ളം വെറുതെ കൈകൊണ്ട് കോരി ആകാശത്തേക്ക് എങ്ങനെ എറിഞ്ഞിട്ട് അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞിട്ട് അവന് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ടുണ്ട്, ഹുസൈൻ, നിനക്കാഗ്രഹമുള്ളത്, നിന്റെ കുട്ടിക്ക് ആഗ്രഹമുള്ളത് ഈ ഒരു വെള്ളമാണ്. പക്ഷെ അത് നിനക്ക് കിട്ടുന്നില്ലല്ലോ. അല്ലാഹുദായി എന്റെ മുന്നിൽ ഇഷ്ടം പോലെ എനിക്ക് കുടിക്കാനും കളിക്കാനും വെള്ളം എന്റെ മുന്നിലേക്ക് നൽകി എന്ന് പറഞ്ഞിട്ട് വെള്ളങ്ങളെ ഇവൻ മേലോട്ടെറിഞ്ഞ് കളിക്കുമ്പോ ഉസൈർ റളിയല്ലാഹു അൻഹു നോട്ടം നോക്കി. ഒരു ഭാഗത്ത് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കെഞ്ചുന്ന തന്റെ മകൻ, മറുഭാഗത്ത് അല്ലാഹുവിന്റെ റഹ്മത്തായ വെള്ളത്തെ മേലോട്ടെറിഞ്ഞ് കളിക്കുന്ന ഒരു വൃത്തികെട്ടവൻ. ഇടയിലാണ് നിൽക്കുന്നത്. പിതാവിന്റെ വേദനയൊന്ന് ഘടകം പട്ടാളം വാണങ്ങിടുന്നേ ഇത്തുജാലം തീക്കാൻ കൊടുത്തില്ലെന്ന് തുണ്ടവരണ്ട് തൊട്ടുന്നതാകത്താൽ തുമോൻകാരങ്ങിടുന്നേ കത്തുന്ന കരുതല ഭൂമികാരങ്ങിടുന്നേ കഥയതു കണ്ട് കാറ്റും കാടൽ പോലും സംവിച്ചു നിന്നിടുന്നേ ചിത്രബാലരാമ്പി ഫാത്തിമാതന്റെ പൊന്ന് ഹുസൈനലിയോരെ എത്ര കോടും ക്രൂരം കിടുതിയാതുമെന്ന്. ഇവന്റെ കളി കണ്ടിട്ട് തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കി. വെള്ളം ഒരു ഭാഗത്ത് ആവശ്യമുണ്ട്, മറുഭാഗത്ത് വെള്ളം കളയാണ്. വെള്ളങ്ങളെ വെറുതെ വെള്ളങ്ങളെ സല്ലല്ലാഹു നെഞ്ചിലേക്ക് കൈവച്ചിട്ട് പറഞ്ഞു, പടച്ചോനെ, അവന് വെള്ളം കൊടുത്തത് നീയാണ്, എനിക്കും എന്റെ പോലും വെള്ളം തരാത്തത് നീയാണ്. ഒറ്റ വാക്യ സല്ലല്ലാഹു പറഞ്ഞു. വെള്ളം എറിഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അല്ലാഹു മാരകമായൊരു ദാഹം കൊടുക്കും. ദാഹം എന്ന് പറഞ്ഞാൽ 7 കടലിലെ വെള്ളം കുടിച്ചാലും തീരാത്ത ദാഹം. യൂഫ്രട്ടീസ് നദിയിൽ അവൻ ഇറങ്ങിക്കിടന്നിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. അവന്റെ ദാഹം അല്ലാഹു തീർത്തു കൊടുത്തില്ല. അവോളം വെള്ളം കുടിച്ചവൻ ആ യൂഫ്രട്ടീസ് നദിയിൽ ചത്തുമലച്ചു. ആ വൃത്തികെട്ടവൻ വെള്ളം കുടിച്ചിട്ട് ദാഹം തീരാതെ മരിച്ചുപോയി. ആ വൃത്തികെട്ടവൻ ചത്തുപോയി. നെഞ്ചത്ത് കൈവച്ചിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം അല്ലാഹുവിനോട് പറഞ്ഞപ്പോ അല്ലാഹു സങ്കടം ഏറ്റെടുത്ത് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ, നിന്റെ ദാഹം തീർക്കാൻ ഒരു തുള്ളി വെള്ളം തരാൻ പാപ്പാന്റെ കയ്യിലില്ല. കയ്യിൽ ധരിച്ചൊരു ചെമ്പിന്റെ മോതിരമുണ്ടായിരുന്നു. അത് ഊരിയെടുത്തിട്ട് നാവിന്റെ അടിയിലായിട്ട് വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അല്ലാഹു നിനക്ക് ദാഹശമനം നൽകട്ടെ മോനെ. തന്റെ മകനോടത് പറഞ്ഞപ്പോൾ ഒരിറ്റ് വെള്ളം പോലും ഇനി എനിക്ക് വേണ്ട പാപ്പ, എന്റെ ദാഹം തീർന്നുപോയി എന്ന് പറഞ്ഞിട്ട് കുതിരപ്പുറത്ത് ചാടിക്കയറി അലിയക്ബർ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് പോയി. 82 പേരൊക്കെ കർബലതൻ കിസ്സയിത കണ്ണീരിൽ എഴുതിയ കാവ്യമിതാ ഹാത്തിം റസൂലിൻ പേരമകൻ ഫാത്തിമത്തിൻ പുന്നാരമകൻ എത്തിയ കർബല മണ്ണിൽ നിന്ന് മൂത്തായി പോയുള്ള കഥയൊന്നിതാ. 82 പേരെ വെട്ടിവീഴ്ത്തി ദാഹപരവശനായ അലി അക്ബർ റളിയല്ലാഹു അൻഹു വീണ്ടും യുദ്ധക്കളത്തിലേക്ക് വന്നിരിക്കും. നിങ്ങൾക്കറിയാലോ ഒരു മനുഷ്യൻ എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന്. പച്ചയായ ഒരു മനുഷ്യനല്ലേ 9 ദിവസം വെള്ളം കിട്ടാതെ യുദ്ധം ചെയ്ത് ശരീരമാസകലം മുറിവ് പറ്റി ചോര വാർന്നൊഴുകിയിട്ട് അവസാന കണ്ണ് മഞ്ഞളിച്ചിട്ട് പ്രിയപ്പെട്ട കുട്ടി യുദ്ധക്കളത്തിലേക്ക് മറിഞ്ഞു വീണു. അലി അക്ബർ യുദ്ധക്കളത്തിലേക്ക് മറിഞ്ഞു വീണപ്പോ അലി അക്ബറിന്റെ നെഞ്ചിലേക്ക് ഷമർ എന്ന് പറയുന്ന ഒരു ദുഷ്ടൻ കയറിയിരുന്നു.
കയ്യിൽ കരുതിയ ചവളം കൊണ്ട് പിഞ്ചു മോനെ അവൻ കുത്തിക്കീറാൻ തുടങ്ങി. നെഞ്ചും കൈയും കാലുമെല്ലാം കുത്തി ഛിന്ന ഭിന്നമാക്കി. അവസാനം വലിയ അക്ബറിന്റെ കണ്ണിലേക്ക് ശബളം കുത്തിയിറക്കാൻ നോക്കുമ്പോ അവന്റെ കൂട്ടത്തിൽപ്പെട്ടൊരു കൈ പിടിച്ചിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ പൊന്നുമോനാടാ, നീ എന്ത് വൃത്തികേടാ ചെയ്യുന്നത്? ദേഷ്യം പിടിച്ച ശമർ ആ ശബളം തിരിച്ചവന്റെ നെഞ്ചിൽ കുത്തിയിറക്കി അവനെ കൊന്നു കളഞ്ഞു. എന്നിട്ട് മഹാനായ അലി അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൈകളും കാലുകളും വെട്ടി നുറുക്കപ്പെട്ടു. അവിടെ ഉഹദ് യുദ്ധഭൂമിയിൽ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ വധത്തിന് സാമ്യമുള്ള മറ്റൊരു വധം ലോക ചരിത്രം എഴുതിയത് അലി അക്ബർ കർബല യുദ്ധത്തിൽ ഷഹീദായി കിടക്കുന്നതാണ്. തന്റെ മകന്റെ യുദ്ധപാഠം കാണാതെ കൂടാരം വിട്ട് ഇറങ്ങി നടന്നു ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു വരുമ്പോ കാണുന്നത് വെട്ടി നുറുക്കപ്പെട്ട തന്റെ മകനെയാണ്. കൈയെടുക്കുമ്പോ കാല് താഴെ, കാലെടുക്കുമ്പോ തല താഴെ, തലയെടുത്താൽ ഉടല് താഴെ, വേർവിട്ട് കിടക്കുന്ന സ്വന്തം മകന്റെ ശരീരം പെരുക്കിയെടുത്തൊരു ഭാണ്ഡം പേറിയവരെ പോലെ ഹുസൈൻ തിരികെ നടന്നു കൂടാരത്തിലേക്ക്. തന്റെ മകന്റെ ശരീരം ചേർത്ത് വെച്ച് കടത്തെ തുണിയിട്ട് മൂടി അകത്തേക്ക് വെറുതെ ഒന്ന് നടന്നു വന്നു തന്റെ കുടുംബത്തിന്റെ കഥയെന്തെന്നറിയാൻ. ഷഹർബാനുബിന്റെ മാറത്ത് പറ്റിപ്പിടിച്ചു കിടക്കുന്ന അലി അസ്ഗർ 1.5 വയസ്സുള്ളവൻ, വെള്ളം കിട്ടാതെ തളർന്നുപോയ കുഞ്ഞ്, ഉമ്മയുടെ മുലപ്പാല് കുടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ 9 ദിവസം പച്ചവെള്ളം പോലും കുടിക്കാത്ത ഷഹർബാനുബിന്റെ മുലപ്പാലിൽ എവിടെയാ പാല്? ആ പാല് കിട്ടാതെ ഷഹർബാൻ കഷ്ടപ്പെടുന്നു. കുഞ്ഞ് കൈകാലിട്ടെന്ന് കരയുന്നു. റളിയല്ലാഹുവിനെ കണ്ടപ്പം മെല്ലെ എഴുന്നേറ്റ് ഷഹർബാൻ എന്ന ഭാര്യ ഈ കുഞ്ഞിനെ നീട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സൈനേ, ഈ കുഞ്ഞിനെ ശത്രുവിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഈ നല്ലിപ്പം പച്ചവെള്ളം കൊടുക്കുമോ എന്ന് ചോദിക്കണം. റളിയല്ലാഹുവിനെ പറഞ്ഞു, ഷഹർബാൻ, ശത്രുവിന്റെ മുന്നിൽ വെള്ളത്തിന് കെഞ്ചിയ വീരുവാണ് ഹുസൈൻ എന്ന് ചരിത്രം പഠിക്കണ്ട, ഞാനതിന് പോവില്ലെന്ന് പറഞ്ഞപ്പോ ഈ കുട്ടിക്കെന്ത് ശത്രു, ഈ മോനെന്ത് മിത്രം? ശത്രുവാരെന്നറിയാത്ത കുഞ്ഞാണിവൻ. അലി അക്ബർ യുദ്ധം ചെയ്തിട്ടാ ഷഹീദായത്. അതിൽ അഭിമാനമുണ്ട് ഉമ്മയെന്ന നിലയിൽ എനിക്ക്. പക്ഷെ അലി അസ്ഗർ ചോരപ്പൈതലാണ്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ വെള്ളത്തിന് ചോദിക്കണമെന്ന് പറഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹുവിനെ നിർബന്ധിച്ചപ്പോൾ മഹാനായ ഹുസൈൻ റളിയല്ലാഹുവിന്റെ കുഞ്ഞുമായിട്ട് ശത്രുവിന്റെ മുന്നിലേക്ക് പോയി. കത്തിക്കാളുന്ന സൂര്യനാ, ആ സൂര്യന്റെ ചൂട്ടിൽ കുഞ്ഞിനിങ്ങനെ പിടിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ശത്രുവിന്റെ നേതാക്കന്മാരായ ഉബൈദുല്ലാഹ് ഇബ്നു സിയാദിനോടും അതുപോലെ അംർ ബസാദിനോടും ഒക്കെ പറഞ്ഞു, അംറേ, ഉബൈദേ, നിങ്ങൾക്കുമുണ്ടല്ലോ ഇതുപോലെ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് ഈ കുട്ടിക്ക് ഒരിറ്റ് വെള്ളം നിങ്ങൾ കൊടുക്കുമോ? ജലം തരുമോ കുടിക്കാൻ? ആരോമത്തന്റെ വരണ്ടത്തുണ്ട് ഒരിക്കലും നനയ്ക്കാൻ. ഈരന്നത്തുന്നും കുരുന്നിനൈപ്പം ജലം തരുമോ കുടിക്കാൻ? അരുമത്തന്റെ വരണ്ടത്തുണ്ട ഒരിക്കലൊന്ന് നനയ്ക്കാൻ. ആ കുഞ്ഞിനെ തുണിയിൽ പൊതിഞ്ഞു പിടിച്ചിട്ട് ശത്രുവിന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ച് കുട്ടിക്കൊരിറ്റ് വെള്ളം കൊടുക്കുന്നു. 9 ദിവസത്തോളം പട്ടിണി കിടന്ന് വെള്ളം കിട്ടാതെ ചോരപ്പൈതലാണ് ഇവൻ. ഇവനെന്റെ ശത്രു, ഇവനെന്റെ മിത്രം. നിങ്ങൾ ആരെന്ന് പോലും എന്റെ കുഞ്ഞിനറിയില്ല. ഒരു തുള്ളി വെള്ളം കിട്ടാതെ ഇവൻ കൈകാലിട്ടടിക്കുന്നു. ഒരിറ്റ് വെള്ളം എന്റെ മകന് കൊടുക്കൂ. കേവലം ഒഴുകുന്ന പുഴയിലെ പച്ച വെള്ളത്തിനാ കൂട്ടരെ കെഞ്ചുന്നത്. ഒരിറ്റ് വെള്ളം കിട്ടുമോ? ഉമർ ബസാദും ഉബൈദും മുഖത്തോട് മുഖം നോക്കി. കുഞ്ഞിന് വെള്ളം കൊടുക്കണോ വേണ്ടയോ എന്ന് ചർച്ച. അവര് പറഞ്ഞു, ഞങ്ങൾ ആ കുട്ടിക്ക് വെള്ളം കൊടുത്താൽ ഹുസൈനെ നീ ആ വെള്ളം വാങ്ങി കുടിച്ചാലോ? വല്ലാഹി ഞാൻ കുടിക്കില്ല, അല്ലാഹുവാണ്, ഞാൻ വെള്ളം കുടിക്കില്ല. നിങ്ങൾക്ക് അങ്ങനെ സംശയം വിട്ട് മാറുന്നില്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ മണ്ണിൽ കിടത്താം. ഈ ചുട്ടുപൊള്ളുന്ന മണലിൽ ഞാൻ എന്റെ കുട്ടിയെ കിടത്താം. ഞാൻ ദൂരെ മാറി നിൽക്കാം. നിങ്ങൾ എന്റെ കുട്ടിക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് കുടിച്ചാൽ ഞാൻ വന്നിട്ട് എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം. ഇങ്ങനെ ഈ കുഞ്ഞിനെ മാറോടക്കി പിടിച്ചിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു ശത്രുവിനോട് ചോദിക്കുമ്പോ ശിലകൾ പോലും അലിയും നട്ടി വിലപിക്കുമ്പോഴൊരുത്തൻ, ശിലകൾ പോലും അലിയും നട്ടി വിലപിക്കുമ്പോഴൊരുത്തൻ, അലി അസ്ഗറിൻ നെഞ്ചിലേക്കാ
പ്രസാദിന്റെയും ഉബൈദുല്ലാഹിബ്നു സിയാദിന്റെയും മുഖത്തേക്ക് ഉസൈർ റളിയല്ലാഹു അൻഹു നോക്കാണ്. അവരെന്തോ ചർച്ചയിലാണ്. മറുഭാഗത്ത് നിൽക്കുന്ന ഒരു രംഗം ഉസൈർ റളിയല്ലാഹു അൻഹു കണ്ടിട്ടില്ല. മറുഭാഗത്ത് ശമർന്ന ദുഷ്ടൻ ഒരമ്പ് കൃത്യമായി പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിന്റെ തൊണ്ട നോക്കിയിട്ട് അവനായ അമ്പ് ഇത് വിട്ടുകളഞ്ഞു. ആ അമ്പ് ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്തിങ്ങനെ പിടിച്ച കുഞ്ഞിന്റെ തൊണ്ടയുടെ സൈഡിലൂടെ തുളച്ചങ്ങട്ട് കയറിയിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചത്ത് തന്നിട്ട് പറഞ്ഞു. ഒരു നോട്ട് ഉസൈർ റളിയല്ലാഹു അൻഹു നോക്കി. രണ്ട് കൈകളും രണ്ട് കാലുകളും ഒന്ന് നീട്ടിയിട്ട് അങ്ങനെ തന്നെ ചുഴട്ടിയമോ എന്നിട്ട് ഒന്ന് പിടക്കാൻ പോലും കഴിയാതെ കുഞ്ഞുമോ സ്വന്തം മകന്റെ തൊണ്ടയിൽ നമ്മൾ പറിച്ചെടുത്ത് ഉസൈർ റളിയല്ലാഹു അൻഹു മണ്ണിലേക്ക് കുത്തി. ആ ചോരയൊലിക്കുന്ന മകനെ തന്റെ തുണിയകൾ തന്നെ പൊതിച്ചു. നേരെ ടെന്റിലേക്ക് വന്നു. തന്റെ കുഞ്ഞിനൊരിച്ച് വെള്ളം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കണക്ക് കൂട്ടിയിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഷഹർബാനുവിന്റെ മുന്നിലേക്കാണ് ചോരയിൽ കുളിച്ച മകനെ കൊണ്ടുവരുന്നത്. എന്നിട്ട് പറഞ്ഞു, ഷഹറു, നിന്റെ പത്തായത്തിൽ അവസാനത്തെ മാണിക്യമുത്താണിത് പിടിച്ചോളൂ. ഷഹർബാൻ കരഞ്ഞോട് പറഞ്ഞു, എന്റെ മോൻ എനിക്ക് വേണ്ട, കൊല്ലാനല്ലോ നിങ്ങളുടെ കയ്യിൽ ഞാൻ നൽകിയത്, ഒരിച്ച് വെള്ളം കൊടുക്കാനല്ലേ. ഷഹർബാൻ, എന്റെ മകന് വെള്ളം കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടവരോട് അവർ തരുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അമ്രും ഉബൈദും ഒരു ഭാഗത്ത് ചർച്ച നടത്തുമ്പോൾ മറുഭാഗത്ത് നിന്ന് ഷമർ അമ്പ ഇത് കളഞ്ഞു പെണ്ണെ. അത് കണ്ടിരുന്നുവെങ്കിൽ എന്റെ മകനെ താഴ്ത്തിപ്പെടുത്തിട്ട് അമ്പ് ഞാൻ ഏറ്റുവാങ്ങുമായിരുന്നു. കണ്ടില്ല ഷഹറു, ഞാൻ കടപ്പറ്റിയില്ല പെണ്ണെ, എനിക്ക് അമ്പ്. ഷഹർ പറഞ്ഞു, എന്റെ മോനെ എനിക്ക് വേണ്ട, എവിടെയെങ്കിലും കൊണ്ടുപോയി കുടിച്ചിട്ടേക്ക് എന്ന്. ആ മകനെ ചോരയിൽ പൊതിഞ്ഞെടുത്ത മകനെ കർബല യുദ്ധഭൂമിയുടെ മണല് വെട്ടിമാറ്റി അകത്തേക്ക് കടത്തി മണ്ണിട്ട് മൂടിയിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹു മോനോട് പറഞ്ഞു, മോനെ, ശത്രു അനുവദിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്റെ മുന്നിൽ ഞാൻ വരും. ഈ ഖബറിന്റെ മുന്നിൽ ഞാൻ നിന്റെ ഖബറിന്റെ മേലെ കടന്നിട്ട് കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ വെള്ളം കൊണ്ട് എന്റെ മോന്റെ ദാഹം ശമിപ്പിച്ചു തരാം. അല്ലെങ്കിൽ ഫാത്തിമ ബിബിയുടെ മടിത്തട്ടിൽ, ഉമ്മാമ്മന്റെ മടിത്തട്ടിൽ കുത്തിയിരുന്നിട്ട് എന്റെ മോൻ സ്വർഗത്തിന്റെ വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മുഹറം 9 വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി ഉസൈർ റളിയല്ലാഹു അൻഹു ഇശാ മഗ്രിബിനിടയിൽ ഇശാ മഗ്രിബ് അവിടെ നിസ്കരിച്ചിട്ട് ടെന്റിന്റെ തൂണിന് ചാരിയിട്ട് അങ്ങനെ ഇരുന്നു. ഒന്ന് ഉറങ്ങിപ്പോയി. അന്ന് ഉറങ്ങിയപ്പോ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ ഒന്ന് സലാത്ത് വെച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടിയുടെ മുന്നിലേക്ക് നടന്നു വന്നു. ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ താടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ചോദിച്ചു, താടിയിലൊരു ചോരപ്പാട കാത്തു നിൽക്കയാണ് മോനെ നിൻഷേറുസാരം സ്നേഹവിത്തായി നീനിക്കായി കിട്ടിയ മാണിക്യ ചേർത്തു കിട്ടാൻ കൂട്ടുകൂട്ടാൻ ഞാനിവിടെ കാക്കാം. ലോകമിൽ സാധിക്കു തീരെ പഞ്ഞമില്ലായുണ്ട്, ലോകരി കഴിഞ്ഞ കാലത്തൊക്കെ അതുണ്ട്. ഈ കഴിഞ്ഞ കാലമിൽ നാം എത്രയാതു കണ്ട്, ഇന്നു നീ സഹിച്ചിടേനെ സ്വർഗമോർത്തുകൊണ്ട്. ഓർക്കുമോനെ നിന്നിലേക്ക് കൽബടുത്തു പാരം, കാത്തു നിൽക്കയാണ് മോനെ നിൻ ഷഹീദുസാരം. പുണ്യനബി വന്നിട്ട് ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ താടി ഇങ്ങനെ പിടിച്ച് പൊക്കിയിട്ട് ചോദിച്ചു, എന്തേ ഹുസൈനെ, എന്തേ നിന്റെ താടിയിൽ ഒരു ചോര? എനിക്ക് യുദ്ധം ചെയ്യിക്കണോ? എനിക്ക് യുദ്ധം ചെയ്യിക്കണോ? ഞാൻ എന്റെ നാഥനോട് ശുപാർശ നടത്തും. പക്ഷെ സ്വർഗലോകത്തിന്റെ 8 കവാടങ്ങൾ തുറന്നു വെച്ചിട്ട് നിന്നെ അവിടെ കാത്തിരിക്കുകയാണ് മോനെ എന്ന് പറഞ്ഞപ്പോൾ ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഉറക്കം ഞെട്ടി, മയക്കമൊന്നും ഞെട്ടി. എഴുന്നേറ്റ് നോക്കി. പിന്നെ ഉറപ്പായി, എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ എന്ന സ്വർഗത്ത് കാത്തിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് പോകാൻ സമയമായി. പിറ്റേന്ന് വെള്ളിയാഴ്ച രാവിലെ മുഹറം 10 ഉസൈർ റളിയല്ലാഹു അൻഹു സുബ്ഹി നിസ്കരിച്ചു. തന്റെ ജീവിതത്തിൽ അവസാനത്തെ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ്
കുടുംബം മുഴുവനും അവിടെ ഇവിടെ തളർന്ന് സുബഹി നിസ്കരിച്ചിരിക്കുകയാണ്, തളർന്നിരിക്കുകയാണ്. ആരും ഒരു പച്ചവെള്ളം പോലും കിട്ടാത്തൊരു കുടുംബം. എല്ലാ കുടുംബത്തിന്റെ മുന്നിലും വന്നിട്ട് പറഞ്ഞു, എനിക്ക് യുദ്ധത്തിനിറങ്ങാൻ ഞാൻ ബാക്കിയുണ്ട്. സൈനുലാബിദ്ദീൻ തളർന്നു കിടക്കാണ്, പന്നി പിടിച്ചു കിടക്കാണ് സൈനുലാബിദ്ദീന്റെ കളവ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു ആയുധമെടുത്ത് അണിഞ്ഞു കഴിഞ്ഞിരിക്കും. മുഹറം 10 അന്ന് രാവിലെ സഹോദരൻ സൈനബ്, ഷഹർവാൻ ഭാര്യ, കരഞ്ഞുകൊണ്ട് ചോദിച്ചു, അങ്ങ് പോയാൽ ഇത് ഞങ്ങൾക്ക് ആരാണുള്ളത്? ഇനി ഞങ്ങൾക്ക് ആരാ ബാക്കിയുള്ളത്? നിങ്ങൾക്ക് അല്ലാഹുവുണ്ട്, അവൻ മതി നിങ്ങൾക്ക്. അവർ കർബലയിൽ വന്നു ചേർന്ന് ദിനമതുമേ കരുണകം ശഹീദിനായി ഒരുങ്ങിടുമേ. കുടുംബത്തിൽ തിരിഞ്ഞുകൊണ്ട് അവരുടെ ചരിതം കുറിച്ചെത്തും മരണത്തെ ഇവിടവിൽ സ്വാഗതം. കുടുംബത്തിൽ തിരിഞ്ഞുകൊണ്ട് അവരൊരു ചരിതം കുറിച്ചെത്തും മരണത്തെ ഇവിടവിൽ സ്വാഗതം. കുലമതിനാണ് ഗഹനമിനാണ് ഇക്കാണും ഞങ്ങളെ ഒന്നിച്ചെടുത്തിറനായി ഉദിച്ചു കൽവിൽ പൊന്നു സൈനിൻ സുറൂറകമേ. ഉദിമതി കൂറിവാത്ത അവർ ഹീതവേ കർബലയിൽ വന്നു ചേർന്ന് ദിനമതുമേ കരുണകം ശഹീദിനായി ഒരുങ്ങിടുമേ. വെള്ളിയാഴ്ച മുഹറം 10 അന്ന് രാവിലെ ആയുധങ്ങൾ എടുത്തണിഞ്ഞ് പുറപ്പെട്ടു. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബല യുദ്ധത്തിന്റെ ഭൂമുഖത്ത് വന്ന് നിന്നു. ആ ഭൂമുഖത്ത് നിന്നപ്പോ 10,000-കണക്കിന് മനുഷ്യന്മാർ മറുഭാഗത്തുണ്ട്. ഒരു മനുഷ്യനോട് പടപൊരുതാൻ 1000-കണക്കിന് ആൾ മറുഭാഗത്ത്. ഹുസൈൻ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. കുഫക്കാരെ, നിങ്ങൾ 1000-ൽ പരം കത്തുകൾ എഴുതിയിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. എന്നിട്ട് എന്നെ ക്ഷണിച്ചിവിടെ കൊണ്ടുവന്നിട്ട് അതിഥിയോട് നല്ല ആതിഥ്യ മര്യാദയാണ് നിങ്ങൾ നൽകിയത്. അതിഥിയോട് കാട്ടേണ്ട ആതിഥ്യ മര്യാദ കൊണ്ടുവന്ന കുഞ്ഞുമക്കളുടെ തലയറുക്കലും പച്ചവെള്ളം തരാതിരിക്കലുമാണെങ്കിൽ നിങ്ങൾ ഈ കണക്ക് എവിടെയാ ബോധിപ്പിക്കുക? പടച്ചോന്റെ മുന്നിൽ ബോധിപ്പിക്കുമ്പോ കുറച്ച് ഓർമ്മ വേണമെന്ന് പറഞ്ഞിട്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ 10 ദിവസം വെള്ളം കുടിക്കാത്ത മനുഷ്യനാണ്. ഭക്ഷണവും വെള്ളവും എല്ലാം എനിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ. പക്ഷേ അള്ളാഹുവെന്ന ഒറ്റ ചിന്തയുണ്ട് എന്റെ കൽപ്പിന്റെ കത്ത്, അത് മതി എനിക്ക് ഊർജ്ജമായിട്ട്. പടപൊരുതാനിറങ്ങിയ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വാളുകൊണ്ട് വരവേറ്റ് കഴിഞ്ഞു. 4 ഭാഗത്ത് വലയങ്ങൾ താണ്ടി കൊണ്ട് ജലവും എടുക്കാൻ തോന്നിയിടുന്നേ. ചെണ്ടപ്പോൾ മന്ദന്മാർ യുദ്ധം തുടർത്തിയിടുന്നേ. അതികഠിനത്താൽ മണ്ഡലം ഞെട്ടി വിറപ്പിച്ചേരണമാടുന്നേ. കത്തുന്ന കർബല ഭൂമികാരഞ്ഞിടുന്നേ. കഥയത് കണ്ട് കാറ്റും കാടൽ പോലും തമ്മിൽ തോന്നിയിടുന്നേ. യുദ്ധക്കളത്തിലാണ് പൊരിഞ്ഞ പോരാട്ടമാണ്. ഒരുപാട് സമയം യുദ്ധം ചെയ്തിട്ട് ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അമ്പിങ്ങനെ വന്ന് തറക്കാൻ തുടങ്ങി. അമ്പങ്ങനെ തറച്ച് ആദ്യമൊക്കെ തറച്ചതൊക്കെ പറിക്കും മൂപ്പര്, പിന്നെ പറിക്കാൻ സമയമില്ലാണ്ട് തറക്കാൻ തുടങ്ങി. പിന്നെ ശരീരത്തിൽ തറച്ചോട്ടെ അമ്പെന്ന് കണക്കൂട്ടി 200-ലധികം അമ്പ് തറച്ചത്. 200 അമ്പ്, 200 അമ്പ് തറച്ചു. അവസാനം ഹുസൈൻ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു, യൂഫ്രട്ടീസ് നദിയിൽ കുറച്ച് വെള്ളം എടുക്കട്ടെ, എന്നിട്ട് പതിപ്പാക്കി ഈ തറച്ചമ്പുമായി യൂഫ്രട്ടീസ് നദിയിലേക്ക് തന്റെ കുതിരയെന്ന ദുൽജുലിനെ പിടിച്ചങ്ങ് വിട്ടു. ഉബൈദുല്ലാഹ് ബിൻ ജാദ് വിളിച്ചു പറഞ്ഞു, വെള്ളം കുടിക്കാതെ 10 ദിവസം യുദ്ധം ചെയ്ത ഹുസൈനെ യുദ്ധമറിയുന്നവരാ നമ്മൾ. ഹുസൈനെങ്ങാനും അവിടെ കിടന്ന് ഇറങ്ങി വെള്ളം കുടിച്ചാൽ പിന്നെ ഭൂമുഖത്ത് നിങ്ങളാകുന്ന ശത്രുവിന് തലയുണ്ടാവൂല. അതുകൊണ്ട് ഹുസൈന് വെള്ളം കിട്ടരുത്. നിങ്ങൾക്ക് വാളുകൊണ്ട് എതിർക്കാൻ ഭയമുണ്ടെങ്കിൽ അമ്പ് കൊണ്ട് എതിർക്കണം. 200 പരം അമ്പുകൾ തറച്ച് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും 4 ഭാഗത്തും ചോര കൂലം കുത്തി ഒഴുകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു പിന്നെ നെറ്റി തുളച്ചിട്ടൊരു അമ്പങ്ങ് കയറി. ആ അമ്പ് നെറ്റിയിലൂടെ തറച്ചു കയറിയിട്ട്
അമ്പിന്റെ മുൻഭാഗം പുറത്തിപ്പുറത്ത് വന്നു, തലന്റെ ബാക്കിൽ വന്നു. അപ്പോ ചോരയങ്ങട്ടൊഴുകി തന്റെ കണ്ണിന്റെ മേൽഭാഗത്തുകൂടെ താടിയിലേക്ക്. അപ്പോ സിറല്ലാഹുന്നു പറഞ്ഞു, ഇത് തന്നെയാണ് എന്റെ ഉപ്പാപ്പ എന്നോട് ചോദിച്ചത്. എന്താ മോനെ ഹുസൈനെ, നിന്റെ താടിയിൽ ഒരു ചോരപ്പാട്. ഇന്നലെ ഇശാ മഗ്‌രിബിനിടയിൽ എന്നിലേക്ക് കടന്നു വന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താടിയർത്തി ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എന്തേ ഹുസൈനെ നിന്റെ താടിയിൽ ഒരു ചോരപ്പാടുന്നു? ഈ ചോര കൊണ്ട് തന്നെ ഞാൻ എന്റെ ഉപ്പാപ്പന്റെ അടുക്കിലേക്ക് പോയിക്കോളും. ഇനി എനിക്ക് വെള്ളം വേണ്ട. തറച്ചമ്പുമായി തിരിച്ചു യുദ്ധക്കളത്തിലേക്ക്. 201 അമ്പുകൾ ശരീരത്തിൽ തറച്ചിട്ട് നെറ്റി തുളച്ചു കയറിയിട്ട് അപ്പോഴും ഒരു തളർച്ചയില്ലാതെ യുദ്ധം ചെയ്യുന്ന 28ന്റെ ചുറുചുറുക്കോടെ 54 പ്രായമുള്ള ഹുസൈൻ റളിയല്ലാഹു അൻഹു ചെയ്യുന്ന യുദ്ധം നിങ്ങളൊന്ന് മനക്കണ്ണുകൊണ്ട് കണ്ടു നോക്കണം. അവസാനം ഒരു മനുഷ്യനാണ് ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. ദുൽദുൽ കുതിരയുടെ വലതുകാലിന് വെട്ട് കിട്ടി. ശത്രു ദുൽദുലിന്റെ വലത്തുകാലിന് വെട്ടി. കാലൊടിഞ്ഞുപോയ ദുൽദുൽ എന്ന അലിയാരുടെ കുതിരയൊന്ന് ചെരിഞ്ഞ ഹുസൈൻ റളിയല്ലാഹു അൻഹു താഴേക്ക് വീണുപോയി. താഴെ വീണ് കിടക്കുന്നതിന്റെ യജമാനെ രക്ഷപ്പെടുത്താൻ യുദ്ധത്തിന്റെ ഒരുപാട് അടവുകൾ അലി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച ആ കുതിര 3 കാലുകൊണ്ട് ശ്രമിച്ചു. അവസാനം അതിന് കഴിഞ്ഞില്ല. അതിന്റെ മറ്റേ കാലിന് കൊടുക്ക വിട്ടുകെട്ടിയപ്പോ അതിന്റെ തൂങ്ങിപ്പിടിച്ച കാലുമായി ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട കുതിര അലി റളിയല്ലാഹു അൻഹുവിന്റെ ദുൽദുല് ഓടിക്കതച്ച് വന്ന് ഷഹർബാനുവിന്റെ മുന്നിലേക്ക്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യുദ്ധം ചെയ്യുന്നതിനിടയിൽ കുതിരമാർത്തം തിരിച്ചു വരുന്ന കണ്ടപ്പോൾ ഷഹർബാൻ ഇറങ്ങി ഓടി വന്നിട്ട് ദുൽദുലിന്റെ 2 ചെവിയും ഇങ്ങനെ പിടിച്ചിട്ട് ചോദിച്ചു, ദുൽദുലേ, എന്റെ പ്രിയപ്പെട്ടവനെവിടെ? ഒരുപാട് യുദ്ധങ്ങളിൽ നീ നിന്റെ മുതുകത്തിലെത്തിയിട്ട് അലിയാരെ കൊണ്ടുപോയിട്ടുണ്ട്. ബദറിലും ഉഹദിലും ഖന്തക്കിലും ഖൈബറിലുമൊക്കെ എന്നിട്ട് അലിയാരെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ദുൽദുലേ. എന്റെ ഭർത്താവിനെ കൊണ്ടുപോയിട്ട് നിനക്ക് സുരക്ഷിതത്വം നൽകാൻ കഴിഞ്ഞില്ല ദുൽദുലേ എന്ന് പറഞ്ഞപ്പോ ആ പിടുത്തത്തിൽ നിന്ന് കുതിരമാടിയ മാറിയ ദുൽദുൽ 2 കാല് മുറിഞ്ഞ 2 കാലും തൂക്കി ഓടുകയായിരുന്നു. മുടന്നിട്ട് ആ കുതിര യൂപ്രട്ടി സതിയിലേക്ക് എടുത്ത് ചാടിയിട്ട് മരിച്ചുപോയി. ആ കുതിര സ്വർഗലോകത്തെ കുതിരക്ക് സ്ഥാനമുണ്ടെന്ന് ചരിത്രമേദ്യ പുസ്തകങ്ങൾ പറയുന്നു. ഇവിടെ റളിയല്ലാഹു മണ്ണിൽ കിടക്കുക. നമ്മൾ ചിന്തിക്കണം, നെഞ്ചത്ത് കയറിയിരുന്നു ഈ വൃത്തികെട്ട ശമർ. നെഞ്ചത്ത് കയറിയിരുന്ന റളിയല്ലാഹു കണ്ണ് തുറന്നിട്ട് നോക്കി. നെറ്റിയിൽ അമ്പുണ്ട്, ശരീരത്തിൽ അവിടെ കമ്പുണ്ട്. ചോരൊലിക്കുമ്പോ അവന്റെ മുഖത്ത് നോക്കിയിട്ട് വെച്ചു, ഷമർ, ഇതേതാ ദിവസം? ഇത് മുഹറം 10 വെള്ളിയാഴ്ച ഉച്ച. അതെ, സൂര്യൻ മധ്യാഹ്നത്തിൽ തെറ്റാൻ തുടങ്ങിയിരിക്കുന്നുവല്ലേ. ലോകത്തെ പള്ളിയുടെ മെമ്പറുകളിൽ ഖതീബുമാരന്റെ പിതാമഹന്റെ നാമം ഉച്ചരിക്കുന്ന ഘട്ടം. നാണമില്ലേ ഷമർ എന്റെ നെഞ്ചത്ത് കയറിയിരിക്കാൻ? മാറി നിൽക്കണം നീ, എനിക്ക് ദുഹർ നിസ്കരിക്കണം തോന്നി. യുദ്ധക്കളത്തിൽ ഷമർ അറിയാതെ മാറി. അപ്പൊ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വുദു ഉണ്ടോന്ന് സംശയമുണ്ട്. അപ്പൊ ഒരാൾ പറഞ്ഞു, വെള്ളം വേണ്ടി വരുമല്ലേ? എനിക്ക് വെള്ളം വേണ്ട, എനിക്ക് ഈ മണ്ണ് മതി. ചോര പങ്കിട്ട മണ്ണ്, ചോരപങ്കിലമായ മണ്ണ് കൊണ്ട് നീ എങ്ങനെ ദാനം ചെയ്യും? മരിക്കാൻ കിടക്കുന്നവന് പന്നിയിറച്ചി ഹലാലാക്കിയ മതമാണ് പരിശുദ്ധ മതം. എനിക്ക് ചോര പുരണ്ട മണ്ണ് മതി. കൈകൊണ്ട് മണ്ണങ്ങ് തട്ടിമാറ്റി, മേൽഭാഗത്തെ മണ്ണ് തട്ടിമാറ്റി പൊടിമണ്ണ് വാരിയെടുത്ത് തയമം ചെയ്തു. കർബല യുദ്ധഭൂമിയിൽ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു സ്വർഗലോകത്തിലേക്ക് കടന്നു പോകുന്ന യുവതയ്ക്ക് നേതാവായി വാഴും മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത്, യുദ്ധഭൂമിയിൽ അമ്പയത്ത് വീണ് കിടക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹു അന്നത്തെ മുഹർ നിസ്കരിക്കാൻ വേണ്ടി തയമം ചെയ്യാൻ നിസ്കരിക്കാനേ പള്ളിക്കകത്ത് മനോഹരമായി മാർബിൾ ഇട്ടിട്ടുണ്ട്, മൊസൈക്ക് വിരിച്ചിട്ടുണ്ട്, ഗ്രാനൈറ്റ് ഉണ്ട്. ആ പള്ളിയിൽ വിരിച്ച മാർബിളിന്റെ ഗ്രാനൈറ്റിന്റെ ശീതളിമയിലേക്ക്, അവിടെ വിരിച്ചു വെച്ച മനോഹരമായ മുസല്ലയിലേക്ക് സ്വതന്ത്രമായി നെറ്റിയൊന്ന് കുത്താൻ വിമുഖത കാണിക്കുന്ന യുവസമൂഹമേ, ഈ ഹുസൈന്റെ പിന്നിൽ എങ്ങനെയാ നമ്മൾ സ്വർഗത്തിലേക്ക് പോവുക? എങ്ങനെയാ സ്വർഗലോകത്തേക്ക് ഹുസൈൻ നേതാവാക്കിയിട്ട് നമ്മൾ കടന്നു പോവുക? ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി കർബല യുദ്ധഭൂമിയിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു തയമം ചെയ്യുമ്പോ പള്ളിക്കകത്ത് എല്ലാ സൗകര്യവും മുതുകൊടുക്കാൻ വെള്ളമുണ്ടായിട്ട് വെള്ളത്തിലൊന്ന് കൈകാലുകൾ കഴുകിയിട്ട് ആ പള്ളിക്കകത്തൊന്ന് സുജൂദ് ചെയ്യാൻ മടികൂടുന്ന വർഗമാണ് നമ്മളെങ്കിൽ അറിയണം, ഈ യുവതയുടെ നേതാവല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ നിസ്കരിക്കാത്തവന്റെ നേതാവല്ല ഹുസൈൻ റളിയല്ലാഹു അൻഹു. ഈ നിസ്കാരത്തിന് മടി കാണിക്കുന്നവന്റെ നേതാവുമല്ല പുണ്യനബിയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു. നിസ്കരിക്കുന്നവന്റെ നേതാവാണ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നവന്റെ നേതാവാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു തയമം ചെയ്ത് നിസ്കരിച്ചു. 2ാമത്തെ റക്അത്തിന് സുജൂദിലാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. മണ്ണിൽ കുത്തിയത് നെറ്റിയിൽ അമ്പാണ്. വീണ്ടു വിചാരമൊഴിച്ചല്ല
റളിയല്ലാഹു അൻഹു സുജൂദ് കിടക്കണം. ആ മഹാനായ മനുഷ്യൻ സുജൂദിലാണ്. സുജൂദിൽ കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോ, നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടപ്പോ തല വെട്ടാൻ ശത്രുക്കൾക്ക് ആദ്യം ഒരു മടിയുണ്ടായി. പക്ഷേ നിസ്കാരത്തിൽ ഉയർന്നാൽ ഒരു വർദ്ധിത വീര്യത്തോടെ ഹുസൈൻ ഇബ്നു അലി തകർത്തുകളയും നമ്മളെ എന്ന് മനസ്സിലാക്കിയ വൃത്തികെട്ടവന്മാർ സുജൂദിൽ കിടക്കുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരടി വെട്ടി. എന്നിട്ട് ഒരു കുന്തത്തിന്റെ മേലെ തലയെന്ന് തൂക്കിപ്പിടിച്ചപ്പോ കൂടാരത്തിനകത്ത് കിടക്കുന്ന ഷഹർബാൻ തന്റെ ഭർത്താവിന്റെ തല കണ്ട് ഇറങ്ങിയോടാൻ സഹോദരി ഓടി വന്ന് ഷഹർബാനെ പിടിച്ചത് പരിചയം. പിന്നെ ബാധിക്കപ്പെട്ട് അന്ധന്മാർ ശേഷം ഹുസൈനോരെ തലയാറുത്ത് എന്തൊരു ക്രൂരത കുന്തത്തിൽ കുത്തി എടുത്തുമേ തോട്ടുയർത്ത്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല വെട്ടിയിട്ട് കുന്തത്തിന്റെ മേലെ തൂക്കിക്കളഞ്ഞു. ആ തല കണ്ടപ്പോൾ ഷഹർബാൻ ഇറങ്ങി ഓടുകയാണ്. തന്റെ ഭർത്താവിന്റെ തല ഉയർന്ന് കണ്ടപ്പോ ഉരുക്കുവനിത എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ട പെണ്ണാണ് സൈനബ് റളിയല്ലാഹു അൻഹ. ഉരുക്കുവനിത സൈനബ് റളിയല്ലാഹു അൻഹ ഓടി വന്ന് ഷഹർബാനെ പിടിച്ചു വലിച്ചു. നീ എങ്ങോട്ടാ ഓടുന്നു എന്ന് ചോദിച്ചു. എന്റെ ഭർത്താവിന്റെ തല പൊങ്ങിയത് കണ്ടിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അത് നിന്റെ ഭർത്താവാണ് ആകുന്നതിന്റെ മുമ്പ് എനിക്കൊരു സഹോദരനാണ്. നിനക്ക് ഭർത്താവാകുന്നതിന് മുമ്പ് എന്റെ കൂടപ്പറപ്പാണത്. ഹുസൈന്റെ തലയാണ് പൊങ്ങിയതെങ്കിൽ ഹുസൈൻ അല്ലല്ലോ ഷഹർബാനത്. ഹുസൈൻ സ്വർഗത്തിലല്ലേ. വലാ തഖ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവത ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യർസഖൂൻ. സഹോദരരേ ഹുസൈനോരേ ശുഹദാക്കന്മാരെ വിളിച്ചല്ലാഹു ശിരസതുമേ ഉയർത്തിയവരന്നതുമേ സഹോദരരേ പ്രിയനായ ഹുസൈനോരേ കനിവാർന്ന ശിരസതുമേ ഉയർത്തിയവരന്നതുമേ. അനുയായികളിൽ പല പേരും തലവെട്ടി മുറിച്ചവരും, അനുയായികളിൽ പല പേരും തലവെട്ടി മുറിച്ചവരും, തലകുന്തമിൽ തൂക്കിയതും ജയഭേരി മുഴക്കിയതും, തലകുന്തമിൽ തൂക്കിയതും ജയഭേരി മുഴക്കിയതും. ആ സ്നേഹ സഹോദരരേ പ്രിയനായ ഹുസൈനോരേ കനിവാർന്ന ശിരസതുമേ ഉയർത്തിയവരന്നതുമേ. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ തല പൊക്കിപ്പിടിച്ചിട്ട് ഒരു കൂട്ടര് ജയവേരി മുഴക്കുമ്പോൾ മറുവിഭാഗം ഓടി വന്നു ടെന്റ് വളഞ്ഞു. ടെന്റ് വളഞ്ഞു. റസൂലുള്ളാഹിന്റെ കുടുംബത്തിലെ പെണ്ണുങ്ങൾ താമസിക്കുന്ന ടെന്റ് അങ്ങോട്ട് വളഞ്ഞു. ടെന്റ് വളഞ്ഞപ്പോ പനി പിടിച്ച് തളർന്നു കിടക്കുന്ന സൈനുൽ ആബിദീൻ തങ്ങൾ വാളുമെടുത്ത് പുറത്തേക്കിറങ്ങി. പൊണ്ണു നബിയുടെ പെണ്ണുങ്ങളുടെ അടുക്കിലേക്ക് നിങ്ങൾ വന്നാൽ നിങ്ങളുടെ തല ഞാൻ അറുത്ത് കളയുമെന്ന് പറഞ്ഞിട്ട് മഹാനായ സൈനുൽ ആബിദീൻ തങ്ങൾ ആ ടെന്റിന്റെ മുന്നിലേക്ക് വാളുമെടുത്ത് വന്നതാ. പക്ഷെ സൈനുൽ ആബിദീൻ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. പനി ഓവറായി സൈനുൽ ആബിദീൻ തങ്ങൾ തളർന്നൊരു ഭാഗത്തേക്ക് കുഴഞ്ഞിരുന്നു. ആ സൈനുൽ ആബിദീൻ തങ്ങളെ കൊല്ലാൻ ശത്രുക്കൾ ഓടിയെടുത്തപ്പോ ശത്രുവിന്റെ കൂട്ടത്തിൽ ചിലർ തന്നെ വിളിച്ചു പറഞ്ഞു, ഏയ് പനി പിടിച്ച് കിടക്കുന്ന ആളാ, വിട്ടേക്ക് എന്ന്. പനി പിടിച്ച് കിടക്കുന്ന ആളാണ്, വിട്ടേക്ക്. അങ്ങനെ സൈനുൽ ആബിദീൻ തങ്ങളെ അവർ വകവരുത്തിയില്ല. അതുകൊണ്ട് ലോകത്ത് തങ്ങന്മാർക്കൊരു പിതാമഹനായിട്ട് അല്ലാഹു ബാക്കി വെച്ചു സൈനുൽ ആബിദീൻ തങ്ങളെ. ആ സൈനുൽ ആബിദീൻ തങ്ങളെ ബാക്കി വെച്ചവർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധമായ ശരീരവുമായി ആ തലയുമായി അവര് ജയബേരി മുഴക്കി യാത്ര തുടങ്ങിയിരിക്കും. അവർക്ക് പോകേണ്ടത് ഡമസ്കസിലെ രാജകൊട്ടാരത്തിലേക്കാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്ന മഹാമനുഷ്യന്റെ തല കൊണ്ടുവന്നിട്ട് ദാറുൽ ഇമാറത്തിൽ വെച്ചിട്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പല്ലിലും മൂക്കിലും ഒക്കെ ഈർക്കിൽ പോലെയുള്ള സാധനങ്ങൾ കുത്തിയിരുന്നു എന്ന് കരുതി.
മഹാനായ തങ്ങൾ വരുന്നുണ്ട്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വരുന്ന തങ്ങൾക്ക് പോലും ഒരു പിതാമഹനെ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കർബല യുദ്ധഭൂമിയിലെ സൈനുൽ ആബിദീൻ തങ്ങൾ. ആ തങ്ങളെ സൈനുൽ ആബിദീൻ തങ്ങളെ ബാക്കി വെച്ചതുകൊണ്ട് ഇന്ന് ഈ വേദിയിലേക്ക് നടന്നു വരാൻ മഹാനായി ഇങ്ങനെ ഒരു തങ്ങന്മാരുണ്ടായി. ഇത് ചരിത്രത്തിന്റെ നിയോഗമാണ്. അല്ലാഹുവിന്റെ ഹബീബായ പ്രിയപ്പെട്ട പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ തകർത്തു തരിപ്പണമാക്കാൻ കച്ചകെട്ടിയിറങ്ങിയ യസീദ് ഇബ്നു മുആവിയ, ആ യസീദ് എന്ന മനുഷ്യൻ എല്ലാ കുതന്ത്രങ്ങളും ഒപ്പിച്ചപ്പോഴും അഹ്ലു ബൈത്തിന് അല്ലാഹു കണ്ണിയെ ബാക്കി വെക്കുക തന്നെ ചെയ്തു. ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ തലയുമായി ഇവരുടെ മസ്ജിദിലേക്ക് പോയി. തല കണ്ട യസീദ് പോലും ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ കൊല്ലാൻ പറഞ്ഞിട്ടില്ലെന്ന് യസീദ് ഒഴിവ് കഴിവ് പറഞ്ഞു മാറി. പക്ഷെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് സൈനുൽ ആബിദീൻ തങ്ങൾ വാദിച്ചു. നടപടിയെടുക്കാൻ യസീദ് ഇബ്നു മുആവിയ കൂട്ടാക്കിയില്ല. ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ തല പട്ടിൽ പൊതിഞ്ഞ് തിരിച്ചു മദീനയിലേക്ക് കൊടുത്തയച്ചു. അങ്ങനെ ഞാൻ കഥ അവസാനിപ്പിക്കട്ടെ. ഇതിന്റെ മറ്റൊരു ഭാഗം വീണ്ടും നീണ്ടു കിടക്കുമ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ അവസാനിപ്പിക്കും. മഹാനായ ഉസൈർ റളിയല്ലാഹു അൻഹുവിന്റെ വിശുദ്ധമായ ആ പവിത്രമായ മേനി, ശരീരം, തല ജന്നത്തുൽ ബഖീയിൽ ഫാത്തിമ ബീവിയുടെ വിശുദ്ധ ഖബറിനടുക്കൽ മറവ് ചെയ്യുന്നു. ലോകജനം ഞെട്ടിപ്പറച്ച മഹാദാരുണമായ കർബല യുദ്ധത്തിന്റെ 1-ാം അധ്യായം ഇവിടെ അവസാനിച്ചു. ഇനി 2-ാം അധ്യായവും അതിന്റെ പ്രതികാരവും പിന്നീട് വരുന്ന ഭരണവും അംറിനും ഉബൈദിനും യസീദിനും സംഭവിച്ച മഹാദുരന്തവുമൊക്കെ വീണ്ടും ഇവിടെ നിങ്ങോട്ട് ബാക്കി കിടക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് മഹാനായ തങ്ങളെ വേദിയിലെത്തിക്കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കടന്നു പോകുന്നില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും കർബല ശുഹദാക്കന്മാരുടെ ഹക്ക് ജാബർക്കത്തുകൊണ്ട് ഈ ലോകവും പരലോകവും രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയിൽ അവസാനിപ്പിക്കുന്നു. വേദിയിലേക്ക് തന്ന സംഘാടകർക്ക് എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ വാങ്ങട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.